പാട്ടെന്ന് പറഞ്ഞുള്ളൂ, സൂപ്പർ പാട്ട്. ഇത്രയും വലിയ കലാകാരനെയാണോ നിങ്ങൾ റെസ്പെക്ട് ചെയ്യാത്ത? എന്തുവാണ് ഇത്? എന്താ ഇത്? കാര്യമായിട്ടാണ് ഓർക്കണം. മോന്തൊക്കെ ഇരിക്കുന്നുണ്ടോ? വലിയ പാട്ട് പാടുന്നവരാ പാടുന്നത്. കഷ്ടം പേരുത്തിഷ്ടം എനിക്കിഷ്ടം വരുമ്പോഴും. എം ജി ശ്രീകുമാറിനെ പോലുണ്ട് കണ്ടിട്ടും. എന്നാ പാട്ട് കളിയാത്, ഭയങ്കര കഷ്ടമായി പോയി കേട്ടോ. എമ്പുരാൻ ഇപ്പഴേ മേജർ രവി വന്നിട്ട് പറയാണേ, മോഹൻലാൽ സിനിമ കണ്ടില്ലെന്ന് ഇറങ്ങുന്നതിന് മുമ്പ്. സിനിമയിൽ അഭിനയിച്ചപ്പോഴും പുള്ളി അറിഞ്ഞില്ല, ഇതിന്റെ പ്രിവ്യൂ കണ്ടിട്ടില്ല, എല്ലാം കഴിഞ്ഞിട്ട് പറയാ ഞാൻ സിനിമ കണ്ടില്ല എന്ന്, അതുകൊണ്ടാ പറ്റിയെന്ന്. ഇയാളൊക്കെ ഇപ്പൊ എന്തോടെ ഉത്തരവാദിത്വം? ഞാൻ ചോദിക്കുന്നത്, എനിക്കതല്ല മനസ്സിലാവും. ഈ മോഹൻലാലിനെ ഇവര് കളിയാക്കണമെന്ന് എനിക്ക് തോന്നുന്നത്. കാരണം മോഹൻലാലിന് ഇതൊന്നും അറിയാൻ പാടില്ലായിരുന്നു പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു മൊണ്ണയാണല്ലോ ഇതിന്റെ അർത്ഥം. എന്തോ ആൾക്കാരെ കളിയാക്കും. 40 വർഷമായിട്ട് ഇൻഡസ്ട്രിയിലുള്ള ആളാണ്. 46 കൂട്ട് ചുമ്മാ ഇരിക്കട്ടെ. 40 വർഷമായിട്ട് ഇൻഡസ്ട്രിയിലുണ്ട്. പക്ഷെ ഞാൻ സിനിമ ഇറങ്ങുമ്പോൾ സ്ക്രിപ്റ്റ് വായിക്കത്തില്ല, സിനിമ കാണത്തില്ല. ഞങ്ങള് കാണാറില്ല. അതോ കിടിലം കക്ഷിയാ വന്നു മേജർ രവി. എന്നിട്ട് സെൻസർ ബോർഡുകാരാ കുഴപ്പമെന്ന്. അപ്പൊ എഴുതിയവനും അറിയത്തില്ല, ഡയറക്റ്റ്. അപ്പൊ പൃഥ്വിരാജിന് അറിയത്തില്ലേ? പൃഥ്വിരാജൊക്കെ മുങ്ങിയല്ലോ, ഒന്നും കാണാനില്ലോ. പോയി മോഹൻലാലിനെ ദേശഭക്തി മൂത്തിട്ട് ഓരോ സൈനികൻ മരിക്കുമ്പോ കൊണവണാന്ന് എഴുതി വെക്കുവാന്ന് കണ്ടൊക്കെ. ഞാൻ മരിച്ചിട്ട് ജീവിച്ചിട്ട് എല്ലാം അങ്ങ് കഴിഞ്ഞല്ലോ. ശബരിമല പോയേക്കുവാ. വേറൊരാളാണ് മറ്റേ ആള്, ഇവന്റെ ഭാര്യ, പൃഥ്വിരാജിന്റെ ഭാര്യ. പൃഥ്വിരാജിന്റെ ഭാര്യ വന്ന് ഈ സിനിമക്കെതിരെ വിമർശനമൊക്കെ ആയിട്ട് വന്നവരോട് ഒന്ന് പറഞ്ഞേക്കാണ്, ആളറിഞ്ഞ് കളിക്കടാന്ന്. എങ്ങനെയുണ്ട് ഇവൻ? അത് ചുമ്മാ അല്ല, അവര് അത് ചേരേണ്ടവർ ചേർന്നു. മോഹൻലാല്, പൃഥ്വിരാജ്, മറ്റേ എന്താ കൊച്ചിനാ അത് ഭാര്യ, എല്ലാം കൊള്ളാം. ആന്നി പെരുമ്പാവൂര്, നല്ല ടീം. ഇവിടുന്ന് ഇന്റലക്ച്വലി ഭയങ്കര മറ്റേ ആളായിട്ടുള്ള ഡയറക്ടർ ഇവിടുന്ന് ഒരു പ്രണയിക്കാൻ പോകുന്നു. ആരെ പ്രണയിക്കാൻ പോകുന്നു? BBC-യുടെ റിപ്പോർട്ടർ ആയിട്ടുള്ള സുപ്രിയ മേനോനെ. സുപ്രിയ മേനോനെ. രസം അല്ല, പിന്നെ എല്ലാം ജാടയല്ലേ, അഹങ്കാരം. 5 പൈസയുടെ ബുദ്ധിയുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അതെ, ഈ ഇതിനെയൊക്കെ കണ്ടറിയത്തില്ലേ എന്തോ ഐറ്റം ഉള്ളത് അല്ലേ? ഈ പൃഥ്വിരാജിനെ കാണുമ്പോ അറിയണം, നടപ്പ് കണ്ടറിയാം. 5 പൈസ ഇവനെ റിജക്ട് ചെയ്യും. ഈ ഡയലോഗ് നമുക്ക് മനസ്സിലാക്കാം ഇവരാരാണ്. നല്ല കോമ്പിനേഷൻ. അതെ അതെ, എല്ലാം കൊള്ളാല്ലേ. പുറത്താ ചെമ്പ് എന്താ അതിനകത്ത് ഇറക്കിക്കൊണ്ട് പോയത്. ലംബോർഗിനി മോന് ലംബോർഗിനി ഓടിക്കാൻ സ്ഥലമില്ല. റോഡ് പോരത്തൊക്കെ റോഡ് പണിയണമെന്ന് പറഞ്ഞ ഒരു ഐറ്റം ഒക്കെയാ ഇവിടെ ഇരിക്കുന്നത്. കുടുംബം കൊള്ളാം, സൂപ്പർ ഫാമിലി, എല്ലാം കണക്കുന്നേ. അയാൾ ഇത്തിരി കൊള്ളാന്ന് മനസ്സിലാകും അല്ലെ, അയാൾ ഇത് കാണേണ്ടി വന്നേനെ ഇതെല്ലാം കൂടെ. എടാ വേറെ രസം. അപ്പൊ അങ്ങനെ ഉണ്ടായാലും ഈ സുപ്രിയ കണ്ടിട്ടില്ലേ ഈ സിനിമ? പിന്നെ പൃഥ്വിരാജിന് അറിയത്തില്ലാന്നോ? മുരളിക്കോഫിക്ക് അറിയത്തില്ലാന്നോ? എല്ലാവർക്കും അറിയാം. മോഹൻലാൽ മാത്രം അറിഞ്ഞില്ല, പാവം. ഇത്രയും കുഞ്ഞുവാവയെ കൊണ്ടൊക്കെ ഇങ്ങനെ കുഞ്ഞുവാവ ഇങ്ങനെ പറ്റിക്കാതെ എല്ലാവരുടെ. പാവം പാവം. സങ്കടം വരുന്നത് ഓർത്തിട്ട്. ചെമ്പോർഗിനി അത് തന്നെ ഈ ടീമാ. അവരുടെ നിങ്ങൾ എന്താ പ്രതീക്ഷിച്ചത്? വിധി കൂടുതൽ എന്ത് പറയാൻ? ഓളമഞ്ഞ് കളിക്കാൻ അങ്ങനെയൊക്കെ പറഞ്ഞു. എന്താ അറിയാനാ ഇതൊക്കെ? ആളറിഞ്ഞ് പുകവര സൃഷ്ടിച്ച് നിൽക്കുക. കുറച്ച് ഇംഗ്ലീഷും ഒക്കെ വാരിക്കോരി കളിച്ച് നടക്കുക. കോക്കിനൊന്നും പണി കിട്ടേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ ഒരു പടം കണ്ടതിന് ഈ സിനിമയിൽ അഭിനയിച്ചത് ഇപ്പൊ മോഹൻലാലിന്റെ എന്തോ കേണൽ പദവി ഒന്നും നടക്കാൻ പോകുന്നു. ചുമ്മാ എല്ലാം വെറുതെ ഉടായിപ്പ്, കച്ചറ നമ്പറുകളെ, ഏറ്റവും കച്ചറ നമ്പേഴ്സ് ഇപ്പൊ കേട്ടോണ്ടിരിക്കുന്നു. ഭയങ്കര എന്താണ്ട് ചെയ്യാൻ പോവാ. എന്തോ എടാ അവിടെ വെള്ളമില്ല, ആ ടാപ്പ് കൊള്ളത്തില്ല, അപ്പുറത്ത് വീണ്ടും റീസെൻസർ. അപ്പൊ സെൻസർ ബോർഡിൽ ഇരിക്കുന്നവന്മാർക്ക് വിവരമില്ല.
പൃഥ്വിരാജിന് വിവരമില്ല, കോഫിക്ക് വിവരമില്ല. എല്ലാം കഴിഞ്ഞിട്ട് ശശാം പോസിറ്റീവ് പറഞ്ഞത്. അവരൊക്കെ അങ്ങനെയല്ലേ പറയത്തുള്ളൂ. ഒന്നെങ്കിൽ സിനിമയെ പറ്റി അറിയത്തില്ല, അല്ലെങ്കിൽ വേറെന്തോ ആവശ്യമുണ്ട്, അത്രേ ഉള്ളൂ. അല്ല വേറെ കാര്യമൊന്നുമില്ല. സംഘികളുടെ കണ്ണിൽ പൊടി ഇടാനുള്ള അടവാണ് മോഹൻലാലിന്റെ. മോഹൻലാൽ ഇങ്ങനെ സിനിമയിൽ അഭിനയിച്ചത് കൊണ്ട് പ്രത്യേകിച്ച് വ്യത്യാസമൊന്നുമില്ല. കാശ് കിട്ടിയപ്പോ അങ്ങ് ചെയ്തതായിരിക്കും അല്ലേ? പൈസ കിട്ടി എന്തും ചെയ്യുന്ന പോലെ. കൃത്യം വായിക്കേണ്ട ഒന്നും വേണ്ട. എന്തുവാടോ ഇത്? ഒരു നടൻ പറയുക പടത്തിൽ അഭിനയിച്ചും കഴിഞ്ഞ് പടം ബേസ് ആയി കഴിഞ്ഞപ്പോൾ ആള് കണ്ടില്ല, അറിഞ്ഞില്ല. അതെങ്ങനെ പറ്റുന്നേ? കഥ അറിയാതെ ആട്ടം കാണുകയെന്ന് കേട്ടില്ലേ? പൊട്ടനാട്ടം കാണുകയെന്ന് കേട്ടിട്ടില്ലേ? എന്താ വെച്ചാല് കഥ അറിയാതെ അഭിനയിക്കുക. ഗുരുരാജ് സംശയത്തെ ശരിയല്ലേ ചെയ്താൽ അതിൽ കാര്യമൊന്നുമില്ല. അതൊന്നും ഇവര് പറഞ്ഞിട്ട് അറിയേണ്ട കാര്യമല്ല. പിന്നെ ഗുജറാത്ത് വംശഹത്യ അതിനെ കുറിച്ച് വേണമെങ്കിൽ ഒരു കാര്യം പറയാം. ഈ ഗുജറാത്ത് വംശഹത്യയായിട്ട് ബന്ധപ്പെട്ട് ഇവര് പറയുന്ന സാധനമുണ്ടല്ലോ, ഇപ്പൊ ഒരേ കാര്യത്തെ കുറിച്ച് വേറെ അഭിപ്രായം ഉള്ളതാണല്ലോ ഈ കേൾക്കുന്നത്. കഥ പറയുമ്പോ അങ്ങനെ പലതരത്തിലും കഥ പറയും. കഥയായിട്ട് തന്നെ എടുക്കണം, സിനിമയല്ലേ? അതെ. അതല്ല, ഇത് മറ്റേതാണ്, ഇതൊരു വലിയ സംഭവമാണ്. മറിയം ഹായ്, നിന്നെ ബാലനെ കൊണ്ട് തല്ലിപ്പിക്കും. ഇന്ന് വരാൻ പറ. ആരും ബാലയുടെ അനക്കം പോലും ഇല്ല. അത് കഴിഞ്ഞ് വീട്ടിലിരിക്കത്തേ ഉള്ളൂ. കുക്കിംഗ് ഒക്കെ ആയിട്ട് ഇനി മേലെ പുറത്തോട്ട് വരത്തില്ലെന്ന് പറഞ്ഞു. ഇനി കുക്കിംഗ് വീഡിയോസിൽ കുക്കിങ്ങിൽ എന്താ അലമ്പ് ഇനി കണ്ടോണം. ഒരു കിച്ചണിൽ നടക്കുന്ന ഒരു അലമ്പായി കാണാൻ ഒരു കിച്ചൺ ദുരന്തം. അത് അടുത്ത സീരീസ് ഉടനെ തന്നെ തുടങ്ങും. ഒരു സംശയം വേണ്ട. പിന്നെ ആരാ ഈ കുക്ക് ചെയ്യുന്നേ? അതിനെയൊക്കെ എവിടെ വിട്ടാലും അത്രയൊക്കെ വരത്തുള്ളൂ. ഇനിയൊന്നും പറയാതിരിക്കാൻ നല്ലല്ലേ? കഴിഞ്ഞതിനെ പിന്നെ ശരിയാ, എന്തോ കാര്യത്തില്ല. ഇനി നമുക്ക് പൃഥ്വിരാജിനെ പിടിക്കാം. പൃഥ്വിരാജിന്റെ ഓരോ ഇന്റർവ്യൂ എടുത്ത് നോക്കട്ടെ എങ്ങനെയുണ്ടെന്ന്. ഇതുവരെ കണ്ടിട്ടില്ല. പൃഥ്വിരാജിന്റെ മണ്ടത്തരങ്ങളിൽ ഒരു പുതിയ സീരീസ് ആരംഭിക്കുന്നതായിരിക്കും. അതിനുള്ള ഉണ്ട്, ശരിക്കും. അതെ അതെ, സൂപ്പർ കോമഡിയനാ, ഇന്റലക്ച്വൽ കോമഡിയൻ. ചിലവരെ പടം കാണാൻ പോയിട്ട് പിന്നെ ഇതൊക്കെ കാണാൻ പോകല്ലേ, കണ്ടിട്ട് പറയാൻ. അതിൻ്റെ ഒന്നും ആവശ്യമില്ല, പടം കാണത്തില്ല, അത്രേ ഉള്ളൂ. പിന്നെന്താണ് ഇവര് എങ്ങനെയൊക്കെ ആൾക്കാരെ പറ്റി ജീവിക്കുന്ന ആൾക്കാരല്ലേ. അവര് സിനിമ എടുക്കും, ഇങ്ങനെ പറ്റിയിട്ട് കൊണ്ടുവരും, ഉള്ള പൊട്ടത്തരമൊക്കെ കാണിച്ചിട്ട് കുറെ പൊട്ടന്മാർ പോയി സിനിമ കാണും. ഇപ്പൊ ദേ കിടന്ന് റീസെൻസറിങ് എന്നൊക്കെ പറഞ്ഞ് കഥ അടിച്ചു വിടുന്നു. അത് കേൾക്കുമ്പോൾ കുറെ പേര് ഓർക്കും ഇതിനകത്ത് എന്തോ ഉണ്ട്, അങ്ങോട്ട് ചെന്ന് കയറി. എന്നാൽ പിന്നെ പടം ഇപ്പൊ അവിടെ നിന്ന് തിയേറ്ററിൽ നിന്ന് വലിക്കണം. അതില്ല, ഒരാഴ്ച കഴിഞ്ഞ് വീണ്ടും വരുമെന്ന്. അതെന്നെ പരിപാടിയാ അല്ലേ? തിയേറ്ററിൽ നിന്ന് എടുക്കണ്ടേ? ദേശവിരുദ്ധമാണോ അല്ലേ? അങ്ങനെ ദേശവിരുദ്ധമൊന്നും അല്ല. എന്ത് കാരണവശാലാണെങ്കിലും അത് തിയേറ്ററിൽ നിന്ന് എടുപ്പിക്കണം. എന്നിട്ട് വേണം സെൻസറി ആയിട്ട് വീണ്ടും കൊണ്ടുവരട്ടെ. അല്ല അത് ഓടുന്നുകൊണ്ട് അടുത്ത ആഴ്ച വേറെ വരുമെന്ന് ഉടനെ ഈ പാവങ്ങളൊക്കെ കോരി കാണുമല്ലോ. എന്നിട്ട് പോയി നോക്കും, ഇതിനകത്ത് എന്തുവാ, ഒരു പഴവും ഇല്ല. ഇപ്പൊ കിട്ടും കുറച്ച്. ഇനി അടുത്ത പ്രാവശ്യം തിയേറ്ററിൽ ആളും വരത്തില്ല. ഇവിടെ ഈ ടിക്കറ്റുകൾ ക്യാൻസൽ ചെയ്ത് അതുകൊണ്ടാണ് ആൾക്കാര്. അതോ ഇനി വേറെ വല്ല കമ്പനി ഇത് വെച്ചിട്ട് കളിപ്പിക്കാൻ നോക്കിയിട്ട് നടക്കാതെ പോയപ്പോ വലിച്ചാണോ? ആളുകൾ അങ്ങനെ ഇനി ഒന്നും നോക്കാൻ പോകുന്നില്ല. ഒത്തിരി പേര് നിർത്തിയില്ലേ പോക്ക്. ആദ്യത്തെ ദിവസത്തെ ആ തിളപ്പൊന്നും ഇല്ലല്ലോ ഇപ്പൊ. ഇനി അടുത്ത പ്രാവശ്യം ഉണ്ടല്ലോ, ഇനി ഇതേ പരിപാടിയും കൊണ്ട് ഇവന്മാർ ഇറങ്ങി വന്ന ആദ്യത്തെ ദിവസം ഒന്നും ആരും വരത്തില്ല. എന്തോ ഡ്രാമ കാണിച്ചിട്ടും കാര്യമില്ല. അവിടെ ഇവിടെ നടന്ന് വലിയ ഡയലോഗ് ഒന്നും വിട്ടാൽ പടം നന്നാകത്തില്ലെന്ന് എല്ലാവർക്കും മനസ്സിലായി. പൃഥ്വിരാജ് ക്യാമറയും കൊണ്ട് ഓടിയാലോ, അല്ല ഇവന്മാർ കുറെ ഫോട്ടോഷൂട്ട് നടത്തും, ഷൂട്ടിങ്ങിന്റെ. അത് ഇവിടുത്തെ ഷോർട്ട് ഫിലിംകാർ പിള്ളേർ ചെയ്യുന്ന പണിയാണ്. സിനിമയൊന്നും കാണത്തില്ല, ചെറിയൊരു ഷോർട്ട് ഫിലിമേ കാണത്തുള്ളൂ. പക്ഷെ ഇവരുടെ മറ്റേ ഫേസ്ബുക്ക് പ്രൊഫൈലും ഇൻസ്റ്റയിലൂടെ നോക്കിക്കഴിഞ്ഞാൽ ഒരു 4 സിനിമയാണ് അത്ര റീലും. ഓരോ ദിവസം ഓരോ പരിപാടിയാണ്, ഒരു ഷൂട്ടിങ്ങിന്റെ പരിപാടിയാണ് കാണിച്ച. ലാസ്റ്റ് വരുന്ന ഇതെങ്ങനെ ഇരിക്കുമെന്നറിയോ? ചേട്ടായി കോഫി, അതാ പരിപാടി. ചേട്ടായി കോഫി. അതിന് ആ പടം എടുക്കാനാണേലും ഒരു 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 പ്രൊഫൈല് മൊത്തം അടിച്ചു കയറ്റും. ക്യാമറയും കൊണ്ട് നിൽക്കുന്നു, ഇങ്ങനെ ഇരിക്കുന്നു, അവരവിടെ നോക്കുന്നു, പേപ്പർ എന്നൊക്കെ പിടിച്ചോണ്ട് നിൽക്കുന്നു. ലാസ്റ്റ് കേക്ക് ഇമാരുടെ ഷോർട്ട് ഫിലിം വരുമ്പോഴാ എന്തോ അവിടെ ഇത് അതുപോലെ ഉണ്ട്. ഇത് ഭയങ്കര എംപുരാനാന്ന്.
മോഹൻലാൽ പെട്രോൾ അടിക്കാൻ നിൽക്കുന്ന പോലെ ഒരു തോക്ക് പിടിച്ച് നിൽക്കുന്ന സീൻ ട്രെയിലറിൽ ഉണ്ടായിരുന്നു, പക്ഷെ സിനിമയിൽ ഇല്ലെന്ന്. അതെ, പമ്പിൽ പറ്റി ഇതും പിടിച്ചോണ്ടിരിക്കുന്ന പോലെ. അല്ല, അതെ, ഒരു ഹെലികോപ്റ്റർ ഉണ്ടാക്കി വെച്ച് ജീപ്പിന്റെ മണ്ടയ്ക്കോട്ടമാണ്, അതുകൊണ്ട് ജീപ്പിനകത്തൊന്നും ഇരിക്കുന്നവരിയ്ക്കുന്നു ഇങ്ങനെ. ജീപ്പിനകത്ത് കാലിട്ട് പുറത്തോട്ടിരിക്കത്തില്ലേ എന്ന് പറഞ്ഞാല് ഹെലികോപ്റ്ററിൽ നിന്ന് ഇങ്ങനെ തൂക്കിയിട്ടേക്കുന്നു, എടുത്തു വെച്ചേക്കുന്ന ഒരു സാധനം. അത് വേറെ രസം എന്നാന്നറിയാം. ഇപ്പൊ മമ്മൂട്ടി ബസ്സൊക്കെ വരുവാന്ന് വിചാരിച്ചു. അപ്പൊ മമ്മൂട്ടി പല ഡ്രസ്സൊക്കെ ഇട്ട് എപ്പോഴും ഉള്ളതാ പുള്ളിക്ക്, സ്റ്റൈലിൽ നടക്കും. ബസ്സൊക്കെ കുറെ കാണും, ജാക്കറ്റും കൂളിംഗ് ഗ്ലാസും അതും ഇതും ഹെയർ സ്റ്റൈലും സംഭവമൊക്കെ കാണിച്ചുകൊണ്ട് പുള്ളി നടക്കും. ആ നടപ്പ് നല്ല രസമാണ് കാണാൻ. ഈ മോഹൻലാൽ നടക്കുമല്ല, നിരങ്ങുക. മനസ്സിലായി? ആ വ്യത്യാസമുണ്ട്. മോഹൻലാലിന് ഏത് ഉടുപ്പിൽ ഇടിച്ചാലും നിരങ്ങത്തേ ഉള്ളൂ, അല്ലാതെ നടക്കാൻ പുള്ളിക്ക് പറ്റുന്നില്ല. പുള്ളി ഇങ്ങനെ ഇഴഞ്ഞു പോകുന്ന പോലെ ഇരിക്കും. ഇഴഞ്ഞല്ല, ഒരുമേ നിരങ്ങുന്ന പോലെ പുള്ളി പോകുന്നത്. അപ്പൊ പല ഡ്രസ്സും പറ്റത്തില്ല. അല്ല, നിങ്ങൾ നോക്ക് മോഹൻലാലിന്റെ നടപ്പ് നോക്ക് എങ്ങനെയാന്ന്. മോഹൻലാൽ അങ്ങനെ നടക്കാനൊന്നും വലിയ രസമൊന്നുമില്ല. മമ്മൂട്ടി എന്ന് പറയുമ്പോ അയാൾക്കറിയാം. രജനീകാന്തൊക്കെ ചുമ്മാ നടന്നു കഴിഞ്ഞാൽ എന്നാ സ്റ്റൈലാ. അതൊക്കെ കണ്ടിട്ടാ ഇങ്ങനെ ചെയ്യാൻ നോക്കുന്നത്. രജനീകാന്തിനെ മമ്മൂട്ടിയെ കണ്ട് ചെയ്യാൻ നോക്കിയാൽ നടക്കുവോ? ഇത് ആന അപ്പിടുന്ന കണ്ട് അണ്ണാൻ ഇടുന്ന പോലെ ഉണ്ട്. ചുമ്മാതെ ബോഡി ഷേവിങ് ചെയ്യണമെന്ന്. എന്ത് ബോഡി ഷേവിങ്? നടപ്പിന്റെ കാര്യം പറഞ്ഞാൽ അത് സ്റ്റൈലായിട്ട് ഇവർ ചെയ്യുന്ന കാര്യങ്ങളാണ്, അല്ലാതെ അവരുടെ ശരിയായ കാര്യം നടപ്പൊന്നും അല്ല നമ്മൾ പറയുന്നത്. സിനിമയിലുള്ള കാര്യം പറഞ്ഞത്. ഒരു ക്യാരക്ടർ എടുത്തോണ്ട് വരും, അതിനെ കുറെ ഉടുപ്പ് പിടിച്ചിട്ട് നിരക്കുക. വയ്യെന്ന് പറഞ്ഞു. അത് സ്ലോ മോഷൻ അല്ലാത്തൊരു പരിപാടിയില്ല ഇപ്പൊ. എവിടെ തിരിഞ്ഞാലും സ്ലോ മോഷൻ. ഈ സ്ലോ മോഷൻ എല്ലാം അവിടെ വെട്ടി കുറച്ച് കഴിഞ്ഞാൽ പടം ഒരു 1.5 മണിക്കൂറേ കാണത്തുള്ളൂ. എമ്പുരാനൊന്നും കാണുന്നില്ലടേ. ആർക്ക് കാണണം ഈ പോഴന്മാരുടെയൊക്കെ പടം? ഇത്തിരി മണ്ടത്തരം കൊണ്ട് വരുമ്പോ പോയി കണ്ടിട്ട് ഇത് പിന്നെയും പ്രോത്സാഹിപ്പിച്ചിട്ട് പിന്നെയും ഈ മണ്ടത്തരം കാണണം നമ്മള്. പഴയ പടങ്ങളൊക്കെ ഇതിനേക്കാൾ ബെറ്ററാ ശരിക്കും. ഒന്നുമില്ല, ടെക്നോളജി ഒന്നും ഇല്ലാതെ കാണാൻ പറ്റും. എന്തോ ക്യാൻവാസ്, ബിഗ് സ്കെയിൽ. എന്ത് സ്കെയില്? ഇതൊക്കെ പറയുമ്പോൾ ഇവിടെ ഉള്ള പാവപ്പെട്ടവന്മാരുണ്ട്, എന്തോ വലിയ സാധനം ചെയ്യാൻ പോവാന്ന്. ഇവര് വേറെ സിനിമയൊന്നും കാണാത്തവരാണ്. ചെകുത്താന്റെ വീഡിയോസ് ഇനി സംഘികൾ ഷെയർ ചെയ്യുമെന്ന്. സംഘികളെ ഷെയർ ചെയ്യോ ഇല്ലയോ എന്നുള്ളതൊന്നും അല്ല ഇവിടുത്തെ വിഷയം. ഇവന്മാര് കാണിക്കുന്ന ആ സംഘികളും ഇതൊന്നും അല്ല ഇതിനകത്തെ പ്രശ്നം. ഇവര് ചുമ്മാ ഇരുന്ന് ഓരോന്ന്. ഇപ്പൊ മേജർ രവി വന്നേക്കുവാ, എന്നാ ഇയാള് കണ്ടില്ലേ? അപ്പോ ഇയാളൊക്കെ ആദ്യത്തെ ദിവസം സിനിമ കാണാൻ പോയ ടീമാണോ? എങ്ങനെ ഉണ്ടാകുന്നത്? വലിയ ഡയലോഗ് എന്നിട്ട് ഇപ്പൊ വന്നിട്ട് ആദ്യത്തെ ദിവസം പോയിട്ട് പറയാണ് ഞാൻ ഐമാക്സിലും പോയി കാണാൻ പോവാന്നൊക്കെ പറഞ്ഞിട്ട് പ്രശ്നമായപ്പോ വന്നിട്ട് പറയാ സെൻസർ ബോർഡിന്റെ പ്രശ്നമാണെന്ന് ഞാൻ പറയുമെന്ന്. അപ്പൊ ഇവൻ എന്തോ കണ്ടത്? വല്ല തട്ടിപ്പ് കേസും വല്ല പെണ്ണുങ്ങളെയൊക്കെ മറ്റേ എന്താ പറയണ്ടേ അപവാദം പറഞ്ഞെന്നൊക്കെ പറഞ്ഞ കേസിൽ പ്രതിയാ പുള്ളി. അങ്ങനെയുള്ള കേസൊക്കെ ഉണ്ട്. പ്രതി എന്ന് പറഞ്ഞാൽ കുറ്റരൂപിതൻ. ഞാനും അങ്ങനെയൊക്കെ തന്നെ. നമ്മൾ ഇതുപോലത്തെ കേസിലൊക്കെ ഉണ്ടാകും. ഇവിടെ മോനെ റെഗുലേറ്റഡ് ഫ്രീഡം ഉള്ളെന്ന് ആ രവിയോടൊന്ന് പറഞ്ഞു കൊടുക്ക്. രവി വന്നേക്കുക എല്ലാം കഴിഞ്ഞപ്പോ പട്ടാളക്കാരനാണെന്ന് പറഞ്ഞുകൊണ്ട്. അയാൾക്ക് സിനിമ കണ്ടിട്ട് മനസ്സിലായില്ല. പ്രശ്നമായപ്പോ പറയാ മോഹൻലാൽ സിനിമ കണ്ടില്ലാർന്നെന്ന്. ഇയാൾ ആദ്യം കണ്ടല്ലോ, ഇയാൾ ആദ്യത്തെ ഷോയ്ക്ക് പോയതാ. എന്തുവാണ് ഇതൊക്കെ? എവിടെ നിന്ന് വരുന്നടോ? തനിക്കൊന്നും നാണം ഉളുപ്പൊന്നുമില്ല. എനിക്കറിയാൻ വേണ്ടി ഇവനൊക്കെ എന്തൊരു ഉളുപ്പുണ്ട്. ഇങ്ങനെ വന്നു ആരും എന്തോ പറഞ്ഞു, ആ ശരി എന്നാ ഇനി ഞാൻ എന്തോ പറയണമെന്ന് നോക്കിയിട്ട് ഒരു ഗ്ലാസും വെച്ചുകൊണ്ട് വണ്ടിക്കകത്തിരുന്ന് പറയാ സെൻസർ ബോർഡുകാരാണ്, സെൻസർ ബോർഡ് എന്തോ ദേശസ്നേഹമുള്ള ഒരുത്തനെങ്കിലും ഉണ്ടോന്നൊക്കെ. എന്തിന്? കേരള സ്റ്റോറി ഓർക്കുന്നില്ലേ? ആദ്യത്തെ ദിവസം പോയിട്ട് ഐമാക്സിലും പോയി ഞാൻ കാണാൻ പോവാന്ന്. ഈ ദേശദ്രോഹം മൊത്തം കണ്ടിട്ട് പട്ടാളക്കാരൻ പറഞ്ഞ ഈ ദേശത്തിന് സ്നേഹികളായ ആളുകള് ഇതെന്താ വലിയ താരമൊന്നുമല്ല, ഈ പാവത്തിന് എത്ര ലൈക്ക് മൈലുകളെ ആരാന്ന് നോക്കി. കറക്റ്റ് സാധനമാണ് കേട്ടോ ഗോവിന്ദസ്വാമിക്ക്. എവിടെ നിന്നൊക്കെ വരുന്ന കമന്റ്സ് ഒക്കെയാണോ? എങ്ങനെയുണ്ട് സംഭവം? വലിയ ദേശസ്നേഹികള് ബാക്കി എന്തോ കണ്ടാലും അങ്ങനെയൊന്നും പറയാൻ പാടില്ല കേട്ടോ. ഒന്നും പറയാൻ പാടില്ല. ബാക്കിയുള്ളവർ പറയുന്നത് ഭയങ്കര പ്രശ്നമാണ്. ഭയങ്കര പ്രശ്നമാണ്. ലിക്കൊക്കെ കൂടി കാണിച്ചു കൂട്ടുന്നതിനൊരു കുഴപ്പമില്ല. ഇനി ഇവരുടെ പടം ഒന്നും വിജയിക്കാൻ പോകുന്നില്ല. 100% എഴുതി വെച്ചു. ഒറ്റ കാരണമേ ഉള്ളൂ, ആ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ഇവരെടുത്ത ഒരു നിലപാടുണ്ട്. ആ നിലപാട് കേരളം കണ്ടതാണ്. ഇനി ഇവന്റെ ഒന്നും ഒരു പഴവും കാണാൻ പോകുന്നില്ല. ഓടിക്കൂ, സൈഡിൽ കൂടെ പോയി വേറെ വല്ല പണിക്കൂ, അത്രേ പറയാനുള്ളൂ. അല്ല പിന്നെ എന്തോ പറയണ്ടേ? പിന്നെ വലിയ ഡയലോഗ്. ഇനിയിപ്പോ ഏതെങ്കിലും മറ്റേ പീഡിപ്പിക്കപ്പെട്ട ഒരു പെണ്ണിനെ രക്ഷിക്കാൻ വരുന്ന ഒരു പോലീസ് ഓഫീസറൊക്കെ ഒന്ന് അവതരിപ്പിക്കട്ടെ, അപ്പൊ കാണാലോ നമുക്ക്. മമ്മൂട്ടി കുശു മണത്ത് നടക്കുന്നവൻ ചെകുത്താൻ. മമ്മൂട്ടി കുശു. നീയൊക്കെ എങ്ങനെയാണോ മോഹൻലാലിന്റെ പുറകെ നടക്കുന്നേ? ഇപ്പഴാ മനസ്സിലായത് ഇവരുടെ പ്രശ്നം എന്താണ്. കുശു ഒക്കെ മണത്ത് നടക്കുവാടാ. അയ്യോ സൂക്ഷിച്ച മോനെ, നീ നാളെ നേരം വെളുപ്പിക്കുകയില്ല.
ഞാനല്ല നേരം വെളുപ്പിക്കുന്നത്. ഇവനൊക്കെ എന്തോടെ ഈ പറയുന്നേ? നേരം വെളുക്കുന്നിടത്ത് ഞാൻ എന്ത് ചെയ്യാന്? അവന്റെ വീട്ടിൽ ഇരുത്തട, നേരം കഴിഞ്ഞു. ഇതുങ്ങളെയൊക്കെ വീട്ടിൽ തന്നെ കൊണ്ട് ഇരുത്തണമെന്ന്. വീട്ടിൽ ഇരിക്കണം പോയി, അതാണ് മര്യാദ. മനസ്സിലാവണ്ടേ, ബുദ്ധി വേണ്ടേ അതിനൊക്കെ ഉള്ളത്. പിന്നെ ഇറങ്ങിക്കൊണ്ട് വരും, പിന്നെ തോറ്റ് തിന്നാൻ പാടും. ഇത് മറ്റേ ജഗതിയുടെ റോളാ. അടുത്ത പാട്ട് മത്സരത്തിന് കാണാന്ന് കാവിലെ എന്താ പൂരവും പാട്ട് മത്സരത്തിന് കാണാന്ന് പറഞ്ഞ് വീണ്ടും പോവും, വീണ്ടും വരും, പിന്നെ ചെസ്സിന് വരും. ഇങ്ങനെ നിൽക്കുക. ഇവർക്ക് മതിയാവുന്നുമില്ല, കണ്ടാലും പിടികിട്ടത്തില്ല. ഈ പൃഥ്വിരാജ പറഞ്ഞ ബറോസ് സൂപ്പറാന്ന്, മോഹൻലാലിനെ കൊണ്ട് മാത്രമേ പറ്റത്തുള്ളൂ. മിഞ്ചർ രവി അതങ്ങനെ ഒരെണ്ണം. വലിയ ആൾക്കാരാ ഇവിടുത്തെ. ഇവരെയൊക്കെ വലിയ സംഭവമാക്കി പൊക്കി പിടിച്ചോണ്ടിരിക്കുക. പക്ഷെ രസം എന്ന് വെച്ചാൽ സിനിമ പോലും അറിയത്തില്ല, അഭിനയിച്ച സിനിമ എന്താന്ന് അറിയത്തില്ല. അപ്പൊ തന്നെ മനസ്സിലായില്ലേ എന്തോ ഒരു ഉത്തരവാദിത്വം ഉണ്ട്, എത്രത്തോളം ആ ജോലിയോടൊരു ആത്മാർത്ഥതയുണ്ട്, പ്രതിബദ്ധതയുണ്ടെന്നുള്ളത്. സിനിമ കണ്ടില്ലെന്ന് ഒരുത്തം വന്ന് പറയുന്ന സിനിമയിലൊക്കെ അഭിനയിച്ച് കഴിഞ്ഞിട്ട് പിന്നെ എന്തോ ജോലി ഇവരുടെ? വേറെന്താ ജോലി? എന്തെങ്കിലുമൊക്കെ കാണിച്ചു കൂട്ടി വെച്ചിട്ട് ആരെങ്കിലും എന്തെങ്കിലും പറയാൻ വേറെ കാര്യമുണ്ട്. ഇവർക്ക് അറിയത്തില്ലല്ലോ. ഇത് വേറെ ഏതൊക്കെ തൊഴിലിൽ പറ്റും ഇങ്ങനെ ചെയ്യാൻ? ഡോക്ടർമാർക്ക് പറ്റുമോ? വക്കീലിന് പറ്റുമോ? ഏതെങ്കിലും പണിക്കകത്ത് പറ്റുമോ? ചെന്ന് നിന്ന് എന്തോ ചെയ്തിട്ടിങ്ങി വന്നെന്ന് കഥ അറിയത്തില്ലെന്ന്. കഥ അറിയാതെ ആട്ടം കണ്ട പൊട്ടൻ ആട്ടം കാണുന്ന പോലത്തെ ഒരു അവസ്ഥ. ഇതാണ്ട് ആനയെ കാണാൻ പോയ കഥയുണ്ട് പണ്ട്. ഏതൊരു കഥയില്ലേ, കണ്ണ് കാണാത്ത ഒരാളുണ്ട് ആനയെ തൊട്ട് നോക്കിയിട്ട് പറഞ്ഞെന്ന് എന്തൊരു സംഭവം ഉണ്ട്. അങ്ങനത്തെ ഒരു പഴയ കഥയുണ്ട് എന്ന് പറഞ്ഞ പോലെ ഉണ്ട് ഇവരുടെ അവസ്ഥ. പോയേക്കുവാ സിനിമ എടുക്കാൻ. എടോ മോഹൻലാലിന് കഥ അറിയത്തില്ലെന്ന്, സിനിമ കണ്ടില്ലെന്നൊക്കെ. വേറെ എന്തുവാന്ന് പണി? ഇത് തുടങ്ങിയിട്ട് കുറച്ചു നാളായി. എനിക്ക് തോന്നുന്നു ഇപ്പൊ പൊട്ടും അവസാനം പടം പൊട്ടി. എന്തൊക്കെ ബഹളമാന്നു. ക്രൂരനായ ഡയറക്ടറാണ് പൃഥ്വിരാജ് എന്നൊക്കെ. അത് ശരിയാ കേട്ടോ, ഒരു അർത്ഥത്തിൽ അത് ശരിയാണ്. സൂക്ഷിച്ചു, അവനോട്ടുള്ള കമ്പനി ലാലേട്ടൻ കട്ട് ചെയ്യണം. ഇനി വേണേ ഞാൻ ഒരു പരിപാടി പറഞ്ഞാൽ ഇത്രയൊക്കെ ആയില്ല, കൃത്യമായിട്ട് ഇത് ചുമ്മാ ഇനിയും കിടന്നുകൊണ്ട് തെണ്ടി തിരിഞ്ഞ് കണ്ട മണ്ടന്മാരുടെ ഒക്കെ വായിച്ചെന്ന് കേറി ഏതാ ആ പരിപാടി ക്ലിയർ ആക്കി തരാം. പക്ഷെ ഒറ്റ കാര്യമേ ഉള്ളൂ, ആവശ്യമില്ലാത്തൊന്നും പുറത്തു പോയി പറയരുത്. ആ ഒരു ഗ്യാരണ്ടി തരാം. വ്ളോഗ് ഉണ്ടാക്കാം, സിനിമ നല്ല സ്ക്രിപ്റ്റ് സെലക്ട് ചെയ്ത് തരാം, ആവശ്യമില്ലാത്ത വെട്ടിപ്പോയി വീഴത്തില്ല. 100% എനിക്ക് 10 വർഷം എക്സ്പീരിയൻസ് ഉണ്ട്. ഈ പരിപാടിയൊക്കെ നടത്തി നല്ല എക്സ്പീരിയൻസാ. ഞാൻ എല്ലാത്തരം പണിയും തന്നെ ചെയ്യുന്ന ആളാ. പോസ്റ്റർ ഉണ്ടാക്കും, വ്ളോഗ് ഉണ്ടാക്കും, വീഡിയോ ഉണ്ടാക്കും, ഇപ്പൊ പാട്ടും ഉണ്ടാക്കി തുടങ്ങി. വേണമെങ്കിൽ എന്തോ ഇതുമായിട്ട് ചെയ്യാൻ എല്ലാം ചെയ്യുന്ന ഒരാൾ. എഡിറ്റ് ചെയ്യും, മ്യൂസിക് എഡിറ്റ് ചെയ്യണോ അത് ചെയ്യും, കഥ ഉണ്ടാക്കണോ അതും ചെയ്യും. സകലകലാ വല്ലഭൻ. വേണ ഒരു സ്ക്രീൻഷോട്ട് എടുത്തോ, സകലകലാ വല്ലഭൻ. ഇതെടുത്തോ സകലകലാ വല്ലഭൻ. എടുത്തു കഴിഞ്ഞോ പറയണേ. എന്നിട്ട് മോഹൻലാൽ അയച്ചു കൊടുക്കും. ഇവനെ ചെന്ന് കാണാൻ പറ. അല്ല ചുമ്മാ ഇത്രയും പൊട്ടത്തരം ഒന്നും ഞാൻ ചെയ്തിട്ടില്ല, എന്റെ ജീവിതത്തിൽ ചെയ്തിട്ടില്ല. ഓരോ പരിപാടിക്ക് ഇറങ്ങുമ്പോൾ പറയാം അവിടെ പോയി എന്ത് ചെയ്യണം, അവിടെ ചെന്ന് ഫോട്ടോ എടുക്കരുത് എന്ന് പറഞ്ഞു കൊടുക്കാം. അതിനുള്ള ബോധം എനിക്കുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ പോകാത്ത. എനിക്കും പോകാൻ തോന്നത്തില്ലേ? ലാലേട്ടൻ എന്നും പറയുന്ന ഇടയ്ക്കൊക്കെ പറയാറുണ്ട്, നിങ്ങൾ ശ്രദ്ധിക്കാത്തതുകൊണ്ട്. മോഹൻലാൽ എന്നും പറയും, ലാലേട്ടൻ എന്നും പറയും, എന്താ പറഞ്ഞ മോഹൻ എന്നും പറയും, എല്ലാം പറയും. അതെല്ലാം അയാളുടെ പേരാ, അല്ലാതെ കളിയാക്കി വിളിക്കുന്നു. പൂജപ്പുരയിൽ മോഹനൻ. ഡേ ചെക്കു സുഖമാണ്. ഞാൻ വെറുതെ പറഞ്ഞല്ലോ കേട്ടോ. ഇയാൾക്കൊക്കെ ശരിക്കും നല്ല അഡ്വൈസിന്റെ ആവശ്യമുണ്ടല്ലേ? എനിക്കൊന്ന് കൂടെ നിൽക്കുന്നവരെല്ലാം എടാ ഇങ്ങനത്തെ ഒരാളായത് കൊണ്ടായിരിക്കുമോ അതുപോലത്തെ കമ്പനി? ശരിയാ. എന്നാന്നറിയോ, ഞാൻ ആ എമ്പുരാന്റെ സെറ്റിലുള്ള ഒരാളെ കണ്ടു. അയാൾ പറയാം ഈ പൃഥ്വിരാജ് 9 ടേക്കൊക്കെ എടുപ്പിക്കും. ഈ മോഹൻലാലിനോട് എന്നിട്ട് പറയും ലാലേട്ടാ ഒരെണ്ണം കൂടെ. ബാക്കിയുള്ളവരെല്ലാം ചൂടായി ഭയങ്കര തെറുപ്പിച്ച് ഭയങ്കര നിൽക്കുക. ലാലേട്ടാ ഒരു ടേക്ക് അണമനെ എന്നാ ശരി അങ്ങ് ചെയ്തു കൊടുക്കും. പിന്നെയും പറയും അണമനെ ശരിയല്ലേ. പുള്ളിക്ക് അറിയത്തില്ലല്ലോ എന്തോ പുള്ളിയുടെ കുഴപ്പം. അങ്ങനെ ചെയ്യിച്ചിട്ടാ ഈ പാടം ഇത്ര ആക്കി എടുത്ത്. അയാൾക്കാണെങ്കിൽ കുറച്ച് സീനേ ഉള്ളൂ. എനിക്ക് വന്ന് ഈ പറഞ്ഞ പോലെ കുറെ നേരം അവിടെ നിർത്തിയായിരിക്കും പിടിച്ച്.
ഇതൊക്കെ ചെയ്യിക്കാൻ ഇത്ര സമയം എടുക്കൂ? അതാ ഡയറക്ടർക്ക് കൊള്ളാത്തതുകൊണ്ടാ. മോഹൻലാലിനെ കൊണ്ട് അഭിനയിപ്പിക്കുമ്പോൾ ഡയറക്ടർ കൊള്ളത്തില്ലെങ്കിൽ അധികം ഷോട്ട് എടുക്കേണ്ടി വരത്തുള്ളൂ. അത് നാച്ചുറൽ ആണെന്നാ പറയുന്നത്. ഈ നാച്ചുറൽ ആയിട്ടൊരു സാധനം ഇരിക്കുമ്പോൾ അതിനെ കൊണ്ട് എന്തിനാ ഇത്രയും ടേക്ക് എടുപ്പിക്കുന്നു? ഫസ്റ്റ് ടേക്ക് ശരിയാവണം, നാച്ചുറലും കംപ്ലീറ്റും ആവും. ഏത് കംപ്ലീറ്റും കൂടെ. അപ്പൊ പിന്നെ എങ്ങനെയായി പൃഥ്വിരാജ് ഇത്ര 9 ടേക്ക് എടുപ്പിച്ച്? ചതിയല്ല എന്നാണ്, അതാണ് ചതി. ഇത്രയൊക്കെ ചെയ്തിട്ട് ഈ പരിപാടി അവസാനം പടത്തിന്റെ കഥയും പറഞ്ഞു കൊടുത്തിട്ടില്ല. എനിക്ക് തോന്നുന്നു അത് പറ്റിക്കാൻ വേണ്ടിയിട്ടായിരിക്കും മോഹൻലാലിനെ കൊണ്ട് ഇതൊക്കെ ചെയ്യിച്ച്. മോഹൻലാൽ സ്ക്രിപ്റ്റ് ചോദിക്കരുത്, ധൃതി വെച്ച് വരുമ്പോ 9 ടേക്ക്. അത് കഴിയുമ്പോൾ പുള്ളിക്ക് സമയമില്ല, പുള്ളി പോയി. എന്നാ പിന്നെ വായിക്കാൻ മുന്നേ എന്ന് പറഞ്ഞ പോയി കാണും. പാവം ഇവൻ ഭയങ്കര പുള്ളിയാണല്ലോ. അതിനിടെ കുറച്ച് ഇംഗ്ലീഷൂടെ പറഞ്ഞു കഴിഞ്ഞാൽ മോഹൻലാൽ താങ്ക് യു അപ്പൊ തന്നെ താങ്ക് യു എന്ന് പറയും. അല്ല പിന്നെ അങ്ങനെ പറ്റിച്ചതാ, ആ പാവത്തിന് പറ്റിച്ചതാ എല്ലാരും കൂടെ. ഇംഗ്ലീഷ് പറഞ്ഞ് പറ്റിക്കുന്നതോടെ ആന്റണി പെരുമ്പാവൂരിന്റെ മോഹൻലാലിനെ. അയ്യോ എന്തൊക്കെയായിരിക്കും അല്ലേ അവിടെ നടന്നത്. ആന്റണിയൊക്കെ ശരിയാ കണ്ടോ നമ്മളാളാ എന്ന് പറഞ്ഞ അങ്ങനെ ഇരുന്ന് കാണും. പാവങ്ങളല്ലേടാ, വിവരവും വിദ്യാഭ്യാസം ഇല്ലല്ലോ. വിദ്യാഭ്യാസ കുറവും വിവരക്കേടും ഉണ്ടെങ്കിൽ പിന്നെ ആർക്കും എന്തുവാ. ഒരുത്ത അതിനൊക്കെ വലിയ പുള്ളി വന്നേക്കുവാ. തുളുനാടൻ പയറ്റ് പഠിച്ചു വന്ന കള്ളമടുവാ ഇപ്പൊ അറിയിക്കോളൂ ഞങ്ങൾ തട്ടിന്ന്. ശരിക്കും പറഞ്ഞാൽ ജഗതി ഈ സെറ്റിലൊന്നും ഇല്ലാത്തത് കൊണ്ട് മോഹൻലാലിന് ഭയങ്കര ക്ഷീണമുണ്ട്. അല്ലെങ്കിൽ ജഗതി പറഞ്ഞു കൊടുക്കും. മനസ്സിലായോ ലാലേ? അത് വേണ്ട, നമുക്ക് ഇതിങ്ങനെ ചെയ്യാന്ന് പറയും. ഇംപ്രവൈസേഷൻ നടക്കും. മോഹൻലാൽ അത് കഴിഞ്ഞ് കോമഡി പോലും പറ്റുന്നില്ല. ശ്രദ്ധിച്ചോ, നിങ്ങൾ നോക്ക്. ആ ജഗതി ഏതൊക്കെ സെറ്റിലുണ്ടോ അല്ലെ കൂടുണ്ടോ ആ സമയത്തെ കോമഡിയൊക്കെ വർക്കാവുന്നത് ജഗതിയുടെ കഴിവാണ്, അല്ലാതെ മോഹൻലാലിന്റെ കഴിവല്ല. മോഹൻലാൽ ആ കഴിവുള്ള ആളല്ല. കോമഡി പറയാൻ പുള്ളിക്ക് അറിയത്തില്ല. പുള്ളി പുറത്ത് എവിടെയെങ്കിലും വന്നിട്ട് ഒരു നല്ലൊരു ഹ്യൂമർ കേട്ടിട്ടുണ്ട് എവിടെയെങ്കിലും? നല്ല കോമഡി ആയിട്ടുണ്ട്. കോമഡിയായി ശരിയാ, പക്ഷെ മോഹൻലാലിന് ആ സെൻസ് ഒന്നും വർക്ക് ചെയ്യുന്ന ആളൊന്നും അല്ല. പിന്നെ ഈ പറഞ്ഞ നാച്ചുറൽ ആൻഡ് കംപ്ലീറ്റ് ആക്ടറെ കൊണ്ട് 9 ടേക്ക് എടുപ്പിച്ച പൃഥ്വിരാജിന് നമ്മള് എന്താ പറയണ്ടേ, ബഹിഷ്കരിക്കണം. ഇനി വേണ്ട, ഇനി ഡയറക്റ്റ് ചെയ്യണ്ടവൻ. മമ്മൂട്ടി സൂക്ഷിച്ചോ, മമ്മൂട്ടിയുടെ അടുത്തോട്ടും വരും. മമ്മൂട്ടി കുറച്ച് ഇംഗ്ലീഷ് ഒക്കെ പറയും. ഇനി മമ്മൂട്ടി കുറച്ച് ഇംഗ്ലീഷ് അറിയാവുന്നതുകൊണ്ടായിരിക്കും ഇവനെ അടുപ്പിക്കാത്ത അല്ലേ. അന്നാ മറ്റേ ഏതാണ്ട് മധുരരാജ് വേണ്ട രാജപ്പടം ഉണ്ടാണല്ലോ ഇവർ രണ്ടുപേരുടെ ചേട്ടനൊക്കെ. അന്ന് മമ്മൂട്ടിക്ക് മനസ്സിലായി ഇവൻ ശരിയല്ലെന്ന്. അവന്റെ കൃഷി മനസ്സിലായി. അവനങ്ങനെ പതുക്കെ കൃഷി ഇട്ടപ്പോ നോക്കിയപ്പോ മമ്മൂട്ടി വീഴുന്നില്ല. അവിടെ ചെന്ന് ഇങ്ങനെ കറങ്ങി. അത് കഴിഞ്ഞപ്പോ ഓർത്ത് എന്നാ പിന്നെ ഇനി പറ്റിക്കാൻ ഇവിടെ ഒരു സൂപ്പർ സ്റ്റാറേ ഉള്ളു. അങ്ങനെ ചെയ്തതാ മോനെ. സുരേഷ് ഗോപിയുടെ അടുത്ത് നടക്കത്തില്ലടൂ. സുരേഷ് ഗോപിക്ക് ഇത് ഈ കൂട്ടത്തിൽ ഏറ്റവും നല്ലപോലെ ഇംഗ്ലീഷ് സംസാരിക്കുന്ന സുരേഷ് ഗോപിയാ. അയാൾ അതുമല്ല, അയാൾക്ക് ആ രീതിക്കുള്ള വിവരമൊക്കെ ഉണ്ട്. എന്താണേലും നല്ല ഇംഗ്ലീഷാണ്. സ്റ്റാൻഡേർഡ്. മറ്റവന്മാർക്ക് രണ്ടുപേർക്കൊന്നും അറിയത്തില്ല. മമ്മൂട്ടിക്കും വലിയ കാര്യമായിട്ടൊന്നും അറിയത്തില്ല എന്നുള്ളത് അന്ന് മറ്റേ എന്തോ ക്രിക്കറ്റ് മാച്ച് നടന്നപ്പോ ഒരു കമന്റേറ്റർ ചെന്നാണ്ട് ചോദിച്ചപ്പോ രവിശാസ്ത്രിയാന്നു ഏതാണ്ടൊക്കെ പറയുന്നത് എന്നുകൊണ്ട്. അതാണ് മമ്മൂട്ടി. സിനിമയിലൊക്കെ ഭയങ്കര ഇംഗ്ലീഷാ. പിന്നെ ചിലടത്ത് പോയി ഇരിക്കും ഇങ്ങനെ പഠിച്ചോണ്ടൊക്കെ ആയിരിക്കും ഇവിടെ പോകുന്നത്. എന്നിട്ട് ചോദ്യങ്ങൾ വരെ അവർ റെഡിയാക്കി വെച്ച് കാണും. വേണേ എഡിറ്റ് ചെയ്ത് ഷൂട്ട് ചെയ്ത് അയാളെ നാണം കെടുത്താതെ ചെയ്ത് കൊടുക്കാം. അത് വേണം, നമുക്കും പറ്റും. അതിനിപ്പോ കുറച്ച് ഇംഗ്ലീഷ് മതി. ചോദിക്കുന്ന ആൾക്ക് കുറച്ച് ഇംഗ്ലീഷും പറയുന്ന ആൾക്ക് കുറച്ച് ഇംഗ്ലീഷും കട്ട് ചെയ്ത് എഡിറ്റ് ചെയ്തൊക്കെ സെറ്റ് ചെയ്ത് കൊടുത്താൽ ആർക്കും ഇംഗ്ലീഷ് പറയാം. ഇവിടെ ഒരെണ്ണം അങ്ങ് ചെയ്ത് കാണിച്ചാലോ ഇവരെയൊക്കെ. എന്ത് സിമ്പിളാ. അത് തന്നെ അങ്ങനെ അങ്ങ് ചെയ്യാം. അത് പിന്നെ ഹിന്ദി ഇംഗ്ലീഷൂടെ ആണെങ്കിൽ വേണം. ഇപ്പൊ വേണേലും അതേ ഇംഗ്ലീഷ് വേണം. അഭി ഭി കർ സക്താ ഹൈ, ആ പിക്ചർ അഭി ഭി ബാക്കി ഹൈ ഭായി. ഉൻകോ പക്കഡ്നാ മുഷ്കിൽ ഹൈ, നാമുമ്കിൻ ഹൈ. അല്ല ശരിക്കും അങ്ങനെ പറ്റിച്ചു കേട്ടോ. മോഹൻലാലിനെ സെറ്റിൽ കൊണ്ട് നിർത്തിയിട്ട് അവിടെ ആ ചാർജറിന്റെ ഒന്ന് എടുക്കാവോ? അവിടെ കുത്തു. ഇത് ഇത്ര നീളം ഉണ്ടോ എന്റെ വള്ളി? ഇത് ഇപ്പോഴും ഇത്രയും ചാർജ് ഇല്ല. അവിടെ കുത്തി ഇവിടെ വരെ വരുമോ? ഇത് അങ്ങോട്ടല്ല കുത്തുന്ന, അവിടെ ഇങ്ങോട്ട് തന്നെ. അതിങ്ങനെ തന്നിട്ട് പോകും. നോക്കട്ടെ, ഇതുവഴി എടുക്ക്. വരും മോനെ വരും. ധൈര്യമായിട്ടിരിക്കും, ആരും ഭയപ്പെടണ്ട. നമുക്ക് ചാർജർ ഉണ്ട്. എല്ലാരും ഹാപ്പി ആയോ? ചാർജർ ഞാൻ കുത്തി. എല്ലാരും എഴുന്നേറ്റ് തുള്ളിച്ചാട്. ഇപ്പൊ പോയേനെ പെട്ടെന്നൊന്നൊരു ഭയന്നു അല്ലേ? എല്ലാത്തിനും നമുക്ക് പരിഹാരമായിരിക്കണം. എല്ലാരും ഒന്ന് എഴുന്നേറ്റ് നിന്ന് അങ്ങോട്ട് തുള്ളി മതിച്ച് ചാടി അർമാദിക്കാം. നിങ്ങൾ ഫാൻസിനെ എന്ത് ചെയ്യും? ഞങ്ങൾ ഫാൻസിനെ ഒന്നും ചെയ്യണ്ട. വേറെ ആരുടെയെങ്കിലും ഫാനാണെന്നും പറഞ്ഞ് നൈസായിട്ട് ആ തിയേറ്ററിൽ പോയി കിടന്ന് തുള്ളിച്ചാടുകയോ മതിക്കുകയോ ഒക്കെ ചെയ്തു.
അല്ല മോഹൻലാലിനെ ഇനി നോക്കണ്ട. വേണ ഞാൻ ചുമ്മാ പറഞ്ഞല്ല, മോഹൻലാലിനെ പറ്റിയ സാധനങ്ങളുണ്ട്, ഇനിയുമുണ്ട്. കാരണം നമ്മൾ പഴയ ആൾക്കാരാ, മനസ്സിലായില്ല. മോഹൻലാലിന്റെ മോന്റെ താടിയൊക്കെ നരച്ചു, മോഹൻലാലിനെ നരച്ചിട്ടില്ല ഇപ്പോഴും, മനസ്സിലായോ? അയ്യോ ഇത് കണ്ടോ മോഹൻലാൽ, എടാ പ്രണവ് മോഹൻലാലിന്റെ താടി നരച്ചത്. ഇവൻ എത്ര വയസ്സായി? അവന് നല്ല പ്രായമുണ്ട്, മോഹൻലാലിന് പ്രായമുണ്ട്. പ്രണവേട്ടാന്നാ മോഹൻലാൽ വിളിക്കുന്നത്. എന്തോ അവസ്ഥയായിരിക്കും അല്ലേ? ആന്റി പെരുമാരും മോഹൻലാലും രണ്ട് സൈഡില്, പൃഥ്വിരാജ് നടുക്ക്, കൊറേ ഇംഗ്ലീഷ്. ഉടൻ തന്നെ നേരെ പെരുമ്പാവൂരെടുത്തൊരു ചായ കുടിച്ചിട്ട് രണ്ടുപേർക്കും മനസ്സിലായില്ലെന്ന് എന്തോ ചതിയെന്നുള്ളത്. മോഹൻലാലിന്റെ എല്ലാ കാര്യവും നോക്കുന്നത് ആന്റി പെരുമ്പാവൂരല്ലേ? ഇവരെല്ലാം കൂടെ ചെന്ന് നോക്കി എല്ലാം കൂടെ പഠിച്ചിട്ട് സെറ്റിലൊക്കെ ഇരിക്കുന്നുണ്ടോ പെരുമ്പാവൂർ എവിടെ ഇരിക്കുന്നതെന്ന്. ആരുടെ അങ്ങ് ഇരിക്കുക നോക്കിക്കൊണ്ട് മോഹൻലാൽ എന്താ ചെയ്യുന്നത്. എന്നിട്ട് രണ്ടുപേരോട് അഭിനയിച്ചു, രണ്ടുപേരും അറിഞ്ഞില്ല സ്ക്രിപ്റ്റ്. ആന്റി പെരുമ്പാവൂര് സ്ക്രിപ്റ്റ് വായിച്ചു. ഈ മറ്റേ സുരേഷ് ഗോപിയോട് മാധ്യമങ്ങൾ ചോദിച്ചു എമ്പുരാനെ പറ്റി എന്താ പറയാനുള്ള, സംഭവമൊക്കെ അറിഞ്ഞില്ലേ, എന്താ പറയാനുള്ളത് നോക്കിയാണ്. അപ്പൊ സുരേഷ് ഗോപി നല്ല കാര്യങ്ങൾ ചോദിക്കാൻ അങ്ങനെ നല്ല കാര്യങ്ങൾ ചോദിക്കാൻ അങ്ങനെയാണോ പറഞ്ഞത്? തൃശ്ശൂർ എമ്പുരാൻ വിഷയത്തിൽ നിലപാട് പറയാതെ നടനും കേന്ദ്രമന്ത്രിയായ സുരേഷ് ഗോപി എന്തിനു പറയണം? സിനിമയെ പറ്റിയൊക്കെ അഭിപ്രായം പറയുന്നത് കേന്ദ്രമന്ത്രിയുടെ പണിയാണ്. നാണയില്ലേ ഇമാർക്ക് അത് പോയി ചോദിക്കാൻ? എന്തോടാ കേന്ദ്രമന്ത്രിയോട് ചോദിക്കുന്ന ചോദ്യമാണ് എമ്പുരാൻ എങ്ങനെയാണെന്ന്. എടുത്തോടെ പോളാവേ ഏത് മാധ്യമക്കാരനാണേലും. എമ്പുരാൻ സിനിമയെ കുറിച്ചുള്ള ചോദ്യത്തിന് നല്ല കാര്യങ്ങൾ സംസാരിക്കൂ എന്നാണ് സുരേഷ് ഗോപിയുടെ മറുപടി. പിന്നില്ലാതെ നല്ല കാര്യങ്ങൾ നല്ല പറയണ്ടേ, വേറെ എന്തെല്ലാം കാര്യമുണ്ട് സംസാരിക്കാൻ? അത് സംസാരിച്ചിരുന്ന ഇപ്പൊ കാണാന്ന് സുരേഷ് ഗോപി അങ്ങ് തകർത്തേനെ. ഏത് വേറെന്തേലും കുംഭ് മേള, കുംഭ് മേള, കുംഭ് മേള ആരെറിഞ്ഞ് കളിക്കണത്? ചെമ്പോർഗി അത് നീ നാല് ചോദിക്കേ. എന്റെ മോന് ചെമ്പോർഗി ഓടിക്കാൻ റോഡില്ല, ഭാര്യ അടുത്ത കുറച്ചാൾ കഴിഞ്ഞപ്പോ അതാണ് എറിഞ്ഞ് കളിക്കടാ. ഓ സൂപ്പർ, നന്നായിരിക്കുന്നു. അയ്യോ അതുങ്ങൾ അതിൽ കൂടുതൽ പറയാനേക്കും അല്ലേ ഇമാരെ കൊണ്ട്. ഇവിടെ രസം 12 ക്യാമറയൊക്കെ അതിനകത്ത് 9 സ്റ്റാൻഡ് ബൈ, ബാക്കി 3 ഓണാക്കി വെച്ചിട്ട് ചെയ്ത പണിയാണ് ഇതൊക്കെ. അവിടുത്തെ സെറ്റ് ചെയ്യുന്ന ആൾക്കാർ വരത്തില്ലേന്നേ, ഭയങ്കര സ്ട്രിക്റ്റും. പൃഥ്വിരാജിന് വിചാരം എന്ന് വെച്ചാൽ സ്ട്രിക്റ്റ് ആയിട്ടൊക്കെ നിന്ന് ഇങ്ങനെയൊക്കെ ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടാവും, മനസ്സിലായോ? വലിയ ആളാവണമെന്നേ. MD കുറച്ചുകൂടി പ്രായമായി കഴിഞ്ഞാൽ ഇലക്ഷൻ ഒക്കെ നിൽക്കുമായിരിക്കുമല്ലോ ഈ സുരേഷ് ഗോപി പോലെ. ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ പിന്നെ പറയണ്ട, എമ്പുരാൻ പോലെ ഒരു സാധനം ഇറക്കിത്തരും ഗവൺമെന്റിലോട്ട്. ഇതിനൊക്കെ എന്ത് പറയുക. പിന്നെ വേറെ ഗുണമുള്ള ഇപ്പൊ വളർന്നു വരുന്ന പിള്ളേർക്കൊക്കെ അത്യാവശ്യം ഈ ലാംഗ്വേജ് ഒന്നും വലിയ വിഷയം അല്ലാത്തത് കൊണ്ട് അവരിതിനകത്തൊന്നും വീഴത്തില്ല. അവർക്കിതൊന്നും പോരാ, അവന്മാർക്ക് വേറെ അവർക്ക് ലാംഗ്വേജ് ഒന്നുമില്ല. എന്തോ അത്രേ ഉള്ളൂ. പുതിയ പിള്ളേർക്ക് അത്രയൊക്കെ ഉള്ളു, അല്ലാതെ ഇംഗ്ലീഷോ മലയാളമോ കൊറിയൊന്നും അവർക്കില്ല. ഇപ്പൊ ആണ്ട് വന്നിട്ടുണ്ട് എന്താ അപ്പൊ പൃഥ്വിരാജ് ഇംഗ്ലീഷ് പറഞ്ഞോണ്ട് അതൊരു ബോധേ ഉള്ളൂ. അപ്പൊ പുതിയ ആൾക്കാർ വരും, ഇങ്ങനെ സാധനം ഒരു മ്യൂസിക് ഇട്ട് ഇറക്കിയപ്പോ ഹിറ്റ് ആവും. ഇഷ്ടം പോലെ കാണുന്നുണ്ട്. നാറി എല്ലാം കൊണ്ടും നാറി ഇരിക്കുകയാണെ. ഇംഗ്ലീഷ് അറിയാത്തവരുടെ മുന്നിൽ ചെന്ന് ഇംഗ്ലീഷ് പറയുന്നത് വലിയ കാര്യമൊന്നുമല്ല. മുറിമുക്കൻ ഡയറക്ടറോ? അത് ശരിയാ കേട്ടോ. മോഹൻലാലും ആന്റി പെരുമ്പാവൂരിന്റെ ഇടയിൽ ഇരിക്കുമ്പോ ഉറപ്പായിട്ടും അത് പറയും. എല്ലാം കൂടെ കുത്തി ഇരുന്നെന്ന് കുറെ ദിവസം. വീട്ടിലൊക്കെ ഇവര് കേക്ക് മുറിക്കുന്ന സമയത്തെങ്കിലും കഥയൊന്ന് പറഞ്ഞു വിടായിരുന്നു ആ പാവത്തിനോട്, മോഹൻലാലിനോട്. മോഹൻലാൽ എഴുതി കുറെ ബ്ലോഗെന്ന് ഞാനാണ്ട് എഴുതി കൊടുത്തൊക്കെ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. എല്ലാം കഴിഞ്ഞ പുള്ളിക്ക് അതും അറിയത്തില്ലെന്ന് പുള്ളി പറഞ്ഞു. പ്രശ്നം ഉണ്ടായിരുന്നില്ല. ഗുജറാത്ത് സ്ഥലത്ത് കൊണ്ടുവന്നിട്ട് ഈ മോഹൻലാലിനെ കൊണ്ട് ഒരു കുഞ്ഞ് കൊച്ചിറക്കനായിട്ട് തല്ലിക്കുമായിരുന്നു. ആണോ? സിനിമയ്ക്കകത്ത് ഖുറേഷി ഇടിക്കുന്ന ആളാ. കൊച്ചു പിള്ളേര് വഴക്കുണ്ടാക്കുന്ന പിള്ളേരുമായിട്ട് അമ്മാതിരി ഇടിയായിരുന്നു. അതേസമയം ഇപ്പുറത്ത് സൈദ് മസൂദ് വലിയൊരു ഹിന്ദിക്കാരനെ ഭയങ്കര ഇടിക്കും.
സൂപ്പർ ഇടി. അതെന്നറിയാം, വയ്യാത്തോണ്ടായിരിക്കും ഇവിടെ മോഹൻലാലിന്. വയ്യാത്തോണ്ടാണെന്ന് അറിയത്തില്ല, മറ്റേ പരിപാടിയാണെന്ന് അറിയത്തില്ല. ഒതുക്കോ? ഒതുക്ക്. അയാളെ ശരിക്കും അയാള് സിനിമയെ പറ്റി അറിയാത്ത ആളാണ് ഈ മോഹൻലാല്. അതല്ല, പിന്നെ ശരിക്കും അറിയേണ്ടത് ഇത് ഈ ഭയങ്കരമായിട്ട് ഇയാളുടെ സ്വഭാവം ഇതിൽ നിന്ന് മനസ്സിലാക്കാം. ഇയാളിങ്ങനെ ഒരാളെയൊക്കെയാണ് നമ്പിക്കഴിഞ്ഞാൽ അങ്ങോട്ട് കണ്ണടച്ചാണ്ട് ശരിയാ കേട്ടോ. അതാണ് അയാളുടെ റിയാലിറ്റി. സത്യം, മോഹൻലാലിനെ എല്ലാരും പറ്റിച്ച് ജീവിക്കും. ചെന്നാണ് അതാ അവസാനം പൃഥ്വിരാജ് പറ്റിച്ചു. അവസാനം പ്രശ്നവും അതെ, ഞാൻ പറ്റിക്കണോ നീ പറ്റിക്കണോ എന്നുള്ള തീരുമാനമായിട്ട് നീ ബാക്കി പരിപാടി മതി. ആന്റണി പറയും മോനെ നീ പറ്റിച്ച് ഇഷ്ടപ്പെട്ടു. ഈ ആന്റണി പെരുമാൾ നേരത്തെ ചെയ്തുകൊണ്ടിരുന്ന എന്നാ അറിയാടോ, ഇടക്കാലത്ത് മോഹൻലാലിന് ഈ ഫിനാൻസ് കൈകാര്യം ചെയ്യാൻ അറിയാത്തത് കൊണ്ട് കറക്റ്റ് ആയിട്ട് കാശ് മേടിച്ചും കോൺട്രാക്ട് നോക്കിയല്ലേ എന്തെങ്കിലുമൊക്കെ ചെയ്തു കൊടുത്തിട്ടുണ്ട്. കറക്റ്റ് സമയത്തിന് സെറ്റിൽ എത്തിക്കുക, ഇതൊക്കെ ചെയ്തു കൊടുക്കാൻ ആള് വേണം. അണ്ണനെ പക്ഷെ നമുക്ക് കിട്ടത്തില്ല. അണ്ണന്റെ വെളിവില്ലായ്മ മോഹൻലാലിനില്ല. മോഹൻലാലിന് ബോധം ഇച്ചിരി കുറവായിരിക്കുമെന്നേ ഉള്ളൂ. കാരണം മനസ്സിലാക്കാനുള്ളൊരു ബോധം ഇല്ല. ആൾക്കാരെ പറ്റിക്കുന്ന പുള്ളിക്ക് ചിലപ്പോൾ മനസ്സിലാകത്തില്ലായിരിക്കും. അതിനുള്ള എന്തോ ബോധക്കേടുണ്ടെന്ന് പുള്ളിയുടെ പരിപാടികൾ കണ്ടാ അറിയാം. എവിടെ ചെന്ന് എന്തോ പറയുന്നേ, എന്തൊക്കെയാ കാണിക്കുന്നേ. വിളിച്ചോണ്ട് പോവല്ലേ, മേജർ കൊണ്ട് ചാടിച്ചല്ലോ മറ്റേനകത്ത്, മറ്റേ മുണ്ടക്കയിൽ വേഷം കെട്ടിച്ചെല്ലാന്ന് പറഞ്ഞത് അല്ല, അങ്ങനെ വേഷം കെട്ടിച്ചെല്ലൂ. ആ പിന്നില്ലാതെ, അത് രവിയുടെ ഐഡിയ, ഒരു സംശയം വേണ്ട. അത് കഴിഞ്ഞപ്പോ രവിക്കാന്ന് കുത്തല് അവിടെ പോകുന്ന പുള്ളി പറയത്തുള്ളൂ. പുള്ളിക്ക് അതിനുള്ള ബോധവും ഇല്ല. അങ്ങനെ അതൊന്നും അറിഞ്ഞു പോലും കാണത്തില്ല. ബഡടിച്ചോ? ഓഹോ, എവിടെയാ? നമ്മുടെ എസ്റ്റേറ്റ് എവിടെ ഉണ്ടല്ലോ, അത് പോയോ? ഇല്ല, എന്നാ കുഴപ്പമില്ല. അവിടെ ഇരുന്നപ്പോഴാണ് മേജർ വന്നിട്ട് പറയാ, അണ്ണാന്നല്ലേ വിളിക്കുന്നത്. അണ്ണനും മറ്റേ എന്താ പിന്നെ വിളിക്കുന്നത്, ഇയാൾ അണ്ണാന്നും മറ്റേ അങ്ങോട്ട് എന്താ വിളിക്കുന്നത്, അണ്ണാന്നാണ് വിളിക്കുന്നത്. രണ്ടുപേര് വേഷം കെട്ടി, പട്ടാള വേഷമൊക്കെ കെട്ടി പട്ടാള വേഷമൊക്കെ കെട്ടിക്കൊണ്ട് വന്നിട്ടാ അണ്ണാ അത് കണ്ടോ അണ്ണാ, ഓ സങ്കടം വരുന്നണ്ണ, സ്കൂൾ ഇടിഞ്ഞു കിടക്കുന്നു, കൊച്ചുങ്ങളായിട്ട് മരിച്ചത് ഇപ്പൊ സങ്കടം വരുന്നെന്ന് പറഞ്ഞു അണ്ണൻ. ആ സ്കൂൾ അങ്ങ് പണിതേക്കാൻ വണ്ണ, മണ്ണിടിഞ്ഞു കിടക്കുന്നതിന് മണ്ടയ്ക്ക് സ്കൂൾ കെട്ടാൻ പോകുന്നു രണ്ടും കൂടെ. അയ്യോ, മിസ്റ്റർ ബീൻ പോലുണ്ട്. മിസ്റ്റർ ബീനും പോട്ടെ, മറ്റേ ഇവരുണ്ടല്ലോ ലോറൽ ആൻഡ് ഹാർഡി, പഴയ ലോറൽ ആൻഡ് ഹാർഡി കണ്ടിട്ടുണ്ട്. അത് ഇങ്ങനത്തെ രണ്ട് കഥാപാത്രമാണ്. അതിനകത്ത് രണ്ടിനെ കണ്ട ഒരു ഇതുപോലെ ഇരിക്കും. ഈ മേജർ ഇപ്പൊ ഇറങ്ങിയിരിക്കുന്ന എന്നാ പറഞ്ഞിട്ടുണ്ടെന്നറിയോ, മോഹൻലാൽ കഥ കേട്ടില്ലെന്ന്, മോഹൻലാൽ കഥ അറിയത്തില്ലെന്ന്. മോഹൻലാൽ പിന്നെ എന്തോ അറിയാവുന്നത്, ആ ചുമ്മാ പറഞ്ഞേക്കുവാ. കഥ പുള്ളിക്ക് തന്നെ കഥ ഏതെങ്കിലും സിനിമയുടെ കഥ അറിയാവുന്നുള്ളത് ഇപ്പൊ സംശയിക്കേണ്ടിയിരിക്കുന്നു. ബറോസ് ഒക്കെ ചെയ്തപ്പോ എന്തോന്ന് പറഞ്ഞത്, ഇനി വേറെ ആർക്കും ഇത് ചെയ്യാൻ പറ്റില്ല. ഞാൻ ആദ്യം ചെയ്തു, ഫസ്റ്റ് ഇല്ലില്ല, പുള്ളി തന്നെ എല്ലാം വെട്ടി തിരുത്തുന്ന കാണാന്നല്ലേ. ആ ശരിയാ. ഇനിയും ഉണ്ടോ ഇതുപോലത്തെ പൃഥ്വിരാജും മോഹൻലാലും ഒക്കെ ബാക്കി? ചിരി നിർത്തുമായിരുന്നു. പിന്നെ ഇതൊക്കെ കേട്ടാ ചിരിക്കുമല്ല, പിന്നെ സീരിയസ് ആയിട്ട് സംസാരിക്കണോ? മോഹൻലാലിന് കഥ അറിയത്തില്ലെന്ന് ഇങ്ങനെ പറയുക. മോഹൻലാലിന് എമ്പുരാന്റെ കഥ അറിയില്ലായിരുന്നു എന്ന് പറഞ്ഞാൽ എനിക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടെന്ന് വിചാരിക്കും. അതുകൊണ്ടാണ് ചിരിക്കുന്നത്. അതൊക്കെ ചിരിച്ചു പറയേണ്ട കാര്യങ്ങളാണ്, അല്ലാതെ അത് സീരിയസ് ആയിട്ട് ആരും എടുക്കുന്നതാണ്. ശിക്കാരി ശംഭു ആൻഡ് ശുപ്പാണ്ടി ആണാ മോഹൻലാൽ വർഗീയ കലാപം സൃഷ്ടിക്കാൻ ശ്രമിച്ചെന്ന്. ദേണ്ടേ നമ്മുടെ തിരുവല്ല CI മോഹൻലാലിന്റെ കൂട്ടുകാരന് സ്ഥലം മാറ്റം, മോഹൻലാലിനോട് ശബരിമലയ്ക്ക് പോയെന്നൊക്കെയാ പറയുന്നത്. പക്ഷെ അത് മാത്രമല്ല, ഒരുപാട് പരാതികളായി. അതുകൊണ്ട് 4 പരാതി എനിക്കറിയാം. ഞാൻ പരാതികളെല്ലാം എടുത്തൊന്ന് വായിക്കുന്നുണ്ട് എന്താണെന്ന്. പരാതി സിമിലർ പരാതി ആയിരിക്കും, എല്ലാത്തിനും ഒരേ സ്വഭാവം കാണും. എല്ലാം നിങ്ങൾ നോക്കിക്കോ. അതിനകത്തെല്ലാം തൊട്ടപ്പുറത്ത് നിൽക്കുന്നവരെ കൂടെ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ഈ പോലീസുകാരൻ എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്തത്. ഒരു സംശയവും വേണ്ട, വളരെ ക്ലിയർ, സിമ്പിൾ, അത്രയുള്ള കേസ്. 4 പരാതി എടുത്ത് വായിക്കുമ്പോൾ 4നും ഒരു പ്രത്യേക പാറ്റേൺ ഉണ്ടാവും, ഒരു സിമിലാരിറ്റി ഉണ്ടാവും. ആ സിമിലാരിറ്റി എന്ന് പറഞ്ഞാൽ ഇതൊക്കെയാണ്. ആർക്കെതിരെ, എന്തിന്, ആര് പറഞ്ഞിട്ട്, അതിനകത്ത് എന്താ നടന്നത്, അത് തന്നെ നമ്മൾ ഊഹിച്ചെടുത്തോളാം അല്ലേ. നമുക്ക് എല്ലാവർക്കും ഊഹിക്കാൻ അറിയാമല്ലോ. അല്ലെങ്കിൽ ഞാൻ അങ്ങോട്ട് നാട്ടിൽ പോയിട്ട് കുറച്ചാളാണ്, ഞാനും പോയി നോക്കട്ടെ. എല്ലാവരെയും കണ്ടിട്ടുണ്ട്, കുറേ പേര് വിളിച്ച് സംസാരിച്ചിട്ടുണ്ട്. അതിനകത്ത് എന്താണേലും ഒന്ന് അന്വേഷിക്കണ്ടേ. നമ്മളെ മാത്രം അന്വേഷിച്ചാൽ മതിയോ? നമുക്കും വേണ്ടി ഒരു ഉത്തരവാദിത്വം, ഒരു രാഷ്ട്രബോധം, ദേശസ്നേഹം അല്ലേ, ഉത്തരവാദിത്വം, പിന്നെന്തോ ലൈംഗികത എല്ലാം വേണ്ടേ. മമ്മൂട്ടിയെ കണ്ടുപിടിക്കുക, കണ്ടു പഠിക്കുക എന്നല്ലേ. അല്ലല്ല, മമ്മൂട്ടിയെ കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. മോഹൻലാലിന് വിദഗ്ധ ഉപദേശം ആവശ്യമുണ്ട്. ഇനി ഒറ്റ വഴിയേ ഉള്ളൂ, വേറെ ആരും കേരളത്തിൽ അത്ര നല്ല ഉപദേശം തരത്തില്ല, ഞാൻ മാത്രമേ ഉള്ളൂ. നമ്മൾ ആ പഴയതൊക്കെ കണ്ടിട്ടുണ്ട്, എനിക്കറിയാം പുള്ളിയുടെ കാര്യം എന്തോ ആണ്.
അതൊക്കെ നമുക്ക് ചെയ്യിക്കാവുന്നതേ ഉള്ളൂ. ഇപ്പോഴാണ് താടിയൊക്കെ കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. ആ താടി പ്രശ്നം മാറും, കഥയും കിട്ടും. നല്ല സൂപ്പർ കഥ കണ്ടാൽ മനസ്സിലാവും. നമുക്കിതൊക്കെ പെട്ടെന്ന് കിട്ടിയിട്ടുവന്നേ. നിങ്ങൾക്ക് അറിയത്തില്ലെന്നുള്ള നിങ്ങളെ കണ്ടാൽ അറിയാം. ഇനിയെങ്കിലും വേറെ ഏതെങ്കിലും വഴിക്ക് പോകും, അത്രേ പറയാനുള്ളൂ. അങ്ങോട്ട് പോയാലോ എടോ ശ്രീമാനെ, നമുക്ക് ആന്റണി പെരുമ്പാവനും എല്ലാം കാണാം. അങ്ങനെ വലിയ പൈസ ഒന്നും തരണ്ട, നമുക്ക് റിസൾട്ട് ഉണ്ടെ തന്നാ മതി. അല്ല നമുക്ക് മറ്റേ ആദ്യം തന്നെ തന്ന് അല്ലേ, അതൊന്നും വേണ്ട. നിങ്ങൾക്ക് ഈ സാധനം അഡ്വാൻസും വേണ്ട, ഒന്നും വേണ്ട. ഇത് ക്ലിയർ ആക്കി തരും. ഇടയ്ക്ക് കയറി ഒരുമാതിരി ആ ഇംഗ്ലീഷ് ഒന്നും പറയുന്നില്ലെന്ന് കരുതി തെറ്റിദ്ധരിക്കൊന്നും വേണ്ട. ഇടയ്ക്ക് കയറി വന്ന് നമ്മളെ ഉപദേശിക്കരുത്, അത് ഞങ്ങൾ എടുക്കാറില്ല. അതുകൊണ്ടാണ്. അത് ആരാണേലും, ഈ മോഹൻലാലല്ല മമ്മൂട്ടിയാണല്ലോ, അതൊന്നും എടുക്കത്തില്ല. അതേന്നെ, ഒരു കാലം മൊത്തം പോയില്ലേ അല്ലേ, ശരിയല്ലേ? ഒരു കരിയർ എന്നൊക്കെ പറഞ്ഞാൽ എന്താന്ന് വിചാരിച്ചിരിക്കുന്നത്? ഇത് തിരിഞ്ഞു നോക്കുമ്പോൾ മൊത്തം പരാജയത്തിനിടെ കുറച്ച് പടം വിജയിച്ചിട്ടുണ്ട്. അത് പുള്ളിയുടെ കഴിവുമല്ല, അത് കഥയുടെയും സംവിധായകന്റെയും ഒക്കെ കഴിവ് മാത്രം. സോറി പറഞ്ഞ് ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ട് മോഹൻലാൽ, അയ്യോ പാവം, കണ്ടോ എന്തോ കഷ്ടം, എല്ലാപ്പോഴും വിടുവാന്നേ. ഇപ്പൊ സോറി പറഞ്ഞേക്കുന്ന വേറെ ഒന്നും ഉണ്ടല്ലോ, ചുമ്മാ പടത്തിന്റെ കേസ് ഇട്ടായതുകൊണ്ടാ. ശരിക്കും പറഞ്ഞാൽ മോഹൻലാൽ സോറി പറയേണ്ടത് ആ മുണ്ടക്കയിൽ മരിച്ചവരോടും ആ കാണാതായവരോടും അല്ലല്ലോ. അവിടെ നിന്ന് ഫോട്ടോ എടുത്തത് ഒരു 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 മോശമായി പോയി, പെടുത്തലാണല്ലോ. അവരോട് സോറി പറയണം. അതിനുള്ള അന്തസ്സൊന്നും ഇല്ലേ മോഹൻലാലേ? അതിനുള്ള മര്യാദ ഇല്ലെന്ന് പറഞ്ഞാലുണ്ടല്ലോ, അതൊരു നാണക്കേട്. അതുപോലെ തന്നെ ഈ കണ്ട പീഡനമൊക്കെ നടന്നപ്പോ നമ്മളിത് പുറത്താരും അറിയരുതെന്ന് പറഞ്ഞ് പ്രസ് മീറ്റ് നടത്തിയപ്പോൾ കാണിച്ച അതുണ്ടല്ലോ, അത്രയൊന്നും വരത്തില്ല. അതുകൊണ്ട് അത് നമ്മൾ എടുക്കുന്നില്ല. ഈ തീട്ട കേസൊന്നും ഒരു കേസല്ല, മനസ്സിലായോ? അല്ലാതെ ഇതാണോ വലിയ വിഷയം? സോറി പറയാൻ പറ്റിയ വിഷയം? ആ പെണ്ണുങ്ങളോട് സോറി പറ. കൂടെ കൊണ്ട് നടക്കുന്ന ഒരു കൂട്ടുകാരൻ കാണിച്ച തെണ്ടിത്തരത്തിന് ഒരു പെങ്കൊച്ച് കരഞ്ഞ് മാനസിക രോഗം പിടിച്ച്, മാനസിക രോഗം എന്നല്ല, മാനസികമായിട്ട് ബുദ്ധിമുട്ടുണ്ടായി ആശുപത്രി കിടന്നു, അവളോട് സോറി പറ. അല്ലാതെ ഈ സോറിയൊക്കെ ഏത് പട്ടിക്ക് വേണം അല്ലേ? ഒരു ഒരു എവിടെ കിടക്കുന്ന പട്ടിക്കും വേണ്ടത്. അല്ല വല്ല പശുവിന് വേണമെന്ന് എനിക്കറിയത്തില്ല, പട്ടിയുടെ കാര്യം എനിക്കറിയാം. പട്ടി അങ്ങനത്തെ സോറി എടുക്കാറില്ല. പൂച്ച എടുക്കാറുണ്ടോ? പൂച്ച എടുക്കത്തില്ല, പൂച്ച എടുക്കത്തില്ല അല്ലേ? ഈ പശു എന്താ പിന്നെ എടുക്കുന്നേ? പശു ഈ തലേ ദിവസത്തെ കൂടുതലും ആണോ? ചിരി വന്ന് തൊലിയൊക്കെ അങ്ങനെ ഒരു കിക്ക് ഉണ്ടാവും, അതുകൊണ്ടായിരിക്കും അല്ലേ? മൂക്കിനകത്തൊക്കെ നാക്കിട്ട് കേട്ടത്തില്ലേ? എന്നെ പശുവിന് എടുക്കുന്ന എനിക്കിപ്പോഴും മനസ്സിലായില്ല. അതെന്ത് സ്വഭാവോ പശുവിന്റെ? അത് വേണ്ട കേട്ടോ. ഈ മാപ്പൊരു ഞാൻ പറയുന്നില്ല, ഒരിടത്തോട്ടും എടുക്കത്തില്ല. മാപ്പ് പറയേണ്ട അവരോടാ. ഇത്രയും കൊല്ലം ഈ ഇൻഡസ്ട്രി കിടന്നിട്ട് പല പെണ്ണുങ്ങളും ജീവിതം നശിച്ച് പീഡനത്തിന് ഇരയായപ്പോ ഇല്ലാത്തൊരു പ്രത്യേക മാപ്പ് എടുത്തോണ്ട് പോടേ, കൊണ്ടെവിടെയും മാറി കളയെടുത്ത് വിലക്ക് ഓടയ്ക്കകത്ത് കൊണ്ടിടും. ആർക്ക് വേണം? മാപ്പ് വരെയാൻ വന്നേക്കുന്നു. വേഷം കെട്ടിച്ചെന്ന് ഒരു ദുരന്തബാധിത മേഖലയിൽ രക്ഷാപ്രവർത്തനം നടത്തുന്ന ഇടയിൽ ചെന്നിട്ട് വായുമ്പോൾ ചെയ്യുന്നതിനില്ലാത്തൊരു ദുഃഖം എങ്ങനെ ഇപ്പൊ ഉണ്ടാകുന്നേ? അതുകൊള്ളു. എന്തേ 3 കോടി കൊടുത്തോ? അവിടെ കൊണ്ടുപോയി സ്കൂളൊക്കെ പണിതോ? എന്ന് പണിയാനിരിക്കുവാണോ? എത്ര പേർക്ക് പൈസ കൊടുത്തെന്നുള്ളതിന്റെ പിന്നെ കാര്യം ഒന്നും പറയത്തില്ല. അവിടെ ചെന്ന് ഒന്ന് വീമ്പളക്കാൻ വലിയ മിടുക്കുക, പക്ഷെ കൊടുത്ത കാര്യം ആരും അറിഞ്ഞിട്ടില്ല. എന്നാ കാണിക്കെടുത്ത് അതെന്തിയേ? ചുമ്മാ ഇതെന്ത് ചുമ്മാ അവിടെയൊക്കെ ചെന്ന് വന്ന് എന്ത് കുഞ്ഞും കളിക്കാം എന്നുള്ളൊരു ധാരണ ഉള്ള ആൾക്കാരൊന്നും ഇതിനകത്തൊന്നും മാപ്പ് പറയേണ്ട കാര്യമൊന്നുമില്ല. RSSനോടാണോ മാപ്പ് പറഞ്ഞത്? എക്മാണ് ലലക്മാണ് എക്മാണ് ലലക്മാണ്. ഇത് നിർത്തണമല്ലേ ഈ പരിപാടി? വിശക്കുന്നു. ആരൊന്നും കഴിച്ചില്ലേ? ഞങ്ങൾ രാവിലെ കഴിച്ചത് ശരിയാണ്. സമയമായി അല്ലേ? വിശക്കുന്നില്ലല്ലേ? എനിക്ക് വിശക്കുന്നില്ല. എന്ത് ചെയ്യും? നിങ്ങൾ ആരും വിഷമിക്കണ്ട കേട്ടോ. കുറച്ച് കഴിയുമ്പോൾ എനിക്ക് വിശപ്പ് വരും, ഞാൻ കഴിച്ചോളും കേട്ടോ. എല്ലാരും സമാധാനമായിട്ട് ഇരിക്കും കേട്ടോ. ആരും ഒന്നും വിഷമിക്കല്ലേ. അപ്പൊ ഞാനങ്ങ് പൊക്കോളൂ. അതുമല്ല, എല്ലാവർക്കും ഒരു എന്നെ പറ്റി അങ്ങ് ഭയങ്കര അല്ലേ, ലൈവ് കണ്ടുകൊണ്ടിരിക്കുന്നവർക്കൊക്കെ എന്നോടുള്ള സ്നേഹവും എന്നോടുള്ള കരുതലും എന്നോടുള്ള പ്രേമവും എന്നോടുള്ള അപരാധവും എല്ലാം എനിക്ക് മനസ്സിലാവുന്നുണ്ട്. അപ്പൊ ഞാൻ കഴിക്കാതിരുന്ന് എന്റെ ശരീരം ക്ഷീണിക്കുമ്പോൾ, എന്റെ മുടി വളരുമ്പോൾ, എന്റെ താടി വളരുമ്പോൾ നിങ്ങൾക്കുള്ള ആ കരുതൽ എനിക്ക് മനസ്സിലാവും. ഞാൻ കഴിച്ചോളാം മുത്തേ.
മുത്തേ കഴിക്കാൻ മുത്തേ. അല്ലേ കഴിച്ചോന്നൊക്കെ ചോദിക്കല്ലേ. പിന്നെ കഴിക്കാതെ പിന്നെ എങ്ങനെയാ മയിലെ ഒരു മനുഷ്യൻ ജീവിക്കുന്നത്? കഴിച്ചോന്ന് അത് തമിഴ്നാട് പറയും. എവിടെ കണ്ടാലും ചാപ്പിട്ടാച്ചാ. പിന്നെ ചാപ്പിടാതെ പിന്നെ എങ്ങനെയാണോ ഇവിടെ ഇരിക്കുന്നത്? നീ അവൻ പറഞ്ഞാലേ ചാപ്പിടത്തുള്ളൂ. ഇതുപോലത്തെ തൊലിഞ്ഞ ചോദ്യം ഇന്ത്യ മാത്രമേ ഉള്ളൂ. ലോകത്തെടുത്ത് ഇങ്ങനെ ആൾക്കാർ ചോദിക്കത്തില്ല. ചാപ്പിട്ടാച്ചാ എന്തെങ്കിലും കഴിച്ചോന്ന്, രാവിലെ തൂറിയോന്നൊക്കെ ചോദിക്കുന്ന പോലെ. അറിയോ? എന്തേലാട്ടെ ഈ കഴിക്കാന്നൊക്കെ പറഞ്ഞാല് മനസ്സിലായില്ലേ? അത്രയൊക്കെ ഉള്ളു കാര്യം. ദാരിദ്ര്യം പിടിച്ച രാജ്യമുണ്ടോ? അങ്ങനെ വെറുതെ ചോദിച്ചാ പോരല്ലോ അളിയാ. കൊടുക്കണം. കഴിച്ചോന്ന് ചോദിച്ച് കഴിച്ചില്ലെന്ന് പറഞ്ഞാൽ മിണ്ടാതെ നടന്നു പോകും. എന്നാ പോയി കഴിക്കാൻ. അതിനാണ് ചോദിക്കുന്നേ. ഇപ്പൊ കഴിച്ചില്ലെന്ന് പറഞ്ഞാൽ ഫുഡ് മേടിച്ചു കൊടുക്കാൻ കൊള്ളാം. അത് ചെയ്യും, അതും ഇല്ല. കഴിച്ചു തന്നെ ആ കഴിക്കാതെ നടക്കുവല്ലോ. പോയി കഴിക്കണം. നീ കഴിക്കത്തില്ല എന്നൊക്കെ പോയി കഴിക്കണം. അല്ല എന്തെങ്കിലും അസുഖം വന്നാലോ? ആ ഞാൻ പോട്ടെ, ഒറ്റ നടപ്പാ. എനിക്ക് കഴിക്കണമെന്ന്. ഞാനങ്ങനെ കഴിക്കാതിരിക്കാറൊന്നും ഇല്ലെന്ന്. ഹായ് സുഭാഷ് പൊന്നു മിന്നു. താടിയുടെ പകുതി വടിച്ചിട്ടുള്ള സ്റ്റൈൽ വീണ്ടും കൊണ്ടുവരണം. എടോ അത് സ്റ്റൈൽ ഇല്ലാതെ അലോപേഷ്യ എയറേറ്റ എന്ന് പറഞ്ഞൊരു ഓട്ടോ ഇമ്മ്യൂൺ റെസ്റ്റോറൻറ്റ്. അത് പലയിടത്തുനിന്ന് ഇപ്പൊ ഇവിടെ നിന്ന് പോയി, ഇവിടെ ഈ ഇതില്ലേ നമ്മുടെ പിബിക് ഹെയർ, അവിടെ നിന്ന് ഇത്രയും ഭാഗം വട്ടത്തിലൊക്കെ കൂടെ പോയി. അതെന്നാ മൊത്തം അന്ന് വന്നിരുന്നേ അവിടെ നമ്മൾ വടിക്കണ്ട. ഇവിടെയൊക്കെയാ പോകുന്നത്. മൈൻ ഇത് കറക്റ്റ് ആയിട്ട് ഇങ്ങോട്ട് കൊണ്ടുവച്ചിരുന്നത് കഷ്ടത്തിലും ഒക്കെ അത് വന്നിരുന്നേ നല്ലതാണെന്ന് എനിക്ക് തോന്നി. ഈ മുഖത്തും മുടി ഒഴിവാക്കിയിട്ട് ഇവിടെ 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 അതൊക്കെ മറ്റേ അതിന്റെ ആ അസുഖം അവിടെ തന്നെ വരുവാണ്. നമുക്ക് നല്ലതാണ്, നല്ല ക്ലീൻ ആയത്. മനസ്സിലായി? ഒരു താരി കാണത്തില്ലെന്നേ. പേരോട് പഴുത്ത് പോവാ. ശരിയല്ലേ? അത് ഇതൊക്കെ വാക്സ് ചെയ്യുക. തന്റെ പിബിക് ഹെയർ ഒക്കെ പോണെങ്കിലേ മറ്റേ സോഫ്റ്റ് ക്രീം ഒക്കെ എന്തായാലും പറഞ്ഞാൽ മറ്റേ മോയ്സ്ചറൈസർ ഇട്ട് തുടച്ച് നല്ല നല്ല രസമായിരിക്കും അന്ന് ഇരുന്ന് കഴിഞ്ഞാൽ. അതെ 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 പ്രസന്റേഷൻ റെപ്രസെന്റേഷൻ. ഓഹ് എനിക്ക് തോന്നുന്നു ആ ഒരു അസുഖം എങ്ങനെ ഉണ്ടാകുന്നത് മനസ്സിലാക്കിയിട്ട് അത് പ്രത്യേക ഏരിയകളിൽ കൊണ്ടുവന്ന് കുത്തുവെച്ചാൽ മതിയായിരിക്കും. ഒരു വർഷത്തേക്ക് പിന്നെ മുടി വളരത്തില്ല. ഇൻഡ്യൂസ്ഡ് അലോപേഷ്യ അത് തന്നെ. അങ്ങനെ വല്ലതും ചെയ്യുവാണെങ്കിൽ ഈ വാക്സിങ്ങും ലേസറും ഒന്നും വേണ്ട. ഒരു വർഷത്തേക്ക് വരത്തില്ല, ഉറപ്പാ. അല്ലെ പിന്നെ നമ്മൾ സ്റ്റെറോയിഡ് അടിക്കണം വരുത്തണമെന്ന് തോന്നി. അപ്പൊ തന്നെ ഇവിടെ കൊണ്ടങ്ങ് സ്റ്റെറോയിഡ് അടിച്ചാൽ മതി, രോഗം വേണമെന്ന് വല്ലവരും പറഞ്ഞ അല്ലേ? സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഒരേപോലെ പ്രായമുള്ള കാര്യം കേട്ടോ ഞാൻ പറഞ്ഞത്. ഗുണമുള്ള കാര്യങ്ങൾ പറയാറുണ്ട്. എല്ലാം ഗുണമുള്ള കാര്യങ്ങളെ ഞാൻ ഇതുവരെ ഇവിടെ പറഞ്ഞിട്ടുള്ളൂ. അല്ലാതെ ഒരാൾക്ക് ഒരു മോശം വരാൻ വേണ്ടി ഞാൻ ഒരിക്കലും ആഗ്രഹിക്കാറ് പോലും ഇല്ല. സമൂഹത്തിന്റെ നന്മയാണ് എന്റെ ലക്ഷ്യം. മനസ്സിലായോ? സമൂഹ നന്മ മാത്രമേ എനിക്ക് ലക്ഷ്യമുള്ളൂ. അതുകൊണ്ട് പറയുന്ന ഇൻഡ്യൂസ്ഡ് അലോപേഷ്യ ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യാൻ നമുക്ക് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ടീമിനോട് പറഞ്ഞേക്കാം. ലഘു കാരണം സമൂഹം നന്നാവട്ടെ. പിന്നില്ലേ കേരളം നന്നാക്കാൻ പറ്റട്ടോ, മറ്റേ ഇന്ത്യ ഒന്നും എനിക്ക് പറ്റത്തില്ല. ഐ എം സോറി അളിയ. ഇന്ത്യ പറ്റും. നമ്മുടെ കൺസെപ്റ്റ് ഇന്ത്യക്ക് പറ്റിയതാ. പക്ഷെ എന്താ പറയാ, അവരത് എടുക്കത്തില്ല. അത് കുറച്ച് ഭയങ്കര പ്രശ്നങ്ങളാ. പണ്ട് മോഹൻലാൽ ഇങ്ങനെ തലയാട്ടോ എന്ന് ഓർക്കുന്നുണ്ടോ? അതൊക്കെ നിർത്തി പുള്ളി ഇടയ്ക്ക് ഓരോന്ന് വെറുതെ അങ്ങ് ചെയ്യുന്ന ഓർക്കുന്നുണ്ടോ? പണ്ട് ഇങ്ങനെ ഇരുന്നിട്ട് ഇങ്ങനെ കാണിക്കും. എന്താ അറിവുള്ളവര് എങ്ങനെയാണെന്നുള്ള രീതിയിലേ. എന്നാ സ്ക്രിപ്റ്റും വായിച്ചിട്ടില്ല, സിനിമ എന്താന്ന് അറിയത്തുമില്ല. വന്നിരിക്കുന്നേ കണ്ടവർക്ക് എല്ലാം അറിഞ്ഞിട്ടാണ്. ഒന്നും അറിയാതെ എല്ലാം അറിഞ്ഞവനെ പോലെ അഭിനയിക്കുന്നവൻ അവനാണോ കംപ്ലീറ്റ് ആക്ടർ? അത് ആരോടാ ഈ മാപ്പ് പറഞ്ഞത്? എനിക്കറിയത്തില്ല ഇത് ആരോടാ ഈ പറയുന്നതെന്ന്. അതിനിടയ്ക്ക് DYFI സപ്പോർട്ടെന്ന്. അവന്മാർക്ക് വേറെ പണിയൊന്നും ഇല്ല. കണ്ട ഓരോ പൊട്ട പടമൊക്കെ ഇറക്കുമ്പോൾ സപ്പോർട്ട് ചെയ്യാൻ പോയേക്കുന്നു. ഏതാണ്ട് സംഖ്യകൾ എതിർത്തോണ്ട് ഈ DYFI സപ്പോർട്ട് ചെയ്യണമെന്നാണ്. നാണമുണ്ട് ഇവർക്ക്? ഇത് എന്തുതരം പരിപാടി? ഇവർക്ക് ഈ രാജ്യത്ത് വേറെ ഒന്നും ഇല്ല ചെയ്യാൻ. ഇവര് രാഷ്ട്രീയക്കാരാണോ? അല്ലെങ്കിൽ ഇവരെന്ത് ഉദ്ദേശിക്കുന്നത്? മെസ്സി മെസ്സിയുടെ അപ്പുറത്തോട്ട് ഒരു 7ഉം ഇല്ല 8ഉം ഇല്ല. മെസ്സി ഒരാളേ ഉള്ളൂ. 7 കൊണ്ട് വേറെ ഏതെങ്കിലും 8 or 9 ആയിട്ടൊക്കെ കമ്പയർ ചെയ്യും. CR7 ഗോട്ടാണോ? ലലക്നാണ്
നിങ്ങൾക്ക് ഈ ഫുട്ബോൾ കാണുന്നവർക്ക് മെസ്സിയെ കണ്ടാ പിന്നെ എങ്ങനെയാ അപ്പുറത്തോട്ടൊക്കെ നോക്കിയിട്ട് എന്തോ ഭയങ്കരമാന്ന് പറയുന്നത്? അതിന്റെ കളി എന്തൊക്കെയാണ് കാണിക്കുന്നത് കിടന്ന്? അയ്യോ മെസ്സി വേറെ, മെസ്സി സ്വർഗത്തിലോട്ടാ പോകുന്നത് നേരിട്ട്. അത് മോശമാണ്. അത് മമ്മൂട്ടിയും മോഹൻലാലിനെയും കൂടെ കമ്പയർ ചെയ്യുന്ന പോലെ ഇരിക്കും. അതിലും മോശമാണ്. ശരിയാ. റൊണാൾഡോ ഒന്നും മോനെ അത്ര അങ്ങനെ ഒരു ഫുട്ബോൾ കളിക്കാരുടെ ഇടയിൽ പോലും കാണത്തില്ല. അങ്ങോട്ടൊക്കെ കൊണ്ട് ശരിയാണ്, ബെക്കാം ഒക്കെ ആയിട്ട് പറ്റും, ആ ഏരിയ പറ്റും. റൂണി, ബെക്കാം, റൊണാൾഡോ, C7 അവരൊക്കെ ഏകദേശം ആ ടൈപ്പ് കുറെ ആൾക്കാരുണ്ട്. ശരിയാ, മാക്സിമം നെയ്മർ. റൊണാൾഡോ ആയിട്ട് പറ്റത്തില്ല. ഏത് റൊണാൾഡോ? മറ്റേ റൊണാൾഡോ ബ്രസീലില് ഒരു രക്ഷയില്ല, കാക്കായിട്ട് പോലും പിടിക്കാൻ കൊള്ളത്തില്ല. അല്ലല്ലോ ഓസിലോ, ജർമ്മനിയുടെ ഓസിലിന്റെ സ്വന്തം കിക്ക് വരെ ഉണ്ട്. ഇവനും ഉണ്ടായണ്ടല്ലേ നമ്മുടെ റൊണാൾഡീനിയോ നടക്കത്തില്ല, എടുത്തു പോടെ. അവന്റെ ഒരു C7 അത് പിള്ളേരെ പറ്റിച്ചാണ്ട് പരസ്യത്തിന് പരിപാടിക്കകത്ത് പെട്ടത്. PR7 എന്ന് പറയുന്നത് PR അല്ലാതെ വേറൊന്നും അല്ല, നാച്ചുറൽ സ്ക്വാഡ് അല്ലത്, അത് PR വർക്കാ. അതൊക്കെ കണ്ടിട്ട് മനസ്സിലാകാത്തവര് ചിലപ്പോ പോയി ചാടുമായിരിക്കും CR എന്നൊക്കെ പറഞ്ഞു. ഇപ്പൊ അടുത്ത് തന്നെ വേറൊരു സാധനം നടന്നിട്ടുണ്ട്. ചിലപ്പോ നമുക്ക് പുതിയൊരു വാർത്ത കേൾക്കാനുള്ള സാധ്യതയുണ്ട്. ഞാൻ തൽക്കാലം എന്താന്ന് പറയുന്നില്ല, അത് നടന്നു കഴിഞ്ഞ് പറയാം. അപ്പൊ രസമായിരിക്കും. ഇങ്ങനെ ഒരു കണ്ണാടി ഊരുമ്പോ തന്നെ വേറെ കണ്ണാടി വെക്കുന്ന സാധനം എങ്ങനെ ഇരിക്കും? ഓ മാൻ, സീൻ മാറി കണ്ടോ? ഇപ്പൊ ഖുറേഷി, നേരത്തെ അബ്രഹാം, ഉർവശി, അബ്രാമി, ഉർവശി. അത് മതി, ഡെക്കറേഷൻ ഒന്നും വേണ്ട. ഉർവശി, അബ്രാമി, ഉർവശി. മുമ്പ് ഒരു പടം ഇറക്കി മനുഷ്യന് FB പോലും തുറക്കാൻ പറ്റുന്നില്ലെന്ന് രാവിലെ തുടങ്ങൂടാ എല്ലാവരും കൂടെ. എമ്പുരാൻ ഭയങ്കരമാണ്, എമ്പുരാൻ ഇപ്പൊ 500 കോടിയാവും, മോഹൻലാല് പൊരിഞ്ഞു, മോഹൻലാലിന്റെ പുറകെ തീ കത്തി. ഇനി മറ്റേതുണ്ടോ, ഇലുമിനാറ്റി ഉണ്ടോ, അതിനകത്ത് ഗുജറാത്ത് കലാപമുണ്ട്, പിന്നെ DYFI, RSS, എന്തിനാണ് ഇതൊക്കെ? എത്രയോ നല്ല സിനിമകൾ ഇറങ്ങിപ്പോകുന്നു ഈ അനാവശ്യമൊന്നും ഇല്ലാതെ. ഇരുന്നുകൊണ്ട് വെളിവില്ലാത്തവന്മാരെയാണ് കാണിച്ചെന്നും പറഞ്ഞുകൊണ്ട് ബാക്കി വിവരം ബോധമുള്ളവരിനകത്ത് ഇടപെടേണ്ട കാര്യമുണ്ടോ? എനിക്കറിയാൻ മേലാത്തതുകൊണ്ട് ചോദിക്കുക. ഞങ്ങൾ ഈ വെളിവില്ലാത്തവരുമായിട്ടൊക്കെ കാര്യങ്ങളൊക്കെ ഡീൽ ചെയ്യുന്ന ആൾക്കാരായതുകൊണ്ട്, പ്രത്യേകിച്ചും മറ്റേ ആക്ടർ, മറ്റേ ബ്ലോഗർ ഉണ്ടല്ലോ, അവനെ പോലുള്ള ഈ തമിഴ്നാട്ടിൽ നിന്ന് വന്ന അതിഥി തൊഴിലാളി, അങ്ങനത്തെ വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്ന ആളുകളായതുകൊണ്ട് മാത്രമാണ് എമ്പുരാൻ പോലത്തെ കാര്യങ്ങൾ, മോഹൻലാലിനെയൊക്കെ നമ്മളിവിടെ ഡീൽ ചെയ്യുന്നത്. അതേസമയം മറ്റുള്ളവർക്ക് പണിയുള്ളവർക്ക് ഇതൊന്നും പണിയല്ല. അതായത് മനസ്സിലായി, ഒരു പണിയില്ലാത്തവന്മാരുടെ പണിയല്ലടൂ. നമുക്ക് വേറെ പണിയൊന്നും ഇല്ല, ഉള്ള കാര്യം പറഞ്ഞു. മറഡോണ കഴിഞ്ഞേ ഉള്ളൂ, മെസ്സി എന്നൊന്നും പറയണ്ട. മെസ്സി മറഡോണ ഒക്കെ രണ്ടായിട്ട് വെക്കാം. പക്ഷെ മെസ്സി വേറെ സാധനം തന്നെയാണ്. ഫുട്ബോളിൽ ഇങ്ങനെ ഒരു സംഭവം ഞാൻ കണ്ടിട്ടില്ല. അതാണ് മെസ്സി, അത്രേ ഉള്ളൂ. മെസ്സിയെ മാത്രമേ കാണുന്നുള്ളൂ, അല്ലാതെ CR 7, 8 ഒന്നും നമ്മൾ ശ്രദ്ധിക്കാറില്ല. അതിനുള്ള ഇല്ലാത്തതുകൊണ്ടാണ് വേറൊന്നും തോന്നരുത്. നിങ്ങളൊക്കെ ചിലപ്പോൾ വല്ല PR വർക്ക് കണ്ടിട്ട് ഞെട്ടിയവരായിരിക്കും. നമ്മൾ PR വർക്ക് കാണാറില്ല, മനസ്സിലായില്ലേ? ഉമ്മ കിടന്ന് ജാടയും കോഴ്സും എന്നിട്ട് അവൻ തന്നെ പറയാം ഞാനാണ് ഏറ്റവും നല്ല ഫുട്ബോൾ. ഇത് വാണങ്ങൾ എന്നിട്ട് പോയേക്കെ സൗദി കളിക്ക്. മെസ്സി ഈസ് മെസ്സി, മെസ്സി ഒള്ളി മെസ്സി, അല്ലാതെ മെസ്സി ആൻഡ് മെസ്സി ഒള്ളി. അതിനിടയിൽ കയറ്റി ഒരുത്തനെ വെക്കണ്ട, അങ്ങോട്ട് കമ്പയർ ചെയ്യരുത്. വേണേ CR സൈഡിൽ കൂടെ അങ്ങ് പൊക്കോ അല്ലേ? എട്ടനാണ് ലലക്കനാണ്, അങ്ങനെ ഇനി വേറെ സാധനം വരും. ആണ് ലലക്കനാണ്, പിന്നെ അടുത്തത് തെറ്റിപ്പോയി, ലലക്കനാണ്, ലലക്കനാണ്, അത് വരും. പിന്നെ ലലക്കനാണ്, ലലക്കനാണ്, അങ്ങനെ പല സാധനം വരാതിരിക്കുന്നുണ്ട്. ഇത്രയും ചെയ്യാൻ ആദ്യം ചെയ്യാം. എട്ടനാണ്, ആരുടെ ഏട്ടൻ? എവിടത്തെ ഏട്ടൻ? എന്റെ ഒന്നും അടുത്തോട്ടൊന്നും വന്ന് ഏട്ടനാന്ന് പറഞ്ഞുകൊണ്ട് വന്ന ഏതാ നീ എന്ന് ചോദിക്കത്തുള്ളൂ, അത്രേ ഉള്ളൂ. നീ ഏതാന്ന് ചോദിക്കും. ഇവനൊക്കെ ഏട്ടനാണ്, എന്റെയോ? ആരുടെ ഏട്ടനാന്ന് ഈ പറയുന്നത്? പിന്നെ വന്നങ്ങ് പറഞ്ഞങ്ങ് നമ്മളങ്ങ് സമ്മതിക്കാൻ പോവാ. ഏട്ടനാണെന്ന്. ആരുടെ ഏട്ടൻ? ഇവന് ഏതാ നീ? ഞാൻ വേണം. ആരുടെ ഏട്ടനാണെങ്കിലും അത് അവിടെ പോയി പറ, നമ്മളോടൊന്നും വന്ന് പറയേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ ഇറങ്ങിയേക്കോ ഒരേട്ടൻ. കഥ അറിയത്തില്ല, സിനിമയും കണ്ടിട്ടില്ല, ചെയ്ത പണി അറിയത്തില്ല. അതും ശരിയാണല്ലോ. അല്ല കംപ്ലീറ്റ് ആണ്,
കംപ്ലീറ്റ് ആണ്. 40 വർഷം എഡിറ്റിംഗ് പഠിക്കാമെന്നും ആരും വിമർശിക്കരുതെന്ന് പറഞ്ഞ ആളാ വന്നിട്ട് ഇപ്പൊ പറയാ കണ്ടില്ല, സിനിമ കണ്ടില്ല, കഥ അറിയത്തില്ല. അയ്യോ, അവനെന്തോ പറഞ്ഞു, ഞാൻ എന്തോ ചെയ്തെന്ന്. 40 വർഷമായിട്ട് നിൽക്കുന്നവനെ കഴിഞ്ഞ 15 വർഷം 20 വർഷമായിട്ട് മാത്രം നിന്നൊരുത്തം വന്ന് പറ്റിച്ചിട്ട് പോയി. ഒരു ഒച്ചെറുക്കം വന്ന് പറ്റിച്ചിട്ട് പോയി. അവന്റെ അപ്പന്റെ പ്രായമുണ്ട്, അവനെ വന്ന് പറ്റിച്ചിട്ട് അങ്ങ് പോയി. പ്രസിഡന്റ് ആവും, പ്രസിഡന്റ്. അമ്മയുടെ പ്രസിഡന്റിനെ പറ്റിച്ചു, കേണലിനെ പറ്റിച്ചു, കംപ്ലീറ്റിനെ പറ്റിച്ചു, പത്മഭൂഷണെ പറ്റിച്ചു. ഇത്രയുള്ള സാധനം വന്നു എന്ന് പറയാം എനിക്ക് കഥ അറിയത്തില്ല എന്ന്. ഇവിടെ പോളോ ഇവിടെയും പോയി മിണ്ടാതെ ഏതൊരു മൂലയ്ക്ക് കുത്തി വന്ന് ഇരിക്കാവോ ഇതൊക്കെയാണെന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങോട്ട് ഇറങ്ങി വരാതിരിക്കും. വന്നേക്കുവോ ഓരോ മുടന്ത ന്യായവും കൊണ്ട്. കേണല് പത്മഭൂഷൺ, പത്മവിഭൂഷൺ കിട്ടുമെന്നൊക്കെ പറയുന്നുണ്ട്. കിട്ടിയോ? ഇല്ലല്ലേ? എന്നാ വേണ്ട, പത്മഭൂഷൺ നമ്പർ 1, 7ാം നമ്പർ CR7 പോലെ എല്ലാം കഴിഞ്ഞിട്ട് വന്നിട്ട് പറയാ എന്താ പറഞ്ഞേ, സിനിമ പ്രശ്നമുണ്ടെന്നോ? ഞാൻ ആ സിനിമയുടെ കഥ അറിയാതെ, എനിക്ക് ആ കഥ അറിയത്തില്ലെന്ന്, ഞാൻ അവിടെ ഇല്ലാന്നൊക്കെ പറഞ്ഞില്ല ചില ക്ലാസ്സില്. എന്നാ ഒരു സത്യം പറയട്ടെ, എനിക്കൊന്നും ഓർമ്മയില്ല. ഇന്നസെന്റിന്റെ ആ റോളൊക്കെയാണ് ഓർമ്മ വരുന്നത്. മണ്ടന്മാരെ, ഇങ്ങനെയൊക്കെ വന്ന് പറയാമോ എവിടെയെങ്കിലും? വേറെ എന്തെങ്കിലുമൊക്കെ പറയാം, എന്താ ഇല്ലാത്തേ? ഈ കൂട്ടത്തിൽ ഒരുത്തിനും ഇല്ലടാ ബോധമിടുള്ളവന്മാര്. എനിക്ക് അത് ഓർമ്മയില്ല. മറ്റേ പിള്ളേര് എനിക്ക് ഓർമ്മയില്ല എന്ന് പറഞ്ഞത് സ്റ്റൈലില്. എനിക്ക് അത് ഓർമ്മയില്ല എന്നാണ്, പക്ഷാണ് എടാ അമ്പടി നാണക്കേടാ. ഇതിൽ പരം നാണക്കേട് ഇനി ഉണ്ടാവാനില്ല. ഇതുകൂടെ ആയ സ്ഥിതിക്ക് ഇനി അങ്ങോട്ട് പോകാവോ? ഇതുവഴിയാലും ആ സൈഡിൽ കൂടെ അങ്ങ് വിട്ടേക്കാവോ? അറിയാത്ത പോലെ ചരിഞ്ഞങ്ങ് നടന്നത് നോക്കൂ. നൈസായിട്ട് അത് തന്നെ ഒന്ന് നേരെ പിടിച്ചിട്ട് അങ്ങ് നടന്നു. എല്ലാ ആൾക്കാരറിയും. ആരാ തലേ തുണിയിട്ടാൽ ഇയാളെ മനസ്സിലാവോടൂ. തലേ തുണിയിട്ട് ഓടിയാലും രക്ഷപ്പെടാൻ പറ്റാത്തൊരു പാവം മനുഷ്യനായിപ്പോയി. എന്ത് ചെയ്യാൻ പറ്റും? എല്ലാവരും തേച്ച് ഒട്ടിച്ച് ഒരു പരുവാക്കിയായി. മിക്കവാറും കടം കയറി ഇപ്പൊ വിൽക്കാൻ തുടങ്ങും പ്രോപ്പർട്ടിയൊക്കെ, ഒരു സംശയവും വേണ്ട. ഞാൻ ഉറപ്പ് പറയാം, ആ ഗതികേടിലോട്ട് പൊക്കോണ്ടിരിക്കുക. മിക്കവാറും കുറെ എസ്റ്റേറ്റ് ഒക്കെ ഇപ്പൊ വിറ്റ് തള്ളും. നോക്കൂ, നടക്കാൻ പോകുന്നു. അല്ലേ പിന്നെ വേറെന്തെങ്കിലും ചെയ്യേണ്ടി വരും. അമ്പടി ജിഞ്ചിന്നാക്കടി അത് തന്നെ. കഥ അറിയത്തില്ലല്ലേ നിനക്ക്? നീ പിന്നെ എന്തെടുക്കുവാണോ അവിടെ? വല്ല പിള്ളേരാണ് സമ്മതിക്കൂടെ ഇമാരിത് ചെയ്യാൻ? ഇപ്പൊ ഷെയ്നികം വന്നിട്ട് പറയുവാ എനിക്ക് ഞാൻ കഥ അറിയത്തില്ല എന്ന് പറഞ്ഞാൽ ഇമാര് വെറുതെ വിടുക അവനെ. അത് കൊള്ളാം. ഇത് നമ്മള് ഇതായി പോകും. ഞാൻ മറ്റേ ഇവൻ മാറ്റി വെച്ച വെള്ളം ഇങ്ങോട്ട് കൊണ്ടുവന്നേ, ഞാൻ ഇത് ഇങ്ങോട്ട് മാറ്റി വെച്ചിട്ട് വെള്ളം വെക്കാം. CR7 പിള്ളേർ ഇവിടെ ഇരിപ്പുണ്ട്, അവര് കാണട്ടെ. CR7 എന്തോ കൊക്കോള മാറ്റി വേണ്ടോ? ഞാൻ വെറുതെ പറഞ്ഞ കോമഡിക്ക് പറഞ്ഞ. ഞാൻ ഓർത്തിന് ഞാനിനി വല്ല വെള്ളം കൊണ്ടുവരുവാണെങ്കിൽ എനിക്ക് ഈ CR7 പരിപാടി ഒന്നും കാണിക്കാൻ. അതൊക്കെ CR7 പോലുള്ളവന്മാരുടെ പരിപാടി. അതും ശരിയാ. നമ്മള് പിന്നെ മെസ്സിയുടെ ആൾക്കാരായതുകൊണ്ട് പേടിക്കണ്ട. ഞാൻ പെട്ടെന്ന് ഓർത്ത് നീ എന്തുകൊണ്ട് ഇത് തന്റെ സാധനം കൂളിംഗ് ഗ്ലാസ് ആയതുകൊണ്ട് അത്ര ക്ലിയറും ആയില്ല. അല്ല എന്നാലും ഈടെ വേറെ എന്തൊക്കെ പറയാന്നതിന് എന്തെല്ലാം ന്യായീകരണങ്ങളുണ്ട്. അപ്പൊ തന്നെ അറിയാം എല്ലാം മറന്നുപോയി, എനിക്ക് ഒന്നും ഓർമ്മയില്ല, എല്ലാം മറന്നുപോയി, ഞാൻ കണ്ടില്ല. ഞാനല്ലെന്ന് പറയൂ. ഒരു ദിവസം വന്നിട്ട് ഇനി ഒരു ദിവസം വന്നിട്ട് പറയുമായിരിക്കും ആ സിനിമയിൽ അഭിനയിച്ച ഞാനല്ലെന്ന്. ഇയാളോട് കുറച്ചാൾ കഴിയുമ്പോഴേക്കും ഈ പറഞ്ഞ മറ്റേ ആള് പറയും ഈ പടത്തിൽ കുറെ അഭിനയിച്ചിട്ടല്ലോ മറ്റേ ആള് പെരുമ്പാവൂര് എന്തോ ഒരു വേഷം ചെയ്തിട്ടുണ്ട്. പെരുമ്പാവൂരാ മോഹൻലാൽ എന്ന് പറയുമായിരിക്കും. പെരുമ്പാവൂരാണ് മോഹൻലാൽ എന്ന് പറയും. അപ്പൊ മോഹൻലാൽ പറയും ശരിയാ അവനാ. ഓക്കെ, താനാണ് മോഹൻലാൽ, ഇനി ഞാനില്ല, ഞാൻ പോണോ? പുള്ളിക്ക് കാര്യം മനസ്സിലായി. പുള്ളി സങ്കടപ്പെട്ട് ഇറങ്ങി വന്ന് എല്ലാം പോയല്ലോ എന്ന് പറഞ്ഞ മൂടിലാണ്. ഇങ്ങനൊന്നും വന്ന് പറയിക്കരുത് കേട്ടോ ഇയാളെ കൊണ്ട്. ഇയാൾക്ക് അറിയത്തില്ല, ഇയാൾ വേറെ ആരും കൊള്ളാതെ ആൾക്കാരോട് ചോദിക്കുക. ഇത്രയും സമയമുണ്ട്. ഇത് കഴിഞ്ഞ് അങ്ങോട്ട് പോയി കിടന്ന് തിന്നും തൂറി ഉറങ്ങിയും ജീവിച്ചാൽ ഇങ്ങനെ ഇരിക്കും. അല്ല പിന്നെ എന്താ പറയണ്ട. ഒരു ജോലി ചെയ്യുമ്പോൾ ഒരു ആത്മാർത്ഥതയൊക്കെ വേണം ജോലിയോട്, സ്വന്തം ജോലിയോട്. അല്ല കണ്ടവർ എഡിറ്റ് ചെയ്യുമ്പോഴും അല്ലെങ്കിൽ റിവ്യൂ പറഞ്ഞപ്പോഴാണ് പടം പൊട്ടിയെന്നൊക്കെയുള്ള മുടന്ന ന്യായം ഇറക്കിക്കൊണ്ട് വന്ന് ഇന്റർവ്യൂ ഒന്നും കൊടുക്കുകയല്ല ചെയ്യുന്നത്. സ്വന്തം പണി എടുക്കുമ്പോൾ അതിനകത്ത് ആത്മാർത്ഥമായിട്ട് എടുക്കുക, അതിലൊരു അന്തസ്സ് കാണിക്കുക. അല്ലാതെ തോന്നിയ പോലെ ഓരോന്ന് എടുത്തു വെച്ചിട്ട് നേരത്തെ ഇതുകൊണ്ട് മണ്ടത്തരം വന്ന് പറഞ്ഞല്ലോ. ഏതോ ഒരു പടം എടുത്തപ്പോ ഇങ്ങനെ ഇവിടെ മറ്റേ ഇരുമടിക്കിട്ടെ ഇതാവുമ്പോ ഇവിടെ തട്ടി ഇട്ടാൽ മതി, അവിടെ കിടന്നോളൂ. നമുക്കൊക്കെ ബുദ്ധിമുട്ട് ഇത് പൊക്കി പിടിക്കണം. ആർക്കെങ്കിലും ഒക്കെ പോകണമല്ലോ, ഏതെങ്കിലും ഒരു സൈഡിൽ മാറ്റി ഇടേണ്ടി വരും. ഇതാവുമ്പോ ഒറ്റ സൈഡിൽ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ കൂളായിട്ട് നടന്നു പോകാം.
അതാണ് സീൻ. കൂടെ CI, തിരുവല്ല CI, എന്നിട്ട് അയാൾക്ക് സ്ഥലം മാറ്റം എന്നൊക്കെ പറയുന്നു. അതുകൊണ്ട് മാത്രമൊന്നും അല്ല, ഒരുപാട് കംപ്ലൈന്റും ആയിട്ടുണ്ട്. പുള്ളിയെ പറ്റി നമ്മളങ്ങനെ ആലോചിച്ചിരിക്കുമൊന്നുമല്ല. ഇതേപോലെ ഓരോന്ന് കിട്ടുമ്പോൾ ഓർമ്മ വരുന്നതെന്ന് പറയുന്നതേ ഉള്ളൂ. എന്നാലും പൃഥ്വിരാജ് കൊള്ളാം. പൃഥ്വിരാജ് അത്ര കൊള്ളതല്ല, മോഹൻലാലിനെ അല്ലേ പറ്റിച്ചുള്ളൂ. മോഹൻസം പറ്റിച്ചു, പ്രിയദർശൻ പറ്റിച്ചു, മറ്റേ എന്തോ ഉണ്ണികൃഷ്ണൻ പറ്റിച്ചു, പിന്നെ ഉണ്ണികൃഷ്ണൻ അത് തന്നെ ഉണ്ണികൃഷ്ണൻ പറ്റിച്ചു. ഉണ്ണികൃഷ്ണൻ പറ്റിച്ചു. ഇല്ല, ഒടിയനുണ്ടല്ലോ. ഒടിയൻ അത്ര വലിയ ഒടിയൻ, പക്ഷെ ഓസ്കാറാണ്. ഓസ്കാർ കിട്ടുന്നൊക്കെ പറയുമ്പോൾ മോഹൻലാൽ സ്റ്റേജിലൊക്കെ ഒന്ന് ഇങ്ങനെ ഇരുന്നിട്ട് ഓസ്കാർ കിട്ടാൻ പോകുന്ന നടന്നിരിക്കുന്ന പോലെ. രണ്ടുപേർക്ക് എങ്ങനെ പറ്റുന്നേ? പ്രതീക്ഷിച്ചില്ലേ? മറ്റേത് ഓസ്കാറിന് പോയിരിക്കുമല്ലോ. ഏതാ മരക്കാറോ, അറബിക്കടലിന്റെ സിംഹം. ഇപ്പൊ ഈ സമയത്തൊക്കെയാന്ന് പണ്ടേ മറ്റേ പുലിമുരുകനൊക്കെ ഒന്ന് റിലീസ് ചെയ്ത് നോക്കുക. ആൾക്കാർ തിയേറ്ററിൽ നിന്ന് കൂവുന്ന കേൾക്കാം. അന്ന് അബദ്ധം പറ്റിയവരൊക്കെ ഒന്ന് കയറിയാൽ മതി, കൂവി ഓടിക്കാൻ ഒറ്റ ദിവസം കൊണ്ട്. അന്ന് എന്തോ ഭാഗ്യത്തിന് എന്തോ ആൾക്കാരെ പറ്റിക്കാൻ പറ്റുന്ന ഒരു നമ്പർ ആരോ കണ്ടുപിടിച്ച് ശരിക്കും ഒന്ന് ഉപയോഗിച്ചത് കൊണ്ട് കുറച്ച് കാശുണ്ടാക്കി കാണും. ഉള്ളതാണോ പറഞ്ഞതെന്ന് പോലും അറിയത്തില്ല. കണ്ടിറങ്ങി ഒറ്റൊരുത്തിന് ആ പടം ഇഷ്ടപ്പെട്ടിട്ടില്ല. എന്നിട്ട് പറയാ പുലിമുരുകനാണ്. ഇരിക്കുക വന്ന് കയറെ തൂക്കിയിട്ട് ആട്ടുന്ന് മുരുക മുരുക വളി മുരുക എന്ന് പറഞ്ഞൊരു സാധനം ഇങ്ങനെ തൂങ്ങി ആടി ആരോടൊക്കെ മണ്ടക്കൊക്കെ ചവിട്ടി ഒരു തരം സ്റ്റണ്ട്. എന്നിട്ട് ഇങ്ങനെയൊക്കെ വന്നിരിക്കും. പുലിയെ പിടിക്കാൻ പറ്റിയൊരു സാധനം. അതിന് പട്ടിമുരുകനാണ് കറക്റ്റാണ്, പട്ടിയപ്പെടുത്തക്കാരൻ. അതിന് പറ്റും. പുലിമുരുകൻ എന്താടാ കുഴപ്പമെന്ന്? പുലിമുരുകൻ പുലിയെ പിടിക്കാനുള്ള ആളില്ല, അയാൾ അത്രയേ ഉള്ളൂ. ഒരു പട്ടിപിടുത്തക്കാരനായിരുന്നു ഞങ്ങൾ അങ്ങ് സമ്മതിച്ചേനെ. മൃഗയൊക്കെ സൂപ്പർ അല്ല, മൃഗ വേറെ പടം. അത് മോഹൻലാലിന് അതൊന്നും പറ്റത്തില്ല, ലുക്ക് കിട്ടുള്ള കളിയൊന്നും പറ്റത്തില്ല. അതൊക്കെ വേറെ ഒരു രീതിയിലോട്ട് മാറ്റാനും പറ്റത്തില്ല ഫിഗർ. മമ്മൂട്ടിക്ക് പിന്നെ എന്തും ചെയ്യാൻ പറ്റും, ഗ്ലാമറാക്കാനും പറ്റും, ഭയങ്കര വേറൊരു തരത്തിലാക്കാൻ പറ്റും, ഏത് രൂപത്തിലോട്ട് മാറ്റാൻ പുള്ളി. ഇയാൾക്ക് ആകെ ഒരു പരിപാടി പറ്റത്തുള്ളൂ, മുണ്ട് ഷർട്ട് കൊടുത്ത് ഏതെങ്കിലും അമ്പലത്തിന് ആൽത്തറയുടെ ചുറ്റും കിടന്ന് കറങ്ങി പാട്ട് പാടുവോ, അത് വല്ല മുണ്ടും മടക്കി കുത്തി ചേപ്പ സ്റ്റണ്ട് കാണിക്കുവോ, ഏത് ചുമ്മാ തറയടി കൂറ ഫൈറ്റും കാണിച്ച് നടക്കാൻ കൊള്ളാം. പിന്നെ ഈ പറഞ്ഞ പെണ്ണുങ്ങളെ പുറകെ നടക്കുമ്പോൾ ഒലിപ്പിക്കുന്ന സീനും സ്റ്റോക്കിംഗ് ഒക്കെ ഭയങ്കര ക്ലാസി സ്റ്റോക്കർ. അതാണ് ആറാട്ടനൊക്കെ കാണിക്കുന്നത് കിടന്നുണ്ട്. പുറകെ അങ്ങ് നടക്കുക, കോപ്പും പൊക്കി എടുത്തുണ്ട് എന്നൊക്കെ പറയുന്ന സാധനം കണ്ടിട്ട് എന്ന് പറഞ്ഞാൽ ആ ആറാട്ടെണ്ണം പോകുന്നത്. എന്താ ഞാൻ ഇത്രയും പുറകെ നടന്നില്ലേ? മോഹൻലാൽ നടക്കുമ്പോൾ പോസിറ്റീവ് സ്റ്റോക്കിംഗ് എന്നും ഞാൻ നടക്കുമ്പോൾ നെഗറ്റീവ് സ്റ്റോക്കിംഗ് എന്നൊക്കെ അയാൾ പറയുന്നേ. ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. മോഹൻലാലിന്റെ ആരാധകർക്ക് ഇങ്ങനെ ഒരു കുഴപ്പമുണ്ട്. അവരുടെ വിചാരം മോഹൻലാൽ എന്താ സംഭവമാണ്, മോഹൻലാൽ കാണിക്കുന്നതൊക്കെ ഭയങ്കര സ്റ്റൈലാണ്. അയ്യോ, റോഡിൽ കിടന്ന് തല്ലുണ്ടാക്കി. ആരാ? അയ്യോ, മുകേഷ് നായർ മോഹൻലാലിനെ പോലെ നടക്കുകയൊക്കെ ചെയ്യുള്ളൂ. അത് വേറെ ടൈപ്പ് എന്നെ വേറൊരാളെ പോലെ നടക്കാൻ പറ്റുന്നേ? വേറൊരാളായിട്ട് പുള്ളി നടക്കുക. ശരിക്കും ഇപ്പൊ ആരായിരിക്കും അത്? അവനെ ശരിക്കും അതല്ല രസം. അവനെ ശരിക്കും കാണണമെങ്കിൽ എന്ത് ചെയ്യണം? മുന്നേ മുകേഷ് നായരെ കാണണമെങ്കിൽ അവിടെ പോണോന്ന്. അതാ എനിക്ക് അറിയത്തില്ലടോ. അയാൾക്ക് തന്നെ കാണാൻ പറ്റുമെന്ന് ആർക്കറിയാം? കണ്ണാടി നോക്കിയ പോലെ അവനെ കാണുന്നില്ലായിരിക്കും. അയാള് കണ്ണാടി നോക്കുമ്പോൾ മോഹൻലാലിനെ ആയിരിക്കും കാണുന്നേ. ഇങ്ങനെ ഇറങ്ങി എന്നാ മോനെ ഇല്ല മോനെ ഒന്നുമില്ല. എന്നിട്ട് ഇങ്ങനെ കറങ്ങി ഇറങ്ങിയൊക്കെ പോവാ. നേരെ അടുത്ത് ഓട്ടോ പിടിച്ച് ജംഗ്ഷനിലോട്ട് അടിച്ചിട്ട് വീണ്ടും മോഹൻലാൽ, വീരും കൂടിയ മോഹൻലാൽ. മേജറിനെ കുറിച്ചൊക്കെ എന്തോ പറയാനാണ്. ഈ ഇന്ത്യയിലെ പോട്ടെ, ഈ കേരളത്തിലെ മുഴുവൻ മേജർമാർക്കും പട്ടാളക്കാർക്കും ഇതുപോലെ നാണക്കേട് ഉണ്ടാക്കിയ വേറൊരു മേജർ കേരളത്തിലില്ല, ഇന്ത്യയിലില്ല. അത്രേ ഉള്ളൂ. കൂടുതൽ ഡെക്കറേഷൻ ഒന്നും വേണ്ട. മേജർ കോപ്പാന്ന് പറഞ്ഞ് നടന്ന് കാണിക്കുന്ന പണിയാണ്. തട്ടിപ്പ് കേസ് എന്തൊക്കെയാ വരുന്ന ഒരു മേജറിന് നേരെ? ഇതിനു മുമ്പ് നിങ്ങൾ ഏതെങ്കിലും ഒരു മേജറിന് നേരെ തട്ടിപ്പ് കേസിൽ അറസ്റ്റിലാകാൻ പോകുന്ന വാർത്ത കണ്ടിട്ടുണ്ടോ? അല്ലെങ്കിൽ ഏതെങ്കിലും സ്ത്രീകളെ അപമാനിച്ചെന്ന് പറഞ്ഞിട്ട് വാർത്ത കണ്ടിട്ടുണ്ടോ?
വേഷം കെട്ടിച്ചെന്ന് ഏതെങ്കിലും ദുരിത മേഖലയിൽ പോയി കൊണോണ കാണിച്ചിട്ടുണ്ടോ? ഇത്തിരി ഫോട്ടോ എടുപ്പും മറ്റേ ഫോട്ടോഷൂട്ട് നടത്തി ഏതെങ്കിലും മേജർ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? വെറുതെ പോയി വായും പൊളിച്ച് ചെയ്യുന്ന മേജറെ കണ്ടിട്ടുണ്ടോ? അത് തന്നെ ഒരു ആക്ടർ എടുത്തിട്ട് തല്ലിയ മേജറിനെ കണ്ടിട്ടുണ്ടോ? അതാണ് മേജർ. ഒരു ദേശസ്നേഹി ആക്ടറെ തല്ലുപെടുത്ത മേജർ. അത് തന്നെ നടക്കുക എന്നിട്ട് ഉളുപ്പില്ലാതെ. ഇതിനെയൊക്കെ കാണുമ്പോഴ ഭയങ്കര വലിയ ഭയങ്കര സംഭവം പറഞ്ഞോണ്ട് ഇരുന്ന് ഇങ്ങനെ അങ്ങ് നടക്കുക അങ്ങ് എഴുന്നേറ്റ് രാവിലെ അങ്ങ് ഇറങ്ങി ഞാനൊരു സംഭവമാണ്, ഞാൻ കുറെ സംഭവം കാണിക്കാൻ പോവാണെന്ന് വെച്ചാൽ നല്ല വിഡ്ഢിത്തരം കാണിക്കും. ഇപ്പൊ വന്ന് പറഞ്ഞത് മൊത്തം വിഡ്ഢിത്തരം കേട്ടോ. മേജർ രവി പറഞ്ഞ വിഡ്ഢിത്തരമാണ് ഇതിനകത്ത് ഏറ്റവും വലിയ വിഡ്ഢിത്തരം. മോഹൻലാൽ സിനിമ കണ്ടിട്ടില്ലായിരുന്നെന്നും മോഹൻലാൽ മാപ്പ് പറയാൻ പോവാന്നും ഇതൊക്കെ അടിച്ചു വിട്ടത് മോഹൻലാലിനെ കളിയാക്കാൻ ഇതിനും വലിയ സാധനം വല്ലതും വേണമല്ലോ? ആർക്കെങ്കിലും കണ്ടാൽ എല്ലാവർക്കും മനസ്സിലാകത്തില്ലേ? സിനിമ എടുത്തു വെച്ചിട്ട് സിനിമ കഥ അറിയത്തില്ലല്ലോ, കംപ്ലീറ്റ് ആക്ടറാണ്. എനിക്കറിയത്തില്ല, എനിക്ക് മനസ്സിലാകുന്നില്ല ഇവിടെ പ്രശ്നം. കുറെ കാശൊക്കെ ആയി കഴിയുമ്പോൾ ആരുടെയും ബുദ്ധി വന്നിരിക്കും. അതെ അതെ, ആറാട്ടെണ്ണം പണ്ട് അലിൻ ജോസിനെ സപ്പോർട്ട് ചെയ്ത പോലെ ഉണ്ട്. എങ്ങനെയുണ്ട്? ഏതാ സെക്സ് ഒന്നും നടന്നിട്ടില്ല, ഓറൽ സെക്സ് നടന്നിട്ടുള്ളത്. പിന്നെ എന്തുവാടാ ഇത്? ഓറൽ സെക്സ് നടന്നുള്ളൂ എന്ന് വെച്ചാൽ ആറാട്ടെണ്ണം ഉദ്ദേശിച്ചായിട്ട് ഉമ്മ കൊടുക്കുക വേണ്ടി ചെയ്തെന്നുള്ളതാണ്. അതുപോലെ ഉണ്ട് മേജർ രവി. മേജർ രവി ആറാട്ടെണ്ണിന് സെയിം ഡിഫറെന്റ്. അതിൽ കൂടുതലൊന്നും ഇല്ല കേട്ടോ, കൂടുതലൊന്നും ഉണ്ടാക്കണ്ട. നമുക്ക് മനസ്സിലാവേണ്ടവർക്ക് എല്ലാം മനസ്സിലായിട്ടുണ്ട്. എനിക്കറിയാം പൊട്ടന്മാർക്ക് മനസ്സിലാകത്തില്ല. ആറാട്ടൻ ഇന്റർനെക്സില എന്ന് പറഞ്ഞ് വിശ്വസിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട് ഇവിടെ, അവരും ഉണ്ട്. ആ രണ്ട് ടീം അവര് ചിലപ്പോ പറയായിരിക്കും മേജർ വരുന്നു. എടോ യുദ്ധത്തിനൊക്കെ ഒരുപാട് വേറെ ബോധമുള്ളവരിവിടെ ഉള്ളതുകൊണ്ട് രക്ഷപ്പെട്ടു പോയതാ. പലപ്പോഴും ഇയാളൊക്കെ ജോലിക്കുന്ന സമയത്തിലൂടെ ഏറ്റവും കൂടുതൽ തീവ്രവാദി ആക്രമണം ഉണ്ടായത് മറന്നുപോയോ? പുൽവാമയിലും അവിടെ ഇവിടെയൊക്കെ പ്രശ്നം ഉണ്ടായപ്പോ ഇയാൾ അവിടെ ഉണ്ടാകുമെന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട്. അത് കഴിഞ്ഞ് പിന്നെ എവിടെയായിരുന്നു താൻ തീവ്രവാദി ആക്രമണം? ഇയാള് പണ്ട് മുതലേ സിനിമാക്കാരവിടെ ചെല്ലുമ്പോ പുള്ളി ഇതിന്റെ പുറകെ കൂടും. റോജയ്ക്കകത്ത് വരെ ഇയാളുടെ പേരുണ്ട്. ഇയാൾ ഇതിന്റെ വർക്ക് ചെയ്യുന്നതാണ് പട്ടാളത്തില്. ഉണ്ട്, എനിക്കറിയാം, ഉണ്ട്, സിനിമയിലും ഉണ്ട്. അതുകൂടാതെ ഇപ്പൊ സിനിമയുടെ ഇത് ഇത്തിരി മിലിറ്ററി സിനിമ എടുക്കുമ്പോ ഇയാളാണ് അതിന്റെ കോർഡിനേറ്റർ. ഇന്ത്യ മൊത്തം എടുത്തിട്ടുണ്ട് പുള്ളിക്ക്. അതാണ് പണി. കാരണം ഈ മിലിറ്ററിയുടെ പ്രൊമോഷനും മറ്റേ മറ്റേ ഇത് മോഹൻലാലിനൊക്കെ കേണലാക്കുന്ന മറ്റൊരു പരിപാടി നടത്തിയിട്ട് എന്താ ഉദ്ദേശം എന്ന് വെച്ചാൽ അവര് പറയുന്നത് യുവാക്കളെ ഈ പറഞ്ഞാല് പട്ടാളത്തിലേക്ക് റിക്രൂട്ട്മെന്റ് നടക്കുന്നുണ്ട്. കുറെ ആൾക്കാർ പട്ടാളത്തിൽ പിള്ളേർ ചേരുന്നു. അതല്ല. അപ്പൊ അതുപോലത്തെ സിനിമ വരുമ്പോ അല്ലടോ ഉണ്ടോ ഇവിടെ മിലിറ്ററിക്ക് അങ്ങനത്തെ ഒരു ആളുകളുണ്ട്. അത് പിന്നെ മോഹൻലാലിനെ പോലെ അല്ലല്ലോ. ബോർഡർ പോലത്തെ പടങ്ങള്, റോജ പോലത്തെ സിനിമ, ഇതിനൊക്കെ സത്യം പറഞ്ഞാൽ ദേശസ്നേഹം ഉണ്ടാക്കുന്ന സിനിമയ്ക്കകത്ത് മിലിറ്ററി നല്ലപോലെ സഹകരിക്കും. അതിനകത്ത് ഇങ്ങനെ ആ കാര്യത്തിൽ അയാളാണ് ആ ജോലി ചെയ്തോണ്ടിരുന്നത്. എടോ അയാൾ ആ പണിയാ ചെയ്തോണ്ടിരുന്നത്, മനസ്സിലായോ? പിന്നെ ശരിയാ, മോഹൻലാലിനെ വേണ്ടാന്ന്. അയ്യേ പട്ടാളക്കാരനായിട്ടൊന്നും നമുക്ക് സങ്കല്പിക്കാന്ന് പറഞ്ഞാൽ. മറ്റൊരു പടം ഉണ്ട്, ഒരു ടാങ്കിന്റെ മണ്ടയ്ക്ക് ഒരു ബോഡിയും പിടിച്ചോണ്ട് പുള്ളി ഏതോ ഒരു ബിഹൈൻഡ് ബോർഡേഴ്സ് എന്നൊരു പടത്തിന്റെ ഒരു ഭാഗം ഞാൻ കണ്ടു. ഏതോ ജീവൻ എന്ന് പറഞ്ഞൊരു നടനാന്ന് തോന്നുന്നു മരിക്കുന്നേ. അപ്പൊ ഇയാൾ ആ ബോഡിയും പിടിച്ചോണ്ട് ടാങ്കിന്റെ മണ്ടയ്ക്ക് കയറി ഇരുന്നിട്ട് ഇതും പിടിച്ചോണ്ടൊരു സീനുണ്ട് ഇങ്ങനെ ഇരിക്കുന്നത്. അയ്യോ അതെന്തോ വൃത്തികെട്ട സീനാന്നറിയോ? അതുപോലുണ്ട് അതില്. അത് പിന്നെയും ഭേദമാണ്. ഇതെന്തോ ഒരു വല്ലാത്തൊരു മനുഷ്യൻ ഇങ്ങനെ ഒരു സാധനം ടാങ്ക് ഒരു സൈഡ് ചരിഞ്ഞിരിക്കുന്നവരും തോന്നുന്നുണ്ട്. മറ്റൊരു ടാങ്ക് ഏറ്റു വെച്ച് കള്ള പടുവാ ഇന്നിറങ്ങിക്കോണം ഈ യുദ്ധക്കളത്തിൽ നിന്ന് എന്ന് പാകിസ്ഥാൻകാര് പറഞ്ഞേനെ. ഇറങ്ങി വന്നേക്കോ കൊറേ എണ്ണം പാകിസ്ഥാൻ യുദ്ധം അവസാനിപ്പിച്ചു. ഒരു പ്രശ്നം വിട്ടു പോകുന്നു. നമ്മളെ പ്രശ്നം ഞങ്ങൾ നിർത്തി. നമുക്ക് ഈ കളി ശരിയാകത്തില്ല. ലാലേട്ടനായിട്ടൊരു കേസ് ഞങ്ങൾ പിടിക്കത്തില്ല. ലാലേട്ടനെ ഞാൻ ഇറങ്ങിയ കേരളം മൊത്തം ഇറങ്ങും എന്നൊക്കെ പറയുന്നതായിട്ട് പേടിച്ചിരിക്കുക. പാകിസ്ഥാൻ, ചൈന വരെ പേടിച്ചു പോയെന്നായിട്ട്. കേരളം അല്ല, അവന്മാര് ചൈന കത്തിക്കും. ഒരുത്തം ഇവിടെ ഇരുന്നോണ്ട് പറയുന്ന ഓർക്കുന്നുണ്ട്, ചാലക്കുടിയോട്ട് പാടാന്ന് ചൈനക്കാരാന്ന്. മോഹൻലാലിന്റെ ആരാധനാന്ന് തോന്നുന്നു. നീ ഇങ്ങോട്ട് പാടാ, ചൈനക്കാരെ കാണിച്ചാൽ ഞങ്ങളെ തോക്കൊന്നും കാണത്തില്ല, നല്ല അടി വെച്ച് തരുമെന്ന്.
തെറിയൊക്കെ വന്നിട്ട് തെറിയ പിടിക്കുന്നുണ്ട്, കടിച്ചമർത്തിട്ടാ പറയുന്നത്. അടിച്ച് സെറ്റ് ആയിരിക്കും. മോഹൻലാലിന്റെ ആരാധനല്ലേ, വൈകിട്ട് എന്താ പരിപാടി എന്ന് വെച്ചപ്പോ പോയി അടിച്ചിട്ട് വന്നിരിക്കുക ആൽത്തറയില്. ആൽത്തറ മക്കൾ, ആൽത്തറ അനന്തു, അവനൊക്കെയാ മോഹൻലാലിന്റെ ആരാധകർ. പിന്നെ എങ്ങനെ ശരിയാവാന്? ഒന്നെങ്കിൽ നടൻ നന്നാണോ, അല്ലെ ആരാധകർ നന്നാണോ. ഇത് രണ്ടും ഇങ്ങനെ ആയിപ്പോയാൽ എന്ത് ചെയ്യാൻ പറ്റും? ഇതൊക്കെ കണ്ടിട്ട് മാസാണ്. ഇവിടെ തിയേറ്റർ ടിക്കറ്റിനങ്ങ് ഓടുക എന്ന് പറയണം. ഷാടിത്തുള്ളി കുറെ പിള്ളേരെ കണ്ടൊന്ന് വിളിച്ചു വരുത്തിട്ടുണ്ട്, ഒരു ചായ മടയം കണ്ടു കൊടുത്തപ്പോ. അയ്യോ, കുറെ എണ്ണം വന്നേക്ക് കോപ്പിലെ പടം എടുത്തോണ്ട് വന്നു. എനിക്കറിയത്തില്ല എന്തിനു മാപ്പ് പറഞ്ഞു. കഥ വായിക്കാത്തതിന് മാപ്പ് പറഞ്ഞു. അയാൾ എന്തിനാ പറയുന്നേ? എടാ, അയാൾ അഭിനയിച്ചതിന് എന്തിനാ അയാൾ മാപ്പ് പറയുന്നേ? അയാൾക്ക് എന്തോ ചെയ്യണമെന്ന് അറിയത്തില്ല. എനിക്ക് വീണ്ടും ആരാണ്ട് പറഞ്ഞു. ഇവിടുത്തെ പ്രശ്നം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോഴും ഈ സിനിമ മോഹൻലാലിന്റെ സിനിമ എന്നുള്ള പോലെ ഇരിക്കുന്നത്. അതെ, അഭിനയിക്കുന്ന ആളുടെ പേരിലേക്ക് ആരോപിക്കുന്ന പരിപാടി ഉണ്ടല്ലോ, അതാ നടന്നത്. അയാളുടെ സിനിമ എന്ന് പറയുന്നത്. ഇവിടെ മാപ്പ് പറയേണ്ടത് പൃഥ്വിരാജും മോഹൻലാലിന്റെ റോള് അത്രേ ഉള്ളൂ. മോഹൻലാൽ മാപ്പ് പറഞ്ഞത് എനിക്ക് തോന്നുന്നു ആരാണ്ട് അതും പറ്റിച്ചു. അതെന്തിനാ പറയുന്നത്? മാറി അങ്ങനെ പറയാൻ പറ്റത്തില്ലല്ലോ. പുള്ളി ഒരു നടനല്ലേ? അല്ല, പ്രൊഡ്യൂസർ പുള്ളിയാണോ? അല്ല, പിന്നെന്തിനാണ് ഒരു നടൻ മാപ്പ് പറയുന്നത്? ഒരു സിനിമയുടെ കഥ അങ്ങനെ ആയെങ്കിൽ ആദ്യം പറയേണ്ട ആള് പുള്ളിയല്ല, സംവിധായകനും തിരക്കഥാകൃത്തും. അതെ അതെ, സ്ക്രിപ്റ്റ് റൈറ്റർ കഴിഞ്ഞ് ഡയറക്ടറാണ് മെയിൻ. ഡയറക്ടർ കഴിഞ്ഞല്ലേ സിനിമ വരത്തുള്ളൂ. സ്ക്രിപ്റ്റ് വെച്ച് അവന്റെ കയ്യിലാണ് കിട്ടുന്നത്. സ്ക്രിപ്റ്റുമായിട്ട് ബന്ധമൊന്നുമില്ല. ഡയറക്ടർ അത്. അപ്പൊ ഡയറക്ടർ പറയണം. ഫസ്റ്റ് പറയേണ്ട ഡയറക്ടർ. പിന്നെ വേണേ നമുക്ക് ആ സൈഡിൽ നിൽക്കുന്ന നടനെ കൊണ്ട് പറയിക്കാം. അല്ലാതെ ഇയാളാണ് പട്ടാളക്കാരൻ അതുകൊണ്ട് പറഞ്ഞതാ. മനസ്സിലായോ? അപ്പൊ തിരിച്ചെടുത്ത് പറഞ്ഞോ. പട്ടാൾ അതാ കേട്ടോ. പക്ഷെ അപ്പോഴും പട്ടാളക്കാരൻ എന്തിനാ പറയുന്നേ? ഇയാൾ പട്ടാളക്കാരനാണോ നടനാണോ? അപ്പൊ ഇയാൾ ഒരിക്കലും പട്ടാളക്കാരനാകത്തില്ല, അത് ഉറപ്പാ. ശരിയാ. കാരണം എന്താന്ന് ചോദിച്ചാൽ ടെറിട്ടോറിയൽ ആർമിയും ഇന്ത്യൻ മിലിറ്ററിയും തമ്മിലുള്ള ബന്ധം കുറച്ച് ഈ തലയിലൊക്കെ മറ്റേ അല്ല, ഇങ്ങനെ ആ മറ്റേ ഇലയൊക്കെ വെച്ചിട്ട് ഇവിടെ പൂവൊക്കെ ഇങ്ങനെയൊക്കെ വരുന്നതാണോ? ഇങ്ങനെ നോക്കും. ആലിൻ ജോസ് പെരേരയുടെ അതേ സ്റ്റൈലാണോ? ആലിൻ ജോസ് പെരേരയും സുരേഷ് ഗോപിയും എന്തോ മുൻജന്മ സഹോദരന്മാരാണ്. മാപ്പ അമ്മേ അയ്യോ, സത്യമായി എനിക്ക് ഇവരോട് ഇതിലും കൂടുതൽ പുച്ഛമുണ്ട്. അത് ഞങ്ങൾ പ്രകടിപ്പിക്കാത്തതാ കേട്ടോ. സത്യം പറയാലോ, അത് മാത്രമേ ഉള്ളൂ. അത് തന്നെ പുച്ഛ, അത്രയും പുച്ഛ. അവന് കുറച്ചൊക്കെ പറയുന്നുള്ളു. അയ്യേ, അത്രേ ഉള്ളൂ. കുറെ എണ്ണം പൊക്കി പിടിച്ചോണ്ട് നടക്കുക. ഇതിനെയൊക്കെ ഒന്ന് താഴോട്ടെടുത്ത് വെച്ചാൽ അതുവഴി അത് ഞാൻ അവിടെ ഇരുന്നേനെ. പിന്നെയും പൊക്കിക്കൊണ്ട് നടക്കുക കുറെ എണ്ണം. സത്യമല്ലേ മൂവി? അതാണ് ഞാനും ആലോചിക്കുന്നത്. എനിക്ക് ശരിക്കും പറഞ്ഞാൽ നടൻ മോഹൻലാൽ മാപ്പ് പറയേണ്ട ആവശ്യമില്ല, അല്ലേ? മോഹൻലാൽ ചോദിക്കേണ്ട കാര്യം എന്നാ? ഇതിന്റെ പണി ഞാൻ ആ പണിയല്ലേ ചെയ്യുന്നത്. മിലിറ്ററി വരുമ്പോ മിലിറ്ററിയുടെ പണി ചെയ്യും. പിന്നെ നീയൊക്കെ എന്തോ വിചാരിച്ചോണ്ട് എന്നെ പിടിച്ച് മിലിറ്ററി ചേർത്ത്? ആരുടെ കുഴപ്പം അത്? അത് മിലിറ്ററിയുടെ കുഴപ്പം. ഇങ്ങനത്തെ പിടിച്ച് ഇങ്ങനെ എന്താ സിനിമാടനെ പിടിച്ച് ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ സിനിമയാണ് അഭിനയിക്കണ്ടേ? അയാൾക്ക് അത് അത്രേ ചെയ്യാൻ പറ്റത്തുള്ളൂ. പിന്നെ കഥയ്ക്കകത്ത പ്രശ്നം അല്ല മോഹൻലാലിന്റെ റോളോ അല്ലെ മോഹൻലാൽ അല്ല ഞാൻ ചെയ്തേ പിന്നെ പുള്ളി പഴയ ഫൗണ്ടേഷൻ എന്ന് പറയുന്ന സാധനം RSS ആയിട്ട് ടൈപ്പ് ചെയ്ത് ചെയ്യുന്ന ഒരു പ്രസ്ഥാനമാണ്. RSSന്റെ ഭാഗമാണ് അത്. അങ്ങനെ അത് വർക്ക് ചെയ്യുന്നു. വിശ്വശാന്തിയുള്ള ഫൗണ്ടേഷൻ. അതുകൊണ്ടാണ് ഇയാള് RSSന്റെ ഏതോ കേരളത്തിലെ ഏതോ മേധാവിയാണ് ഇയാൾക്ക് ഇതിനെ കുറിച്ചൊന്നും അറിഞ്ഞുകൂടായിരുന്നു എന്നൊക്കെ പറഞ്ഞ് എന്തോ. സെൻസർ ബോർഡിന് പണിയൊന്നും അല്ലത്. ആരുടെ പണിയൊന്നും ഇല്ല. സെൻസർ ബോർഡിനെ കുറ്റം പറഞ്ഞപ്പോൾ എല്ലാവരുടെ സെൻസർ ബോർഡ് ഉണ്ടെന്ന് പറഞ്ഞ സംഭവം ഓർത്തു. സെൻസർ ബോർഡ് മേജർ സാർ പറഞ്ഞെന്ന്.
മേജർ രവി ഫസ്റ്റ് ഷോ കണ്ടിട്ട് വീണ്ടും ഐമാക്സിൽ പോയി കണ്ടിട്ട് വീണ്ടും വന്നിട്ട് അറിഞ്ഞില്ല. ആരാണ്ട് പറഞ്ഞു തുടങ്ങിയപ്പോ മേജർ രവി പറയാ അത് സെൻസർ ബോർഡിന്റെ കുഴപ്പമാണ്, മൊണ്ണ പോയി ഇരിക്കുക ഇതും കണ്ടോണ്ട്. അയാൾ ആദ്യം കണ്ടു, ഇറങ്ങി വന്നപ്പോ ചോദിച്ചെന്ന് റിവ്യൂക്കാർ എങ്ങനെ ഉണ്ടെന്ന്. സൂപ്പർ, ഭയങ്കര നല്ല പടമാന്ന് പറഞ്ഞു. ആർട്ടി അല്ല എടുക്ക് ഫോണൊന്നും എടുത്ത് മേജർ രവിയുടെ റെസ്പോൺസ് ഞാൻ കാണിച്ചു തരാം. രവി എന്ന് പറഞ്ഞാൽ മതിയല്ലോ പറഞ്ഞ പോലെ. ഇവനെയൊക്കെ എന്തിനാ മേജർ എന്നൊക്കെ പറയുന്നത്? ആ മേജർമാർ മാത്രം നാണം കിടും, അതുകൊണ്ടാണ് കേട്ടോ, വേറെ ഒന്നും വിചാരിക്കരുത്. നാട്ടിൽ മറ്റു മേജർമാരും ഇപ്പൊ ജോലി എടുക്കുന്ന മേജർമാരെ അവമാനിക്കാൻ താല്പര്യം ഇല്ലാത്തതുകൊണ്ട് പറയുകയാണ് രവി. അല്ല പിന്നെ ഇത്തരം പരിപാടിയൊക്കെ അവതരിപ്പിക്കുന്നതിനൊക്കെയാ മേജർ എന്ന് വിചാരിക്കും. അത് വേണ്ട. ചരിത്രത്തിന്റെ ഭാഗമാണെന്നൊക്കെ പറഞ്ഞു വന്ന ആളാടാ ഇപ്പൊ ഇരുന്ന് പറയാ സെൻസർ ബോർഡ് മൂഞ്ചിച്ചെന്ന്. എടാ ഇയാൾക്കൊക്കെ ഉളുപ്പുണ്ടോടൂ? അറിയത്തില്ലെന്ന് പറഞ്ഞ് മാറി എവിടെയെങ്കിലും ഇരുന്നാ പോയി, അല്ലെ ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ടോ? പിന്നെ വന്നേക്കുവാ അവന്റെ പോലും പറയേണ്ട ആവശ്യമില്ലേ അല്ലേ? എന്ത് വന്നാലും ഇയാള് ഇമാതിരി കാണുന്ന അയാൾക്ക് കയറി ഇടപെടും. സിനിമ ഇയാള് ചുമ്മാ കയറി ഇടപെടുന്നതാണ്. ഇയാൾക്ക് ഈ മറ്റേ ഈ ആറാട്ടനെ പോലെ ഒരു അസുഖമുണ്ട്. ഏതോ മിലിറ്ററി കേട്ടോ ചാടി ഇറങ്ങി. മിലിറ്ററിക്കാരൻ ഞാനാണേ എന്റെ അടുത്തും വന്ന് എന്റെ പ്രശ്നം ഉണ്ടായപ്പോഴും പുള്ളി ഇരുന്ന് അവിടെ നിന്ന് പറയുന്നുണ്ട്. എന്നിട്ട് സിഐ ഇയാളെ വിളിച്ചു ചോദിക്കുക മേജർ രവിയെ, സാറേ വല്ല ഉണ്ടോ, ഞാൻ എന്തെങ്കിലും ചെയ്യണോന്ന്. മേജർ രവി പറഞ്ഞു എനിക്കൊന്നും അറിയത്തില്ല. അതെ, അതാ രസം. അടി നല്ലടി കിട്ടും. എന്താണ് മലയാള സിനിമയെ താഴ്ത്തി പറഞ്ഞ റിപ്പോർട്ടർ പൊളിച്ചടിക്കും മേജർ. പക്ഷെ ഒരു കാര്യമുണ്ട്, ഈ മേജർ രവി ഇതിനകത്ത് എന്തോ ഈ സിനിമയ്ക്കകത്ത് എന്തെങ്കിലും റോളുണ്ടോ എന്ന് നോക്കിയാൽ മനസ്സിലായി ഇയാൾ സിനിമയിൽ എന്തെങ്കിലും ചെയ്ത് കാണും. ഈ പട്ടാള പരിപാടി ഉള്ളതുകൊണ്ട് പുള്ളി കുറെ അറേഞ്ച്മെന്റ്സ് ചെയ്ത് കൊടുത്താണ് മറ്റേ ചെയ്ത പോലെ. എന്നിട്ടാ പിന്നെ വന്നിരുന്ന് ഇവിടെ കുറ്റം പറഞ്ഞേക്കുന്നത്. ഒരു ഡൗട്ടും വേണ്ട, അതിന്റെ ക്രെഡിറ്റ്സ് നോക്കിയാൽ അറിയാം മേജർ രവിയുടെ റോള് സിനിമയിൽ എന്തുവാണ്. കളിപ്പിക്കൽ പാർട്ടീസാന്നേ, തട്ടിപ്പുകാർ മൊത്തം തട്ടിപ്പ്. വെറുതെ ഒരു ബോധവും വിടുവില്ലാതെ എന്തിനൊക്കെ ചെയ്തു വെച്ചിട്ട് ലാസ്റ്റ് വന്നിട്ട് ആ പാൻ പിടിച്ച മോഹൻലാലിനെ പിടിച്ച് നടുക്കിട്ടിട്ട് കളിക്കുക. ഇത് പിന്നെ ഇയാളെ വിളിച്ചു ചോദിക്കുന്നത് ശാലരെ സമ്മതിക്കണം. മേജറെ വിളിച്ചു ചോദിച്ചേക്കുന്നത് എന്താന്ന് എന്തോന്ന് ആരോടാ ഈ പറയുന്നത്? ഇതല്ല അയാളെ ഉള്ളോന്നുള്ളതല്ല, ഇയാളെ ഇങ്ങനെ ഇറങ്ങി നടക്കുന്നുള്ളൂ. ഇങ്ങനത്തെ ഈ ചീള് കേസ് പിടിക്കണ്ടേ? അവിടെ മേജർമാർ ഇഷ്ടം പോലെ ഉണ്ട്. അവരൊക്കെ അവിടുത്തെ പണി വേറെയാണ്, ഇവരുടെ രണ്ടുപേരുടെ പണി വേറെയാണ്. അവരോട് ചോദിക്കാൻ അവർ പറയാനൊന്നും നിൽക്കത്തില്ല. സിനിമയെ പറ്റി പറയുന്നവരാണ് മേജർമാർ. പട്ടാളത്തെ കുറിച്ച് ചോദിച്ചാൽ പറയാൻ മേജർമാർ കാണും. പക്ഷെ ഈ സിനിമ പൊട്ടത്തരം കാണിക്കാൻ മേജർ ഒരാളെ ഉള്ളൂ കേരളത്തിൽ. അതാണ് ഇയാളുടെ റോള്. ഇയാളുടെ പണി അതാന്ന് പണ്ട്. ഇയാൾ ഈ സിനിമാ പരിപാടികൾ അറേഞ്ച് ചെയ്യുന്ന ഒരു മനുഷ്യനാ. ഏതാ മിലിറ്ററിയിൽ അങ്ങനെ ആ ഏരിയ പുള്ളി കൈകാര്യം ചെയ്തു. റോഡിന്റെ കുഴപ്പമാണെന്നൊക്കെ അതിനും ഇയാൾക്കത് മനസ്സിലായില്ല. പട്ടാളക്കാരെ ഇരുന്നിട്ട് മനസ്സിലായില്ല. എങ്ങനെയുണ്ട്? എന്നിട്ട് പിന്നെ അയാൾ വന്നിട്ട് എന്തിനാണ് സെൻസർ ബോർഡിനെ കുറ്റം പറയുന്നത്? സെൻസർ ബോർഡ് അവർക്ക് മനസ്സിലാവും ദേശവിരുദ്ധമായിട്ട് എന്തോ ഉണ്ടാകുന്നെന്ന്. അപ്പൊ തന്നെ അറിയുമല്ലോ. ആ സെക്കൻഡിലാണ് പുറത്തിറങ്ങിയിട്ട് തിയേറ്റർ റെസ്പോൺസ് എന്ന് പറയുമ്പോൾ വായം പൊളിച്ച് ക്യാമറയുടെ മുന്നിൽ സൂപ്പർ പടവാ, എനിക്ക് ഐമാക്സിൽ കൂടെ പോയി കാണണമെന്ന് പറയത്തില്ല. തനിക്ക് പറയാൻ അപ്പൊ ഒരു യോഗ്യതയില്ല. സ്ഥലം വിട്. വേറെ ഈ പൊട്ടന്മാരുടെ അടുത്ത് നിന്ന് പറ്റിക്കും കേട്ടോ. ഈ പാവങ്ങളെ പറ്റി ജീവിക്കുന്നവന്മാരായതുകൊണ്ട് അവരെയൊക്കെ പറ്റിക്കാൻ പറ്റത്തുള്ളൂ കേട്ടാ. അതൊന്നും വേണ്ട, കൂടുതൽ ഡെക്കറേഷൻ ഒന്നും വേണ്ട. അതൊന്നും അറിഞ്ഞിട്ടില്ല. പടം കണ്ടപ്പോ ഒന്നും അറിഞ്ഞില്ല. ഇയാൾക്ക് ആ പടത്തിന്റെ പിന്നണിയിൽ എന്തോ പ്രവർത്തനം ഉറപ്പായിട്ടും കാണും. അല്ല ആദ്യം ഇറങ്ങി പറഞ്ഞിരുന്നെങ്കിലേ സിനിമ ഓർത്തില്ലല്ലോ, ആദ്യം ബഹിഷ്കരണം വരത്തില്ലേ സിനിമയ്ക്ക്? എന്നാലും പറയണ്ടേ, ദേശസ്നേഹമല്ലേ വിഷയം. അപ്പം കൂട്ടുകാരൻ എന്തോ ചെയ്യും? അതൊന്നും പറഞ്ഞിട്ടില്ല. യുദ്ധത്തിൽ എവിടെ രാജ്യത്തിന് വേണ്ടി കൂട്ടുകാരൊന്നുമില്ല. അതും പട്ടാളക്കാരനുണ്ടോ? ഞാനെന്തീ പറയുന്നത്? ഒരു രാജ്യത്തിലോ ആര് ചെയ്താലും പട്ടാളക്കാരൻ അത് ആദ്യം അറിയണോ, അത് പറയണോ, അത് കൂട്ടുകാരനാണേലും അത് അറിയിക്കാൻ പിടിക്കുമോ? അവനെ ചിലപ്പോ വെടിവെച്ച് കൊന്നിരിക്കും. മേജർ രവിയുടെ തോക്കില്ലായിരിക്കും. എന്ന് വെടിവെച്ച് ഞാൻ കൊന്നേനെ, പിന്നെ ഞാൻ ചെയ്യാത്തതിന്റെ തോക്കില്ലാത്തോണ്ടാണ് റിട്ടേൺ ആയി പോയി. ഇല്ല ഇപ്പൊ ഇവിടെ ഒരു ലോഡ് ശവം വീണേനെ. ആളായിരുന്നു അവനെ ദേശസ്നേഹം കൊണ്ട്. ഇങ്ങനെയായിരിക്കും പറയാം. പുള്ളി ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ വരും, നടന്നിങ്ങനെ വന്നിട്ട്
റിട്ടയർ ആയി പോയി. എല്ലാം ഇവിടെ ഒരു ലോഡ് ശവം വീണേന്ന്. ആരുടെയാന്ന് ചോദിക്കുമ്പോ കുറെ സിനിമാക്കാരെ വെടിവെച്ച് കൊന്നേരാണ്. അയ്യോ, എന്നാലും എന്റെ പട്ടാളക്കാരാ, എന്റെ മേജറേ, സമ്മതിച്ചിരിക്കുന്നു മേജർ. മേജർ സൂപ്പർ. ഇത്രയും നല്ലൊരു മേജറെ കിട്ടിയ മലയാളികളൊന്ന് അഭിമാനിക്കൂ. എല്ലാവരും ഒന്ന് റെസ്പെക്ട് ചെയ്തേ. ദേശസ്നേഹമുള്ള മേജറെ കണ്ടിട്ട് ആരുടെ റെസ്പെക്ട് ചെയ്യാത്തെ? ഒന്ന് എഴുന്നേറ്റ് നിൽക്കാം. വേണം ജനങ്ങളെ ഒന്ന് പാടിക്കോളൂ. അതിനായക ജയ ഹേ ഭാരത ഭാഗ്യ വിധാത, പഞ്ചാബ് സിന്ധ് ഗുജറാത്ത് മറാഠ ദ്രാവിഡ ഉത്കല ബംഗ, വിന്ധ്യ ഹിമാചല യമുന ഗംഗ ഉജ്ജല ജലധി തരംഗ, തവ ശുഭ നാമേ ജാഹേ തവ ശുഭാശിഷ മാഗേ, ഗാഹേ തവ ജയ ഗാഥ, ജനഗണ മംഗളദായക ജയ ഹേ ഭാരത ഭാഗ്യ വിധാത, ജയ ഹേ ജയ ഹേ ജയ ഹേ ജയ 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 ഹേ. സ്കൂൾ വിട്ടല്ല, ആരും കഴിഞ്ഞിട്ടില്ല, പരിപാടി കഴിഞ്ഞിട്ടില്ല. അല്ല പിന്നെ ജയ് ഹിന്ദ്. ആ, നമുക്കുണ്ടാ അങ്ങനെ ദേശമാണോ ഇത്? അല്ല, നിന്റെ മാത്രം ദേശമാണ്. അത് കൊള്ളാം, കുറെ എണ്ണം ഇറങ്ങിയേക്കുന്ന അവന്റെ ആണ്. അങ്ങനൊന്നും വേണ്ട ഇവിടെ, അത് നടക്കത്തില്ല. പുള്ളിയാ അയാളാ രാജ്യദ്രോഹം ചെയ്തേക്കുന്നത്. ഒരു പട്ടാളക്കാരൻ സിനിമ കണ്ടിറങ്ങിയിട്ട് അതിനെപ്പറ്റി പറയാതെ, അതിലെ രാജ്യദ്രോഹം തിരിച്ചറിഞ്ഞിട്ട് അത് പറയാതിരിക്കുകയും പിന്നീട് പ്രശ്നമായപ്പോൾ തന്റെ ഉത്തരവാദിത്വത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറി സെൻസർ ബോർഡിനെ കുറ്റം പറയുകയും ചെയ്ത മേജർ രവി ഒരു രാജ്യദ്രോഹിയാണ്. ആ സുഹൃത്തിനെ ഒഴിവാക്കാൻ വേണ്ടി മിണ്ടാതിരുന്നു, ഉറപ്പാണ്. എല്ലാ അയാൾക്കത് മനസ്സിലാകാത്തതാണ്. എന്നാലും സമ്മതിക്കുവോ? അങ്ങനെയുണ്ട് ഉറപ്പായിട്ടും. അത് മോഹൻലാലിന് പൃഥ്വിരാജിനെ വേണ്ടിയിട്ട് മിണ്ടായിരുന്നാണ്. അങ്ങനെയുണ്ട് മേജർ രവി. അത് ദേശവിരുദ്ധമാണ്. ഒരു ദേശസ്നേഹിയായ ഒരു പട്ടാളക്കാരൻ മേജർ രവി ആയിരിക്കുമ്പോൾ മേജർ രവി സിനിമ കണ്ടിട്ട് ഇറങ്ങി വന്ന് പറഞ്ഞ ഇതല്ല. അപ്പൊ മേജർ രവി അറിഞ്ഞിട്ടില്ല. അല്ലേ മേജർ രവി കള്ളം പറയും. അല്ലെങ്കിൽ മേജർ അല്ല, മൈനർ ആയിരിക്കും. ഏതാണ് നിങ്ങൾ സമ്മതിക്കുന്നത്? പേട്രിയോട്ടിക് വികാരം ഉരുളുക കിടന്ന്. അയാള് കണ്ടിട്ടില്ല, താൻ കണ്ടില്ലേ? വീഡിയോ എടുത്തിട്ടുള്ളൂ. പണ്ട് വീണെടുത്തിടുന്നില്ലാന്ന്, ഇപ്പൊ വീഡിയോ എടുത്തിടുന്നത്. ശരിയാ, ദേശസ്നേഹികളുടെ വികാരം മനസ്സിലായെന്ന്. മോഹൻലാലിന് കാര്യം ആ പടം കണ്ടിട്ടില്ലെന്നുള്ള കാര്യം ശരിയായിരിക്കും. കാരണം ഇത് കണ്ടോ, ഈ ഇറങ്ങി വരുന്ന കണ്ടറിയാം മോഹൻലാൽ അവിടെ വെച്ചാ പടം കണ്ടത്. ആ മോഹന്റെ കണ്ടറിയാം. നോക്കിക്കോണേ, ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് എന്തിട്ടിട്ട് കാര്യം കണ്ടോ, മോഹൻ വിളിച്ചിരിക്കുന്നുണ്ടോ? പുള്ളി പടം കണ്ട് പേടിച്ചു പോയി. പുള്ളിക്ക് അപ്പോഴാ മനസ്സിലായത് പടം കഥ വായിക്കാതെ സിനിമയിൽ അഭിനയിക്കരുതെന്ന്. ഇപ്പോഴാ മനസ്സിലായത്. അതുവരെ പുള്ളിക്ക് മനസ്സിലായി. ഇതിനകത്തുണ്ടോ മേജർ കാണാൻ ഈ മൂലിക്ക് വല്ല നിപ്പുണ്ട്. അതിന്റെ പുറകെ വാല പോലെ നടക്കുന്നതാണല്ലോ മോഹൻലാലിന്റെ. ഇത് ശരിക്കും മോഹൻലാലിന്റെ മോഹന്ത ഭയങ്കര കറുത്തായിരിക്കും. വേറൊരു പേഴ്സ്പെക്റ്റീവിൽ ഈ പുള്ളിയെ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോ നമുക്ക് ഇയാളുടെ വിഷമം തോന്നുമായിരിക്കും അല്ലേ? നമുക്കറിയാത്ത ശരിയാ. ഇത്രയും കാലമായിട്ട് ഇയാള് ഇങ്ങനെ നടക്കണം, അതായിരിക്കും ഇയാളുടെ അടുത്ത് നിൽക്കുന്നവർക്കൊക്കെ ഇയാളൊരു ദേഷ്യവും ചുറ്റും നിന്ന് ആൾക്കാർ പറ്റിച്ചോണ്ടിരിക്കുന്നു. നാട്ടുകാരാ പിടിച്ചു നിർത്തിയിരിക്കുന്നു ഈ പാവത്തിന്. സിനിമാളന്മാര് ഈ സിനിമ മേഖലയുള്ള മുഴുവൻ പൊട്ടന്മാരും കണ്ടിട്ടുണ്ട്. അവർക്ക് ആ ദേശസ്നേഹം ഇല്ല. പക്ഷെ എന്തൊരു കഷ്ടമാണെന്ന് എനിക്കോണ്. എന്നിട്ട് പറയാ കഥ കണ്ടില്ല, കേട്ടില്ല, സിനിമ കണ്ടു ഇമാരല്ല. ആ പടം കാണാൻ വന്നിട്ടുണ്ടാന്നേ. ഇത് കണ്ടോണേ, കാണുന്നതിന് മുമ്പ് പുള്ളിയുടെ ഡയലോഗ് കേട്ടോണം. കണ്ടു കഴിഞ്ഞിട്ടും പുള്ളി ഇത്രയും ദിവസം ഉണ്ടായിരുന്നു. കണ്ടോ, സിനിമ കാണാൻ കേറി, എന്നിട്ട് ഇന്നലെ വന്നേക്കുവാ.
ചെമ്പുരാനകത്ത് ദേശപിരിത ഉണ്ടെന്ന് ഞാൻ ഇപ്പഴാ അറിഞ്ഞതെന്ന്. വലിയ പട്ടാളക്കാരനാ, മേജറാ. എന്താ പറയാ, സെൻസർ ബോർഡിന്റെ കുഴപ്പമാണ്. നീ അപ്പൊ എന്തോ അറിയാ കണ്ടത് അങ്ങനെയാണല്ലോ. അല്ലേ ഒറ്റക്കാര്യം നോക്കിയാൽ ഇയാളുടെ വക അവിടെ കേസ് നോക്കിയാൽ മാത്രം ആരുടെ? മേജർ രവിയുടെ. മേജർ രവി കേസൊന്നും കൊടുക്കത്തില്ല. കൊടുത്തിട്ടില്ലെങ്കിൽ മനഃപൂർവ്വം ഉണ്ടായിരുന്നു. ഒരു ദേശവിരുദ്ധ പ്രവർത്തനം കണ്ടിട്ട് മിണ്ടാതിരുന്നിട്ട് എന്നിട്ട് പറയാം അവിടെ വിവരമുള്ളവർ വേണ്ടെന്ന്. അതിന്റെ ഡയലോഗ് എടുക്കാം. ദേശവിരുദ്ധ പ്രവർത്തനം നടത്തിയേക്കുന്ന ഒരു പട്ടാളക്കാർ. ഓക്കെ, ബാക്കി പൃഥ്വിരാജനൊക്കെ അങ്ങോട്ട് വിടാം. പൃഥ്വിരാജൊന്നും അത്ര അറിവൊന്നുമില്ല, ഇംഗ്ലീഷ് മാത്രമേ അറിയത്തുള്ളൂ. സിനിമാക്കാര് ഇതിനകത്ത് പോയി ഫസ്റ്റ് ഡേ കണ്ട മേജർ രവിക്ക് കണ്ടിട്ട് മനസ്സിലായില്ലെന്ന്. എന്നിട്ട് പറയാ അതിനകത്ത് അയാളുടെ ഡയലോഗ് എന്താണെന്നറിയോ? ഇതിനകത്ത് വന്നിരുന്ന് പറഞ്ഞത് സെൽഫി എടുത്തോണ്ട് സെൻസർ ബോർഡിൽ വിവരമുള്ളവന്മാര് വേണ്ടെന്ന്, ദേശസ്നേഹമുള്ളവർ വേണ്ടേ, വിവരമുള്ളവർ വേണ്ടെന്ന്. അപ്പൊ ഇവന് രണ്ടുമില്ല. ഇവന് വിവരവും ഇല്ല, ദേശസ്നേഹവും ഇല്ല. പൊട്ടനാട്ടം കാണുന്ന പോലെ പോയിരുന്ന് കണ്ടിട്ട് വന്നിട്ട് ഒരനക്കവും ഇല്ലാതെ വീട്ടിൽ പോയിരുന്നിട്ട് ഇപ്പൊ പിറ്റേ ദിവസം ആരാണ്ട് പറഞ്ഞെന്ന് ദേശസ്നേഹം എന്ന് മേജർ അറിഞ്ഞില്ല. അത്രേ ഉള്ളൂ. അതുപോലും മനസ്സിലാകാത്ത മേജറാണ്. എന്തിനാണോ മേജറാണെന്ന് പറഞ്ഞ് ഇനിയും നടക്കുന്നത്? മൈനറാണെന്ന് പറഞ്ഞുകൊണ്ട് ഇറങ്ങുന്നത്. മേജർ സെൻസർ ബോർഡിൽ മേജർമാരുണ്ടോ? സെൻസർ ബോർഡിൽ എത്ര മേജർമാരുണ്ട്? ഈ പ്രത്യേകതരം ദേശവിരുദ്ധമായ എന്തോ ഉണ്ടെന്ന് മനസ്സിലാക്കാൻ പറ്റാത്ത എത്ര മേജർമാരാണ് സെൻസർ ബോർഡിൽ? അവിടെ സിനിമാക്കാരൊക്കെ ഉള്ളൂ, കലാകാരന്മാർ. അവർക്ക് അറിയത്തില്ല മിലിറ്ററിയുടെ പരിപാടി എന്താണ്. അല്ല, ഇവര് കണ്ടെത്തിയ ദേശദ്രോഹം എന്താണെന്ന് അവർക്ക് മനസ്സിലാക്കാനുള്ള ബോധമൊന്നും ഇല്ല. പക്ഷെ ഒരു മേജർ എന്ന ആള് അറിയാതിരുന്നു, അയാൾക്ക് മനസ്സിലായില്ലെന്ന് ഒന്നെങ്കിൽ അയാൾക്ക് മനസ്സിലായില്ലെന്ന് പറയണം, അല്ല അയാൾക്ക് മനസ്സിലായിട്ട് മിണ്ടായിരുന്നെന്ന് പറയണം. അല്ലാതെ 2 ദിവസം കഴിഞ്ഞപ്പോ ആരോ ഇടുന്ന വേറെ ആരാണ്ട് കണ്ടുപിടിച്ചിട്ട് ദേശസ്നേഹം പൊക്കിയെടുത്തോണ്ട് വന്നപ്പോ ഇപ്പൊ പൊട്ടും അന്ന് വായ്മൊളിച്ചിരിക്കുക. എന്നിട്ട് പറയാമോ സെൻസർ ബോർഡിൽ വിവരമുള്ളവരില്ല, ദേശസ്നേഹികളില്ലെന്ന്? ഇയാൾ എന്താ വേടേ? മോഹൻലാലിന്റെ കൂട്ടുകാരൻ തന്നെ. അങ്ങനെ ഊമ്പിക്കല്ലേ ഒരു മനുഷ്യന് കേട്ടോ. ഈ പ്രാവശ്യം നമ്മൾ മോഹൻലാലിന്റെ കൂടെയാണേ. മോഹൻലാൽ ശരിയാ, അവിടെ നോക്കിയില്ല, അഭിനയിച്ചില്ല. പക്ഷെ ഇവനൊക്കെ എന്താ ഈ പറയുന്നിരുന്നോണ്ട് അങ്ങനെ അങ്ങ് വിട്ടാ പറ്റുമോ? എല്ലാവരും അയട മണ്ടയ്ക്കോട്ട് മാത്രം കയറി അങ്ങനെ ശരിയാവുന്നു. ഇത് മാറ്റി പറയാം, ഒരു 5 മിനിറ്റ് സമയം തരണമെന്ന്. അല്ല പിന്നെ ഇവനൊക്കെ എന്തോ ഈ കിടന്ന് കളിക്കുന്നത്? മോഹൻലാൽ ശരിയാ, ഇങ്ങനത്തെ ഒരുത്തരാന്ന് ഞങ്ങൾക്ക് അറിയാം. മോഹൻലാലിന് കുറച്ച് പ്രശ്നങ്ങളുണ്ട്. മോഹൻലാൽ ഇപ്പൊ മണ്ടത്തിലെ കാണിക്കാൻ മോഹൻലാലിന് 2ാമത്തെ പ്രാവശ്യം മേജർ രവി കുഴി ചാടിക്കുന്നു. ഒന്ന് ആ മുണ്ടക്കയിൽ വേഷം കെട്ടിച്ചത്, ഇപ്പൊ ദേശവിരുദ്ധ പ്രവർത്തനം ഉണ്ടായിട്ട് മിണ്ടായിരുന്നത്. ആദ്യത്തെ ദിവസം തന്നെ അത് കണ്ടുപിടിച്ചിരുന്ന ഇത്ര നാണം കിടത്തില്ലായിരുന്നു. അല്ല ഇവനൊക്കെ ഇങ്ങനെ ഒരു പടം ഇറങ്ങുമ്പോ മേജർ രവി പോയി നോക്കണമെന്ന് എന്തോ കാണണേ, എന്തോ പറയാൻ പോയി കാണുന്ന ഇതൊക്കെ. പിന്നെ ഒരു പട്ടാളം ഉള്ള എന്തെങ്കിലും തരത്തിലുള്ള ഇത്തിരി സിനിമ എടുക്കുമ്പോൾ മേജർ രവി കണ്ടില്ലെന്ന്, നോക്കിയില്ല, ശ്രദ്ധിച്ചില്ലെന്ന് പറയുന്നത് സെൻസർ ബോർഡിനൊക്കെ പ്രസക്തമാണ് മേജർ രവിയുടെ റോൾ അവിടെ. അതും ഏറ്റവും അടുത്ത സുഹൃത്ത് ശാന്തികുള ദിനേശിന്റെ പ്രസിഡന്റ്. മേജർ രവി ആയിട്ടുള്ള കമ്പനി നിർത്തിക്കോ? മോഹൻലാലിനോട് ഞാൻ ആരെല്ലാം അയച്ചു കൊടുക്കുക കേട്ടോ. ഇയാളെ മഹാ അലമ്പ. അയാൾക്ക് ഒന്നും അറിയത്തില്ല. അയാൾക്ക് എവിടെ ഈ വേഷം ഇടണമെന്ന് അറിയത്തില്ല, എവിടെയൊക്കെ പോകണമെന്ന് അറിയത്തില്ല, അവിടെ ചെന്ന് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. അന്ന് മുണ്ടക്കയിൽ ഇയാൾ കൂടെ നിൽക്കുമ്പോഴാണോ സെൽഫിയും ഈ പറഞ്ഞ ഫോട്ടോഷൂട്ടും നടന്നത്? അത് കഴിഞ്ഞ് ഇപ്പൊ വന്ന് സിനിമയുടെ അതിനകത്ത് ഇതെല്ലാം നോക്കിയിരുന്നു, വായും വിളിച്ചിരുന്നത് ഒന്നും കണ്ടില്ല, അറിഞ്ഞില്ല, പിന്നെ പോയേക്കുക. അത് കഴിഞ്ഞ് പിറ്റേ ദിവസം വന്ന് കുറ്റവും അതിനകത്ത് അങ്ങനെ ഒന്നും ഉണ്ടാകുന്നു, സെൻസർ ബോർഡിന്റെ കുഴപ്പമാണെന്നൊക്കെ പറഞ്ഞ് വിഡ്ഢി കളിക്കുന്നത് ആൾക്കാരെ കൊണ്ട് പറയിക്കുന്ന ആരാ? അയാളെ വിട്ടേക്ക് കേട്ടോ. മോഹൻലാൽ അറിഞ്ഞിരുന്നു ഉള്ള കാര്യം ഞാൻ പറയാം. ഇങ്ങനത്തെ കമ്പനിയാണ് ഇയാളുടെ കുഴപ്പം. ഇങ്ങനത്തെ കുറെ കുരിപ്പുകൾ ഇറങ്ങിയിട്ടുണ്ട്. ഇങ്ങനെ ഒരാൾ രക്ഷപ്പെട്ട് കഴിഞ്ഞാൽ അയാളെ ചുറ്റി ഇങ്ങനെയുള്ളവന്മാർ കൂടി അയാളെ മുടിപ്പിക്കുമെന്ന്. എവിടെ ഇങ്ങനെയുള്ളവങ്ങളുണ്ടോ? അത് പ്രത്യേകിച്ച് കാശുണ്ടായിട്ട് കാര്യമില്ല, എല്ലാം പേരായിപ്പോയി. ഈ പറഞ്ഞ അലിൻ ജോസിന് പെട്ടെന്ന് ഒരു ദിവസം കോടികൾ ഉണ്ടായി കഴിഞ്ഞാൽ അലിൻ ജോസിനൊന്നും അറിയത്തില്ലായിരിക്കും, കൂടെ കൂടുന്ന ആട്ടാകെ കൂടെ പറ്റിക്കുന്നു. പിന്നെ അലിൻ ജോസിനോട് പറഞ്ഞിട്ട് കാര്യമില്ല, മോഹൻലാലിനോട് പറഞ്ഞിട്ട് കാര്യമില്ല. എടോ രസം എന്നാ, അലിൻ ജോസിനോട് പറഞ്ഞാൽ അലിൻ ജോസിന് മനസ്സിലാകത്തില്ല, മോഹൻലാലിനോട് പറഞ്ഞാൽ മോഹൻലാലിന് മനസ്സിലാകത്തില്ല. ഇല്ലേ? നമ്മൾ ആറാട്ടിന് വേണ്ടി നിന്ന പോലെ ആയി പോകും. മോഹൻലാലിന് കാശുണ്ട്. അല്ല അലിൻ ജോസിന് കാശുണ്ടോ? മറ്റവരെ സംബന്ധിച്ച് നോക്കുമ്പോ കൂടെ നടക്കുന്ന നാട്ടാതിനെയൊക്കെ വെച്ച് നോക്കുമ്പോ അലിൻ ജോസ് റിച്ചാ. കഴിഞ്ഞ ദിവസം ഫോട്ടോ ഇട്ട് AC-യുടെ മുന്നിൽ നിന്നുകൊണ്ട് ലക്ഷറി ലൈഫ് എന്നും പറഞ്ഞുകൊണ്ട്. കൂടെ നടക്കുന്ന നാട്ടുകാർക്ക് ഫുഡൊക്കെ അടിക്കുന്നില്ലേ? എന്തെങ്കിലും പരിപാടിയൊക്കെ പിടിച്ചു കൊടുക്കും, സിനിമ മറ്റു കാര്യങ്ങളൊക്കെ നോക്കും, ഫണ്ടൊക്കെ മേടിച്ചെടുക്കും. അല്ലെങ്കിൽ ഇവന് കാശൊന്നും കൊടുക്കും. ഇവന് 100 രൂപ മതി, മറ്റവന്മാരാകുമ്പോ 500 രൂപ മേടിക്കും. മനസ്സിലായി? എല്ലാവരും കൂടി ബിരിയാണി കഴിക്കും. 100 രൂപ അല്ല ബിരിയാണി 100 രൂപ ഒന്നും കൊടുക്കുന്നില്ല, ബിരിയാണി കൊടുക്കുന്നുണ്ട്. മോഹൻലാലിനും ബിരിയാണിയാ കൊടുക്കുന്നത്, നമുക്കറിയാലോ. മോഹൻലാൽ ബിരിയാണി ഇഷ്ടമാ.
അപ്പൊ മോഹൻലാലിന് ബിരിയാണിയും കൊണ്ട് കൊടുക്കും ഇവന്മാര്, ചില്ലറയും കൊടുക്കും, അത് മേടിച്ചോണ്ട് അങ്ങ് പോകും. അതെവിടെ നടന്നോണ്ടിരിക്കുന്നത്? എടോ താനല്ലേടോ പടം കഴിഞ്ഞ് ലാലേട്ടനെ കെട്ടിപ്പിടിച്ച് പടം കിടലിനാണെന്ന് പറഞ്ഞാന്ന്. എല്ലാരും കണ്ടിട്ടുണ്ട്. ശരിയാ, അത് മതി അറിയാ, അതിന്റെ ആവശ്യമൊക്കെ. എന്നാൽ പിന്നെ ഇത് മോഹൻലാൽ നേരിട്ട് പറയട്ടെ, താൻ പറയുന്നത് ഞങ്ങൾ എന്തിനു കേൾക്കണം? ശരിയല്ലേ? ഇയാൾ ആരാ? എമ്പുരാൻ 17 സുന്നത്തും ചെയ്ത് തിങ്കളാഴ്ച മുതൽ എംബീരാൻ എന്ന പേരിൽ പ്രദർശനം ആരംഭിക്കും നിർമ്മാതാക്കൾ. എംബീരാൻ മട്ടാഞ്ചേരി, മുഹമ്മദ് ബീരാൻ, അങ്ങനെ മാറ്റി പേര്. എന്താണ് എനിക്കൊരു പിടിയില്ല. ഞാൻ ആദ്യം എല്ലാം പറഞ്ഞ് മനസ്സിലാക്കി. അപ്പൊ ഇവരുടെ എല്ലാം പ്രശ്നം ആദ്യം പറയുന്നത് മോഹൻലാലിന്റെ ലെഫ്റ്റനന്റ് റാങ്ക് എടുത്തുകളെ ബോർഡ് വരുന്നു മതി, താൻ പോയി വേറെ ഇയാളെ കളയുന്നത്. ഇയാൾ ഇനി മേജർ ആണെന്ന് പറഞ്ഞ് ഇതുവഴി നടക്കാതെ വേറെ ഏതൊരു വീട്ടിൽ കുത്തി ഇരിക്കരുത്. എന്തിനാ ഇങ്ങനെ? അത്രയും പറഞ്ഞിട്ട് പോയ പുള്ളിയാണ്. ദേശവിരുദ്ധ ഐമാക്സിൽ എങ്ങനെ ഉണ്ടെന്ന് നോക്കട്ടെന്ന്, അതുകൂടെ കഴിഞ്ഞിട്ട് പറയാമെന്ന്. അയ്യോ, അതെ അതെ, ശരിയാ ശരിയാ. മേജറിന്റെ ബുദ്ധി മിസൈല് പോലെ, വാണം പോലെ, അത്രേ ഉള്ളൂ. ഒരു എലിവാണം, അതിനുള്ള ഡെക്കറേഷൻ ഒന്നും വേണ്ട. അത് അവനൊക്കെ ഭാഗ്യവാനാണ് ഇങ്ങനെ ഒരു പടമൊക്കെ ചെയ്യാൻ പറ്റുന്നത്. അവനൊക്കെ ഭാഗ്യവാനാണ് ഇങ്ങനെ ഒരു പടമൊക്കെ ചെയ്യാൻ പറ്റുന്നത്. അയ്യോ, ഡയറക്ടറുടെ ഒരു ഡ്രീമാണ് ഇങ്ങനെയൊക്കെ ഒരു പടം ചെയ്യാൻ. എവിടെ ഇറങ്ങി എന്ത് പണ്ടത്തിനും പറഞ്ഞ ഇങ്ങനെ ആത്മാർത്ഥമായിട്ട് അഭിപ്രായം പറയണോ? ഇനിയെങ്കിലും ജീവിതമല്ലേ ഇതൊക്കെ, മനുഷ്യരല്ലേ. തരത്തിലുണ്ട്. അത് നമുക്ക് എങ്ങനെയായാലും ആ ഒരു മൂന്നാമത്തെ ഭാഗത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യാം. അതും വേണമെന്നാ പുള്ളിക്ക്. ഏത് ഇനി മൂന്നാമത്തെ ഭാഗം കൂടെ വേണമെന്ന് പറഞ്ഞിട്ടാ സിനിമ കണ്ടിറങ്ങിയ ഒരാൾ ആവർത്തിക്കില്ല. ഇവിടെ ചിലവന്മാരൊക്കെ തെറി കുളിക്കുന്നുണ്ട്. സിനിമ കണ്ട ഒരാളെ പറഞ്ഞെന്താ അറിയാമോ? ഒരാൾക്ക് കുറെ തരം ഫാബ്രിക്കും കളറും ഒക്കെ ഇഷ്ടമാണ്. ഇയാൾ എന്തെന്നറിയോ, ഇതിന്റെ എല്ലാം പീസും കൂടെ വെച്ചിട്ട് ഒരു ഷർട്ടൻ ഉണ്ടാക്കി. അതാണ് സംഭവം. അതാണ് സംഭവം. പല സിനിമകൾ കണ്ടിട്ട് അതും ഇതും കോപ്പി അടിച്ചോണ്ട് വന്ന് ഫോട്ടോ കുറെ ടൈപ്പ് ഷോട്ടുകൾ ഇഷ്ടമാണ്. അതെ അതെ, അങ്ങനെയൊക്കെ അതിനകത്തോട് നടക്കണം. എന്നിട്ട് ഈ സാധനങ്ങളെല്ലാം വെട്ടി തയ്ച്ചൊരു സിനിമ അങ്ങ് ഇറക്കി. രവി അങ്ങ് എവിടെ ചെന്നാലും ഇത്രയൊക്കെ രവിക്ക് പറ്റത്തുള്ളൂ എന്നുള്ളത് നേരത്തെ നമുക്കൊക്കെ അറിയാം. ഇപ്പൊ കുറച്ചൊക്കെ അങ്ങനെ തെളിഞ്ഞു വരുന്നുണ്ടെന്നേ ഉള്ളൂ. അല്ലാതെ രവിയുടെ കയ്യിൽ ഇത്ര ഉള്ളെന്നുള്ള എനിക്ക് പണ്ടേ നമുക്കൊക്കെ അറിയാവുന്ന കാര്യം. രവിയുടെ കയ്യിലും മോഹൻലാലിന്റെയും പൃഥ്വിരാജിലൊക്കെ ഇത്രേ ഉള്ളൂ. അത് ഈ പൊക്കി പിടിച്ചോണ്ട് നടക്കുന്നവന്മാരല്ല ആർക്കടെ ഇതിനൊക്കെ വില. അല്ലെങ്കിൽ ആ വിഷയം കൊണ്ട് വീട്ടിൽ ഇരുന്നതിന് ഇച്ചിരിയെങ്കിലും അഭിമാനം എന്ന് പറഞ്ഞ സാധനം ഉണ്ടല്ലോ, അല്ലെ ഉളുപ്പുണ്ടാകുന്നതില്, ഇത്തിരിയെങ്കിലും ഉളുപ്പുണ്ടാകുന്നതില് വേഷം കെട്ടി പോകത്തില്ല. വേഷം കെട്ടി പോയിട്ട് നാണം കെട്ടി കഴിഞ്ഞ പിന്നെയും വന്നേക്കുവോ, കിട്ടി വീണ്ടും കിട്ടി ഉരുട്ടി. ഇനി വരാതിരിക്കാവോ? ഇനി അതുവഴി അങ്ങ് പോകാവോ? സാറേ, മേജർമാരെ ഇങ്ങനെ നാണം കെടുത്തരുത്. ഇപ്പൊ മേജർ കേട്ടോ ഒരു ചിരിയ ആൾക്കാർക്കൊക്കെ വരുന്നത്. മേജർ എന്നൊക്കെ പറഞ്ഞാൽ മറ്റേ സിനിമയുടെ പുറകെ നടക്കുന്ന ലവനല്ലേന്ന് ചോദിക്കും. അത് മേജർമാർക്ക് നാണക്കേടാണ് എന്താണല്ലോ ഉറപ്പാ. ബാക്കിയുള്ള നീ ഈ രാജ്യത്തിന് വേണ്ടി സേവനം അനുഷ്ഠിച്ച് ഒരു ജീവിതകാലം മുഴുവൻ പട്ടാളത്തിൽ ജോലി ചെയ്ത് നാട്ടിൽ വന്നിരിക്കുമ്പോ ഒരു മേജർ തട്ടിപ്പ് കേസിൽ പ്രതിയാവുന്നു, സ്ത്രീകളെ അവമാനിച്ചെന്ന് പറഞ്ഞ പരാതികൾ കിട്ടുന്നു. ഇപ്പതേ രാജ്യദ്രോഹം കണ്ടിട്ട് മനസ്സിലായിട്ടില്ലാത്തൊരു മണ്ടനാണ് മേജർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കുന്നു? ഐമാക്സിൽ പോയി കണ്ടിട്ട് വേണമെന്ന് ഇനി പറയാം. അതുമല്ല, ഐമാക്സിൽ പോയി കണ്ട് എൻജോയ് ചെയ്യാൻ പോ. പൃഥ്വിരാജിനെ ഭാഗ്യമാണ്. ഇത് വന്നിരുന്ന് പറഞ്ഞിട്ട് പിറ്റേ ദിവസം വന്നിട്ട് തിരിച്ചും പറഞ്ഞു. അന്തസ് ഒരു മേജറായ ഇങ്ങനെ വേണം അല്ലേ? തിരിച്ചും മറിച്ചും പറയാൻ ഉറപ്പില്ലാത്തവന്മാര്. എന്താ അത് കൊള്ളെങ്കിൽ അന്നേ അത് മറ്റേ പടമായിരിക്കും, ഷൂ നക്കുന്ന പടമാണോ? ആണോ? അതെ, ഇതാണ് കറക്റ്റ്. മോഹൻലാലിനുള്ള കിട്ടിയിട്ടുണ്ട്, പുള്ളി മേടിച്ചോളൂ, മടിയില്ല. ഇതുപോലെ കുറെ കാര്യം. അയ്യോ, അല്ല പുള്ളിക്ക് അത് ആവശ്യമാണ്, പുള്ളിയുടെ പരിപാടി ഇതാ, മനസ്സിലായി. അതുകൊണ്ട് പിന്നെ പുള്ളിയെ പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഈ കൂട്ടത്തിൽ പോയാൽ ഇങ്ങനെ സംഭവിക്കും. കാരണം ബുദ്ധി ബോധമുള്ളവർ ഒരു സ്ഥലം ഇല്ലാത്ത സ്ഥലങ്ങളിൽ പോയിരുന്ന എന്താ പിന്നെ പ്രതീക്ഷിക്കുന്നത്? ആരുടെ കുറ്റം പറയാൻ മോശമാണ്.
ഒരു തരത്തിനൊക്കെ അങ്ങനെയാ ഇതൊക്കെ ആൾക്കാർക്കൊന്ന് ബോധ്യപ്പെട്ടാൽ മതി. അല്ല അയാളോട് നമുക്ക് പ്രത്യേകിച്ച് വിരോധമില്ല. ഈ പൊക്കിക്കൊണ്ട് നടക്കുന്നവരെ ഇത് മനസ്സിലാക്കേണ്ടത്. അവരോട് നമ്മൾ സംസാരിക്കും. മോഹൻലാൽ ഇത് കാണുന്നൊന്നുമില്ല, മേജർ രവി കാണത്തില്ല. മേജർ രവിയുടെ അല്ല പറയുന്നത് ഇത്. ഇവരൊക്കെ വലിയ സംഭവമാണെന്ന് കരുതിയിരിക്കുന്ന കുറച്ച് പേര് ഇവിടെ ഇരിപ്പുണ്ട്. അല്ല ഇനി കുറെ എണ്ണം ബാക്കി ഈ വീഡിയോ കാണുന്ന നമ്മുടെയൊക്കെ വീഡിയോ ഒക്കെ കാണുന്ന സാധാരണക്കാരല്ലേ? മോഹൻലാലും മേജർ രവിയൊക്കെ വലിയ വലിയ ആളുകളല്ലേ? അവരും നമ്മുടെ വീഡിയോ ഒന്നും കാണത്തില്ല. അതുകൊണ്ട് കുഴപ്പമില്ല. ഇനി കണ്ടാലും കുഴപ്പമില്ല, അവരറിയാലോ, അവർക്ക് മനസ്സിലാവും. ഒരു പ്രത്യേകത കൂടെ ഉണ്ടോ ഈ മോഹൻലാൽ മാപ്പുറയിൽ? ഒരു പ്രത്യേകത കൂടെ ഉണ്ട്. അതെന്താ? സാധാരണ ഗതിയില് ഈ സംഘികളാണ് മറ്റാളുകളോട് മാപ്പ് പറയാറ്. ഇതൊരു സംഘി RSSനോട് മാപ്പ് പറഞ്ഞു. ചരിത്രത്തിൽ ആദ്യമാണ്. മദ്യലഹരിയിലായിരുന്നോ ലാലേട്ടാ? സാധാരണ സംഖ്യകളൊക്കെ ഇങ്ങനെ മാപ്പ് പറയാറ്. അതുകൊണ്ട് ഒരു ലോക്കൽ സംഖ്യ അങ്ങനെയാ. ഇനി ഹൈ സ്റ്റാൻഡേർഡ് സംഖ്യ എങ്ങനെയാ പറഞ്ഞെന്നുള്ളത് കണ്ടാലേ അറിയത്തുള്ളൂ. എന്തിന്റെ ലഹരിയിലായിരുന്നു എന്നുള്ളത്. അല്ല, മേജർ രവി കിടന്ന് ഉരുളുന്നതാണ് കേട്ടോ. കാറിലിരുന്ന് ഉരുളുക, ലൈവ് എടുത്തുരുളുന്നു. അയ്യോ, ഈ മിലിറ്ററി പരിപാടിയായിട്ട് നടക്കുന്നതാണെന്നല്ല, ലെഫ്റ്റനന്റ് കേണൽ എന്ന് പറഞ്ഞിട്ട് പദവി കൊടുത്തിട്ടുണ്ടെന്നേ ഉള്ളൂ. ഇവിടെ എന്തോ ഇപ്പൊ സംഭവിച്ചറിയോ? മാപ്പ് എങ്ങനെ പറഞ്ഞേക്കുന്നത്? വീഡിയോയിലാണോ അതോ എഴുത്താണ്? എന്തേ മാപ്പൊന്നും അല്ല, ഖേദം അറിയിച്ചെന്ന്. എന്തേലും ആട്ടെ. ഈ അവസരത്തിൽ പറയാൻ പറ്റിയത് കൊള്ളാവോ എനിക്കറിയത്തില്ല, എന്നാലും ഞാൻ പറയുവാണ്. യജ്ഞാണ് ലലജ്ഞാണ് വക്നാണ് ലലജ്ഞാണ് യജ്ഞാണ് മാപ്പാണ് ഖേദമാണ് രാജ്യത്വമാണ്. ആരോ എന്തോ പറഞ്ഞ് അടനെ ഞാൻ കയറി എങ്ങ് മാപ്പം പറഞ്ഞു. എന്തിനാന്ന് ചോദിച്ചാ പണ്ട് മമ്മൂട്ടി ഇങ്ങനെ ഒന്ന് പറഞ്ഞ ആരാണ്ട് പറഞ്ഞപ്പോ തടിയെന്ന് പറഞ്ഞെന്ന് കുറച്ച് എണ്ണ ഓടുന്നുണ്ടോ? ഓ, ടിക്കറ്റ് എടുക്കാൻ ഓടിയവന്മാര്, ദേശസ്നേഹികള്, ദേശവിരുദ്ധര് കണ്ടോ വീഴുന്നുണ്ടോ? എടാ ഇവന്മാര് കൊള്ളാം കേട്ടോ. എടാ ഇവരെയൊക്കെ ഒന്ന് മാർക്ക് ചെയ്ത് വെച്ചാണ്ടല്ലോ ഈ നാട്ടിലെ വേസ്റ്റുകളൊക്കെ കിട്ടും. വേസ്റ്റ് ബുദ്ധി എന്ന് പറഞ്ഞത് ഒരു സ്വല്പം തലയ്ക്കാത്ത ശരീരത്തെ എവിടെയെങ്കിലും ഉണ്ടാകുന്ന ഈ പണി ചെയ്യത്തില്ല. അതിനുള്ള ബുദ്ധി പോലും ഇല്ലാത്ത മണ്ടന്മാരെ എന്തോ പറയും. കഷ്ടം. എന്തൊരു നശിച്ച നാടാടോ ഇത്. ഇങ്ങനെയുണ്ട് നശിച്ച നാട്. ഇതാ നാശം. വെയിറ്റിംഗ് ആകുന്നു, പ്രതീക്ഷയിലാകുന്നു. എന്തിന്? ഇതെന്താ കൊറോണയുടെ വാക്സിനോ ഇവിടെ വരുന്നത്? ഏതോ ഒരു സിനിമ ആണെങ്കിൽ വെയിറ്റിംഗിലായിരുന്നു ഇമാര്. ഭയങ്കര പ്രതീക്ഷയാന്നൊക്കെ ഈ കുറെ എണ്ണം ഇറങ്ങിയിട്ടുണ്ട്. ഈ ടി വിക്കാർ ഇത് പറയുള്ളൂ, ഈ ചാനലുകാര്. എക്സ്പെക്ടേഷൻ എങ്ങനെ ഉണ്ടെന്ന്. എന്തെന്ന് എക്സ്പെക്ടേഷൻ? ഇതെന്തിന്? ഇതുപോലെ ഈ നാട് നശിക്കുന്നതിനകത്ത് ഇമാരുടെ ഈ ഇത്തരം പരിപാടി ഉണ്ടെന്ന് നിങ്ങൾക്ക് അത് മനസ്സിലാകാത്തോണ്ട്. ഇതൊക്കെ പോട്ടോ, ഈ ഭാവമുണ്ട്, ഭയങ്കര വലിയ ആള് നിൽക്കുന്ന പോലെ. വെച്ചേക്കുവാ, ഒന്ന് കണ്ടാച്ചാ മതി എന്നുള്ള രീതിയിലായിരിക്കുന്നു ഇവനൊക്കെ ആണ്ട് ചെയ്യുന്നവന്മാര്. ഈ മോഹൻലാൽ ഒന്നും പറയാതെ പോയി മാപ്പം കിടക്കും. ഏത് ഒരു സിനിമാണനായിട്ട് ഇതുവഴി നടക്കുക. മോഹൻലാൽ മമ്മൂട്ടി നടക്കുന്ന പോലെ വേറെ വാരിച്ച് ഉത്തരവാദിത്വം ഒന്നും എടുത്തിട്ടില്ല. പിന്നെ പേഴ്സണൽ ഇൻട്രസ്റ്റ് എന്നുള്ള രീതിക്ക് വേണമെങ്കിൽ പാലിയേറ്റീവ് കെയറിന്റെ അംബാസഡർ എന്നൊക്കെ പറഞ്ഞ് മമ്മൂട്ടി കുറച്ച് പരിപാടി നടത്തുന്നുണ്ട്. അത് നല്ല പണിയോ? അല്ല, അത് കേണൽ പദവി കൊടുത്ത് അതെടുത്ത് വേറെ കണ്ടുകൊണ്ട് ഏണ്ടൊക്കെ കാണിക്കുന്നിടത്ത് എല്ലാം പോയി അങ്ങ് വേറി അങ്ങ് മേടിച്ചോളൂ. എന്നിട്ട് ലാസ്റ്റിൽ വരുമ്പോൾ എന്തോ നടക്കുന്ന ചോദിച്ചാൽ ഒരു മെണ്ട അറിയാത്ത ഏണ്ടൊക്കെ കാണിച്ചു കൂട്ടിയ ഒരു ആള് ഇപ്പൊ പറയുന്ന സിനിമ കണ്ടിട്ടില്ല. എന്തോ തള്ള പട്ടാളം എന്ന് പറഞ്ഞാ ഏജരവിയാന്നാ പറയുന്നത്. അത് നാണക്കേടാ കേട്ടോ. ബാക്കിയുള്ള മേജർമാർക്ക് മൊത്തം നാണക്കേട് ഉണ്ടാക്കുന്ന ഒരേ ഒരു മേജർ. വേറെ മേജർമാരൊന്നും ഇങ്ങനെ സിനിമയും കണ്ട് നടക്കുമല്ലോ ഇതിന്റെ പുറകെ. മോഹൻലാലിന്റെ വാലാടി നടക്കാൻ ഏത് മേജറിനെ കൊണ്ട് പറ്റും? അന്തസ്വാഭിമാനമുള്ള ഒറ്റ മേജറും മോഹൻലാൽ ഈ സിനിമാടന്റെ ഒന്നും പുറകെ നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. സിനിമാടൻ വേണേ മേജറിന്റെ പുറകെ നടന്നോ, അതായിരിക്കണം മേജർ. അല്ലാതെ ഇവിടുത്തെ കുറെ സിനിമയിലും അഭിനയിക്കുന്നതിന്റെയും പാട്ട് പാടുന്നതിന്റെ ഒക്കെ പുറകെ ഒന്നും നടക്കേണ്ട ഒരാവശ്യം ഒരു മേജറിനില്ല. ഉണ്ടോ? തനിക്ക് തോന്നുന്നുണ്ടോ ഒരു മേജർ ഇങ്ങനെ ഒരു സിനിമാടന്റെ പുറകെ നടക്കേണ്ട ആവശ്യമുണ്ടോ? ഏതെങ്കിലും മേജർ നടക്കൂ. മൈനർമാര് നടന്നാൽ കുഴപ്പമില്ല. മൈനേഴ്സിന് സിനിമാടന്മാരെയൊക്കെ ആയിരിക്കും. മേജർ നടക്കാൻ പാടില്ല. മേജറിന്റെ പുറകെ മോഹൻലാൽ നടന്നാലാണ് അതിന്റെ ആ കഴിവുണ്ടെന്ന് പറയുന്നത്. മേജർക്ക് നടൻ നടക്കണം. നടൻ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ മേജറെ പോയി കാണുന്നു, വിദഗ്ധ ഉപദേശങ്ങൾ തേടുന്നു. അല്ലാതെ
ഒരു നടന്റെ പുറകെ വാല് വാട്ടി സിനിമ കാണാൻ നേരത്തെ ആദ്യത്തെ ഷോയ്ക്ക് വന്ന് സൂപ്പർ പട ഇതുപോലെ പടം എടുക്കുന്നത് ഭയങ്കര സംഭവമാണ്. എന്ത് മേജർ കാണോടോ ഇതൊക്കെ സംഭവം? ഇത്രയും വലിയ യുദ്ധം വന്ന തള്ളുന്നുണ്ട് ഒരു സൈഡിൽ ഇരുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് വന്നിട്ട് സിനിമ കണ്ടെങ്ങനെ ഞെട്ടുന്നേ? എവിടുന്ന് വരുന്ന മേജറാണ് ഇതൊക്കെ? കിട്ടിപ്പോയതിന്റെ കാര്യം ഓർക്കുന്നുണ്ടോ നിങ്ങൾ? എന്നെ പിടിച്ചെന്നിട്ട് അതിന്റെ കാണിക്കേ ആ CIയുടെ കളികൾ കാണാൻ വേണമെങ്കിൽ. ഒരു CI പോയേക്കുക യൂണിഫോമിലാണേ. നിനക്കെന്നെ മനസ്സിലായടേ? നീ പിടിച്ചില്ലേ? നിനക്കെന്നെ പിടിച്ചില്ലേ? ഈ CI ഇട്ടേക്കുന്ന വേഷം അയാളുടെ ഡ്യൂട്ടി ഡ്രസ്സാണ്, അല്ലാതെ സിനിമാ സെറ്റിൽ പോയി അഭിനയിക്കാൻ പോയതല്ല. ഡ്യൂട്ടി ടൈമിൽ മോഹൻലാലിനോട് റീൽസ് എടുത്ത ഈ പോലീസുകാരനാണ് എന്നെ പിടിച്ച് ലോക്കപ്പിലിട്ട് ഫോട്ടോ പ്രചരിപ്പിച്ചത്. എങ്ങനുണ്ട്? ഇഷ്ടപ്പെട്ടോ? സൂപ്പർ അല്ലേ? നാണമുണ്ടോ ഇതിനൊക്കെ? ഇതുണ്ടോ? ഡ്യൂട്ടി ടൈമിൽ റീൽസ് എടുത്ത് കളിക്കുക, എന്നിട്ട് അവര് നമ്മളെ പഠിപ്പിക്കുക എങ്ങനെ വീഡിയോ ഇടണമെന്ന്. ആണ് ഈ ആകസ്മികമായ മരണം എന്നൊക്കെ പറയുന്ന പോലെ നമ്മുടെ മനസ്സിന്റെ ഐക്യം കൊണ്ടാണ് അതോ കാണിക്കുന്നുണ്ട്. ഒരു റീൽസ് എടുക്കാൻ അറിയത്തില്ലേ? അതുകൊണ്ട് അടുത്തത് ഇത് ഒരു അയാള് പറയുന്ന പോലെ നടക്കുന്നതേ ഉള്ളൂ, അല്ല അയാൾക്ക് ഇതിനകത്ത് വലിയ താല്പര്യം ഉണ്ടോന്ന് എനിക്കറിയത്തില്ല. മറ്റു ഇരിക്കുന്നുണ്ട്. ഇവരെന്തിനാ അവിടെ പോയത്? ഈ ടീം എന്തിനാ ഇത്? 3 പോലീസുകാരാണ്. അതിനിടയ്ക്ക് മറ്റേ ഒരു എഴുത്തുകാരനെ കാണാൻ നമ്മളെ പോവാ കേസ് അന്വേഷിക്കാൻ പോയ പോലീസുകാരൻ ചെയ്ത പണിയാ. SN സ്വാമിയെ കണ്ടേക്കുന്ന ഇടയിൽ എന്നിട്ട് അയാളുടെ സിനിമയുടെ കഥയൊക്കെ പറയുന്ന വണ്ടിക്കകത്ത്. എടാ ഒരു ദിവസം മൊത്തം പുള്ളി ചെലവ് കറങ്ങിയെന്ന് കിടന്ന് കേരളത്തിൽ കിടന്ന് തെളിവെടുക്കാൻ. എന്നിട്ട് ഇതാണ്ട് ട്രൈപ്പോഡ് ഗിംബല് ട്രൈപ്പോഡൊക്കെ നമുക്ക് കിട്ടിയല്ലോ. ഭയങ്കര തെളിവായി പോയി. അത്രയും തെളിവെടുത്ത പാർട്ടിയായി നിന്ന് കളിക്കുന്നു. അതും സത്യമല്ലേ? അവിടെ നേരെ ട്രൈപ്പോഡ് എടുത്ത് എന്റെ ആന്ന് പറഞ്ഞത് ഞാനങ്ങ് സമ്മതിച്ചേനെ. അതെ, ഇതെന്റെ കാശും കളഞ്ഞു. ഒരു ദിവസം മുഴുവൻ ഗവൺമെന്റിന് പെട്രോൾ അടിക്കാൻ കാശില്ലെന്ന് പറയുന്ന ജീപ്പും എടുത്തോണ്ട് ഫേസ്ബുക്കിൽ വീഡിയോ ഇട്ട് തന്നെ. യൂട്യൂബ് വീഡിയോക്ക് പ്രൈമറി എവിഡൻസ് ഈ വീഡിയോ തന്നെയാ. അല്ല എന്റെ മൊബൈലിൽ നിന്ന് പിന്നെ എന്ത് കിട്ടാനാ? അതെങ്ങനെയാ കാലഹരണപ്പെട്ട ഒരു പരിപാടിയും കൊണ്ട് ഇറങ്ങിയേക്കുക. എടോ സൈബറിനകത്ത് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ട്, ആ സ്പേസിൽ അവിടെ അതുണ്ട്, തെളിവ് എപ്പോഴും കിട്ടും അത്. ഇനി ഞാൻ എവിടെ എടുത്ത് കളഞ്ഞാലും എന്റെ മൊബൈൽ കളഞ്ഞാലും അത് എടുക്കാൻ പറ്റും. അതിനുള്ള ബുദ്ധി പോലും ഇല്ലാത്തവന്മാരെ എന്ത് ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല. ഇവർ പഠിച്ചേക്കുന്നു, ഇവരെന്തോ കാണുന്നുണ്ട് ഡെയിലി. ഈ ഫ്ലാറ്റ് എടുത്തോണ്ട് പോകാൻ ഫ്ലാറ്റ് പൊളിച്ചോണ്ട് പോണോന്ന്. അതെ, ഈ ഫ്ലാറ്റിൽ ഇരുന്ന് വീഡിയോ ഇട്ടപ്പോ പിന്നെ ഇവിടുത്തെ എല്ലാ സാധനവും പെറുക്കിക്കൊണ്ട് പോണമല്ലോ. ഭയങ്കരം തന്നെ. ഉഗ്രം ബുദ്ധി അതിന്റെ കാണുന്നുണ്ട്. ഈ പോലീസുകാരൻ തന്നെയാണ് MDMA കേസ് തിരുവല്ല. അവിടെയും ചെന്ന് നാണം കെട്ടിട്ടുണ്ട്. എന്താ വലിയ ഡയലോഗ് ആകെ അടിച്ചിട്ടുണ്ട്. MDMA കേസിൽ 2 weeks ago CI വിളിച്ചു വാർത്തയെല്ലാം അറിയിച്ചത് കള്ളത്തരം പറഞ്ഞു. എന്നെ പറ്റി ഒളിവിൽ പോയെന്ന് കള്ളം പറഞ്ഞ ആൾ ഇയാളാണ്. ഇയാള് തന്നെയാണ്. കുട്ടിയുടെ ദേഹത്ത് ഒട്ടിച്ചു വെക്കും. ഇത് ഇങ്ങനെയൊരു മതമുണ്ടെങ്കിൽ കഥയാണ്. പറഞ്ഞത് കള്ളമാണ്, അങ്ങനെ ഉപയോഗിച്ചിട്ടില്ല. ഇല്ല കൊണ്ടുപോയിട്ടില്ല. എന്തിനാ ഡിവൈസ് അങ്ങോട്ട് വിശദീകരണം പറഞ്ഞതാണ്? പോലീസുകാർ വല്ലതും പറഞ്ഞു അങ്ങനെ വല്ലതും ചോദിച്ചപ്പോൾ? വീട്ടിൽ പറഞ്ഞത് പിന്നെ അങ്ങനെ ഒരു അബദ്ധം പറ്റിയാന്നാ പറഞ്ഞേ. ഭർത്താവിനെതിരായ ലഹരി കേസിൽ ശക്തമായ നടപടി എടുക്കണം. എന്നിട്ട് അവരുടെ വീട്ടിൽ ചെന്ന് കോംപ്രമൈസ് നോക്കിയത് ഇയാളെ CI. ഇയാളെ പരിപാടി കണ്ട നിൽക്കുന്നുണ്ടോ ഒരു ഉറപ്പുമില്ലാതെ. ഇയാൾ ഇങ്ങനെ കള്ളക്കഥയൊക്കെ പറഞ്ഞോളൂ. എന്നിട്ട് എന്നോട് പറഞ്ഞ് ഓർക്കുന്നുണ്ട്, ആ ഓഡിയോ കയ്യിലുണ്ടോ ആരുടെ കയ്യിൽ? നമുക്കത് കിട്ടിയൊക്കെ കേൾപ്പിച്ചു കൊടുക്കുക, എല്ലാവരും കാണണ്ടേ. ഇനി ഇയാള് പറഞ്ഞ കള്ളത്തരം കേട്ടോ. ഇനി ഞാൻ ഇതുവരെ ഇത് ഓർത്തോട്ടൊന്നും വിട്ടിട്ടില്ല. അയാൾ ഇത്രയും പേര് കാണട്ടെ, അങ്ങോട്ട് അറിയട്ടെ. ആ വീട്ടിൽ ചെന്ന് കോംപ്രമൈസിന് ശ്രമിക്കുന്നത് കാണിച്ചു തരാം. ഇതുകൊണ്ട് ആ സ്ഥലം മാറ്റിയത്, അല്ല മോഹൻലാലിന്റെ കൂടെ ശബരിമലയ്ക്ക് പോയെന്ന് പറഞ്ഞ് വാർത്ത അടിച്ചിറക്കിയ. ഇനി അടുത്ത് എന്റെ പരാതി കിടക്കുക. ഉപയോഗിച്ചതാകട്ടെ 10 വയസ്സുള്ള മകനെയുമാണ്. കൊച്ചു ചെറുക്കന് ഒരു പയ്യന്റെ ഭാവി നശിപ്പിക്കാനും വേണ്ടും നാണം ഇല്ലാത്തവന്മാരെ എന്ത് ചെയ്യാൻ പറ്റും? എന്നിട്ട് മോഹൻലാലിന്റെ റീലും എടുത്ത് നടക്കുക. എന്നിട്ട് ഇത് കണ്ടോ, ഇതാ വീട്ടിൽ പോയിട്ട് ഇത് കണ്ടോ, വീട്ടിൽ പോയിരുന്ന് പരിപാടിയാണോണേ. എന്ത് കേൾക്കാത്ത? ഞാൻ കാണിക്കാം. ഇതെന്തൊന്നും കേൾക്കുന്നില്ലല്ലോ.
ബ്ലൂടൂത്തിൽ കണക്ട് ആയോ? എടാ ഇതെന്തോ ഇതിന് സൗണ്ട് ഇല്ലല്ലോ പണ്ടാരം. എന്തുവാണ് ഇതിനകത്തെ പറച്ചിലൊരു പ്രശ്നം. എന്ത് പ്രശ്നം? ഒന്നുമില്ല. കാര്യം പറ. അയാളുടെ ഒരു അരഗൻസും അത് പിന്നെ കേക്കണ്ടേ, ഇങ്ങോട്ട് കൊടു. അല്ല പിന്നെ അയാൾ അങ്ങനെയാ സംസാരിക്കുന്നത്. ഇപ്പൊ എന്ത് ചെയ്യാൻ പറ്റും? പോലീസുകാർ ഇങ്ങനെയാ. അതെന്താ കുഴപ്പമായിരിക്കുന്നത്? ഞാൻ വളരെ മര്യാദയ്ക്കേ സംസാരിച്ചിട്ടുള്ളൂ. വിളിച്ചു ചോദിക്കുമ്പോ പറയുന്നത് ഇത് കണ്ടോ, ഞാൻ അന്ന് വൈകിട്ട് എന്നെ ഒളിവിപ്പോയെന്നുള്ള വാർത്ത വന്നപ്പോ വിളിച്ചതാ ഈ SHO. അപ്പൊ അങ്ങേര് പറയുന്ന കണ്ടോ, വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട് ഞാൻ. ഹലോ, ആ സാറേ ഞാൻ അജു ആണേ. ആണോ നിൽക്കുന്നത്? ഹലോ സാറേ, ഞാൻ അജുവാ. ഇന്ന് രാവിലെ വിളിച്ചില്ലായിരുന്നു. അപ്പൊ ഇന്ന് വൈകിട്ടോ നാളെ രാവിലെ 8 മണിക്കൊക്കെ വന്നാൽ മതി എന്നാ എന്നോട് പറഞ്ഞിരുന്നത്. പക്ഷെ ഇപ്പൊ ഏഷ്യാനെറ്റിൽ വാർത്ത കണ്ട് ഞാൻ അബ്സ്കോണ്ടിങ് ആണ്. ഞാൻ വൈകിട്ട് ഒരു അഡ്വക്കേറ്റ് ഒരു ഫ്രണ്ടിനോട് പറഞ്ഞപ്പോ പുള്ളിയും സാറിനെ വിളിച്ചതാ. അപ്പൊ അഡ്വക്കേറ്റ് വിളിച്ചോ? ചാനൽ പറയുന്നില്ലേ, ചാനൽ പറയുന്നത് വിശ്വസിക്കണ്ട. അതല്ല അതല്ല സാറേ, ഇവര് SHO പറഞ്ഞെന്നൊക്കെ പറഞ്ഞ എഴുതി വെച്ചേക്കുന്നേ. അവര് പറഞ്ഞു, ഞാൻ എന്നോട് പറഞ്ഞില്ലേ രാവിലെ വരെ. ഞാൻ കണ്ടില്ല വാർത്ത, ഞാൻ കണ്ടില്ലല്ലോ. ആ അങ്ങനെ ഒരു വാർത്ത അടിച്ചു വിട്ടിട്ടുണ്ട്. ഞാൻ എന്തോ ഒളിവിലാ. ഞാൻ ചോദിക്കട്ടെ, നീ ഒളിവിലാന്നും നീ ചത്തതൊക്കെ പറഞ്ഞ് വാർത്ത കൊടുക്കും. വാർത്ത നീ എന്തിനാ ഈ വാർത്ത വിശ്വസിക്കുന്നത്? അല്ല, അത് എന്നാലും ഞാനിതിപ്പോ രാവിലെ വരാനായിട്ട് ഈ പറഞ്ഞ പോലെ എന്നോട് പറഞ്ഞനുസരിച്ച് ഞാൻ വരുന്നതല്ലേ. അപ്പൊ അവരങ്ങനെ വാർത്ത കൊടുക്കുന്നത് ശരിയല്ലല്ലോ. എനിക്കറിയില്ല, നീ അവിടുത്തെ പറ. ഏത് വാർത്ത, ഏതിനാ നീ അയച്ചത്? എനിക്ക് ഏഷ്യാനെറ്റിലാ. ആണോ? ഒളിവിലാണ്. എന്നോട് സംസാരിക്കുന്നത് ഒളിവിലാണ്. പോലീസ് സെറ്റിൽമെന്റ് ചെയ്യുന്ന ആളാണ്. ഞാൻ അത് കഴിഞ്ഞ് പിന്നെ ഞാൻ വൈകുന്നേരം ആയപ്പോഴേ ഞാനപ്പോ നമ്മുടെ അഡ്വക്കേറ്റ് ഇല്ലേ, പുള്ളിയെ ചോദിച്ചപ്പോ പുള്ളി പറഞ്ഞു ഞാൻ വിളിച്ചു ചോദിച്ചിട്ട് പറയാന്ന് പറഞ്ഞു. അപ്പഴാ എന്നെ വിളിച്ചു. ആ ഞാനാണെങ്കിൽ രാവിലെ തൊട്ട് തിരക്കി ഇപ്പം ഇവിടെ പോയിട്ട് വന്നിരിക്കും, തമിഴ്നാട് പോയിട്ട് വരുന്ന തുടങ്ങിയാ. അതെ, എനിക്ക് രാവിലെ വേറെ ഒരുപാട് ജോലിയുണ്ട്. അതുകൊണ്ട് നിന്നെ 8 മണി ആക്കിയത്. 8 മണിക്ക് വരാം. ഇത് കള്ളത്തിനാ പറഞ്ഞത്. കുറെ കാര്യങ്ങളുണ്ട്. എന്നോട് രാവിലെ വരാൻ പറഞ്ഞല്ലോ, ഇത് കേട്ടല്ലോ. നീ 8 മണിക്ക് വന്നാ നീ വാർത്തയും നോക്കണ്ടായിരിക്കില്ല. വാർത്ത ചെയ്ത നീ മരിച്ചെന്ന് എഴുതി കാണിക്കും. നീ അത് വിശ്വസിക്കണ്ട. നീ മരിച്ചിട്ടില്ല കേട്ടോ. ഇത് കേട്ടോ. എന്നിട്ട് രാവിലെ ആയപ്പോ വേറെ വാർത്ത കൊടുത്തേക്കുന്നു, അറസ്റ്റ് ചെയ്തെന്ന് എന്നെ വീട്ടിൽ നിന്ന്. അതാര് കൊടുത്ത വാർത്തയാ? ഇയാള് മൊത്തം കള്ളത്തിലാ പറയുന്നുള്ളത് ഇപ്പൊ പല പ്രാവശ്യമായിട്ട് തെളിയുക. അതും വാർത്തയ്ക്കകത്ത് അറ്റൻഷൻ കിട്ടാൻ വേണ്ടിയിട്ട് ഒരു പ്രത്യേകതരം ഈ ഇതുള്ള ആള്. ഇതെല്ലാം കണ്ടില്ലേ, ഇപ്പൊ 3 അതൊക്കെ എങ്ങനെയാണ് ചെയ്യുന്നത്? ഇയാൾക്കൊരു പോലീസ് ഓഫീസറാണോ? ഞാൻ ഇതുവരെ ഈ സാധനം എന്റെ രീതിക്ക് അന്നോട്ടം ഇടാൻ വേണമെങ്കിൽ ഞാൻ പരാതിക്കകത്ത് കൊടുത്തിട്ടുണ്ട്. എന്റെ തെളിവും കാര്യങ്ങളൊക്കെ ഞാൻ കൊടുത്തിട്ടുണ്ട്. ഇയാൾക്കെതിരെ പരാതിയും കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് മോഹൻലാലിനോട് ശബരിമലയ്ക്ക് പോയേക്കുന്നു. അതെങ്ങനുണ്ട്? മോഹൻലാലിന്റെ ഒരു ആരാധകൻ എന്നിട്ട് ലോക്കപ്പിൽ പിടിച്ചു നിർത്തി. എന്തിനാ ഇതെല്ലാം പറഞ്ഞിട്ട് പുള്ളിയാ ലോക്കപ്പിൽ ഇടുന്നേ? ഇങ്ങനെയുള്ള ഒരാൾ ഒരു കേസ് അന്വേഷിച്ച് എവിടെ എത്തും? അയാൾക്കറിയാം ഞാൻ മുങ്ങിയിട്ടില്ല. അയാൾ പറയുന്ന ഓഡിയോ ആണ് ഈ കേട്ടത്. പിറ്റേ ദിവസം രാവിലെ എന്നെ പറ്റി വീണ്ടും കള്ളവാർത്ത കൊടുത്തിട്ട് അറസ്റ്റ് ചെയ്തെന്ന് പറഞ്ഞിട്ട് ലോക്കപ്പിൽ പിടിച്ചു നിർത്തി ഫോട്ടോ എടുത്തിട്ട് മോഹൻലാലിനും അയച്ചു കൊടുത്തു, അവിടെയുള്ള സകല കുറെ തെണ്ടികൾക്കും അയച്ചു കൊടുത്തു, സോഷ്യൽ മീഡിയയിലുള്ള. എന്നിട്ട് അത് പ്രചരിപ്പിച്ചേക്കുന്നു. ഇതൊക്കെ അയാളുടെ പണി. കൊള്ളാം, നല്ല പണി. എങ്ങനുണ്ട്? അടിപൊളിയല്ലേ? അയ്യേ, എല്ലാം കണക്ക്. എന്നിട്ട് പോയേക്കോ കണ്ട വീട്ടിലെ സെറ്റിൽമെന്റ് ഉണ്ടാക്കാൻ, കോംപ്രമൈസ് ചെയ്യാൻ. വേറെ ഉണ്ട് പരാതി, ഒരു 4 പരാതിയെങ്കിലും കാണും ഇയാളുടെ പേരിൽ. മോഹൻലാലിന്റെ താങ്ങി നടന്നാ മതിയല്ലോ. ഡ്യൂട്ടി ടൈമില് ഈ പറഞ്ഞ റീൽസ് ഉണ്ടാക്കി കളിച്ചത് 6 ചെലവില. മോഹൻലാല് ക്ഷമ പറയാൻ RSSന്റെ കാര്യാലയത്തിൽ ചെന്നിട്ട് മോഹൻലാല് സോറി പറഞ്ഞു. അപ്പൊ മറ്റേ അവിടുത്തെ കാര്യാലയത്തിലെ മറ്റേ ഇതുണ്ടല്ലോ, അവിടുത്തെ പ്രചാരകൻ സോറി ഇത് കണ്ടോ? ഡ്യൂട്ടി ടൈമിൽ റീൽ എടുത്ത പോലീസുകാരൻ. നിനക്കെന്നെ മനസ്സിലായടേ? അയാളാ കുറച്ചു മുമ്പ് എന്നെ പറ്റി. എന്തിനാ? കഷ്ടമുണ്ട്. ഡ്യൂട്ടി ടൈമില് യൂണിഫോം ഇട്ടുകൊണ്ട് കാണിച്ച പരിപാടികളെല്ലാം സൂപ്പർ. എന്നിട്ട് സ്ഥലമാറ്റം കിട്ടി. മോഹൻലാലിനോട് ശബരിമലയ്ക്ക് പോയതൊന്നും അല്ല. അത്രത്തോളം പരാതി അവിടെ കിട്ടിയിട്ടുണ്ടോ? ഉറപ്പാ. എന്റെ പരാതി ഉണ്ടെന്നുള്ള എനിക്കറിയാം. ഈ സ്ത്രീ അമ്മ
ആ മകനെ പറ്റി കള്ള വാർത്ത കൊടുത്തേക്കുന്നു. അവര് പരാതിപ്പെട്ടിട്ടുണ്ട്. കാരണം അവര് തമ്മിൽ സെപ്പറേറ്റഡാ, ഈ ഭർത്താവും ഭാര്യയും തമ്മിൽ. ഇത് ചുമ്മാ മോന്റെ ദേഹത്ത് ഒട്ടിച്ചു വിട്ടു. എന്തോ ഭയങ്കര സംഭവമാക്കാൻ മീഡിയ അറ്റൻഷൻ കിട്ടുമല്ലോ. അപ്പൊ നമ്മളെന്തോ വലിയ പണി ചെയ്ത പോലെ കാണിക്കാൻ വേണ്ടി ചെയ്തേക്കും. ഇപ്പൊ എന്നോട് പറഞ്ഞ കള്ളത്തരങ്ങൾ കണ്ടില്ലേ? ഞാൻ വിളിച്ചോ പറയാം അത് വാർത്തക്കാരിട്ടതാണ്, അങ്ങേര് തന്നെ ഇട്ടതാ. അല്ല, വാർത്തക്കാർ അങ്ങനെ എടുത്തൊന്നുമില്ല. വാർത്തക്കാർ സമ്മതിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ SHO പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് വാർത്ത ഇടുവോ? അതിന് പിറ്റേ ദിവസം ചെന്നപ്പോൾ പുള്ളി അറസ്റ്റ് ചെയ്തെന്ന് പറഞ്ഞ് വാർത്ത ഇട്ടു. എന്റെ വീട്ടിൽ നിന്ന് എന്നെ അറസ്റ്റ് ചെയ്തെന്ന്. എന്റെ അതിന്റെയും തെളിവുണ്ട്. നമ്മൾ അവിടെ ചെല്ലുന്നതിനെല്ലാം വീഡിയോ ഉണ്ട്. എന്നിട്ട് ലോക്കപ്പിൽ കയറ്റി നിർത്തിയിട്ട് അതിന്റെ ഫോട്ടോ എടുത്ത് അതും പ്രചരിപ്പിച്ച്. എത്ര അന്തസ്. എന്നിട്ട് പിറ്റേ ദിവസം ഏഷ്യാനെറ്റിൽ കൂടെ ഭീഷണി. അവന് വലിയ പണി വരുന്നുണ്ട്, ചെറുത്താന്റെ സ്വഭാവം വളരെ മോശമാണെന്ന്. അവനൊക്കെ സ്വഭാവം അറിയരുതോ എന്നൊക്കെ ഇപ്പൊ എല്ലാവർക്കും മനസ്സിലായി. അത്രേ ഉള്ളൂ. ഇനി ഇതിൽ കൂടുതൽ പുള്ളിക്ക് കിട്ടും, ഉടൻ തന്നെ കിട്ടും. അല്ല, നിങ്ങൾ നോക്കിക്കും, ഒരു സംശയവും വേണ്ട. എന്തിനാദ്യം സംശയിക്കുന്നേ? അയാളെ തൊപ്പി തെറിക്കും. അയാളെ ഇത് ഡീപ്രൊമോട്ട് ചെയ്യുന്നത് എന്താണ് പറഞ്ഞേ? അതുപോലെ അതും സംഭവിക്കും. സിനിമയുടെ സെറ്റിലൊക്കെ പോയി നിൽക്കാൻ മിക്കവാറും ഇങ്ങനെ പോയാൽ. കാരണം അവിടെ ഇഷ്ടം പോലെ പരാതിയുണ്ട്. ഇതെല്ലാം കൂടെ നമ്മളവിടെ ചെന്ന് ഇറങ്ങി ഒരു 5 എടുത്ത് ഇങ്ങനെ കാണിച്ചാൽ തന്നെ മതി. മീഡിയയിലോട്ട് എന്തെങ്കിലും ആക്ഷൻ എടുക്കാതിരിക്കാൻ പറ്റും. മുഖ്യമന്ത്രിക്ക് ഒരു പരാതി ഇവിടെ കൊടുക്കും. അല്ല പിന്നെ എന്താ ഈ പറയുന്നത്? ഇങ്ങനെ കളിക്കാവോ? അത് ശരിയല്ല. ഈ പരിപാടി എന്താണെങ്കിലും എല്ലാവരും അറിയണം, അല്ലേ? നമ്മളൊക്കെ അറിഞ്ഞല്ലോ എന്തൊക്കെയാണ്. എന്റെ കാര്യം ക്ലിയർ ആണ്. ഞാൻ അവിടെ രാവിലെ എത്തുന്നതിന്റെ വീഡിയോ ഉണ്ട്, ഈ വീഡിയോ ഉണ്ട്, അവിടെ നിർത്തി കാണിച്ചത് ബാക്കി എന്തൊക്കെയാണെന്ന് മീഡിയയിലും ഉണ്ട്. അത് കഴിഞ്ഞ് അടുത്ത ദിവസം ഭീഷണിപ്പെടുത്തിയതിന്റെ തെളിവും മീഡിയയിലുണ്ട്. അത് നമ്മൾ ഡൗൺലോഡ് ചെയ്ത് അതും ഇരിപ്പുണ്ട്. ഈ 4 കണ്ട എല്ലാവർക്കും വ്യക്തമാണ്. പിന്നെ അത് കഴിഞ്ഞ് മോഹൻലാലിന്റെ ബാലെ തൂങ്ങി നടക്കുന്ന കണ്ടാൽ അറിയാം. ഈ വീഡിയോ ഇടത്തില്ല. അതിന് പോലും ഉള്ള ബോധം ഇല്ലാത്ത പോലീസുകാരൻ ഇങ്ങനെ നടക്കുക. മോഹൻലാലിന്റെ കുറെ നടക്കാൻ നല്ല ക്വാളിറ്റി ഉള്ള ആള് തന്നെ. അതുമല്ല, ഡ്യൂട്ടിയിലുള്ള സബോർഡിനേറ്റ്സിനെ കൊണ്ടാ പോയേക്കുന്നത് റീൽ എടുക്കാൻ. 2 പേര് അവിടെ നിൽപ്പുണ്ട്. ASI ആ മറ്റേത്, തിരുവല്ല സ്റ്റേഷനിൽ ASI. എന്തോ ഡ്യൂട്ടിക്ക് പോയിട്ട് അവരുടെ മുന്നിൽ നിന്ന് കാണിക്കാൻ പറ്റിയ പണിയാണോ? അത് അങ്ങനെ പറയത്തില്ല, ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത കാര്യം. ഡ്യൂട്ടി ടൈമിൽ അത് പറ്റും. ഡ്യൂട്ടി ടൈമിൽ റീൽ എടുത്ത മുനിസിപ്പാലിറ്റിയിലെ പിള്ളേർക്കെതിരെ ആക്ഷൻ എടുക്കാൻ ഇവിടെ ഭയങ്കര വലിയ സംഭവമൊക്കെ കാണിച്ചല്ലോ. എന്നിട്ട് എന്തോ നടപടി എടുത്തല്ലോ. അതും ഞായറാഴ്ച ദിവസം എക്സ്ട്രാ ടൈം വർക്ക് ചെയ്ത പിള്ളേരെ തിരുവല്ല മുനിസിപ്പാലിറ്റിയിൽ. എന്താ ഇയാൾക്കെതിരെ തന്നെ ഇത് പറ്റത്തില്ല? ഇത് പറ്റുമോ? പിള്ളേരാണ്ട് റീൽ എടുത്തപ്പോൾ എന്തൊരു ബഹളമാണ്. എത്ര അധികാരികളാ കണ്ടത്. അപ്പൊ ഇത് കണ്ടില്ലേ? ഇതൊരു ഉത്തരവാദിത്തമുള്ള പണിയല്ലേ? മോഹൻലാലായതുകൊണ്ടായിരിക്കും. മോഹൻലാലിന്റെ അടുത്ത് ചെന്ന് CA ഇരിക്കുന്നതുകൊണ്ട് എല്ലാവരും ലൈക്ക് അടിച്ച് കാണും. എല്ലാം കൊള്ളാം, വന്നതും പോയതും എല്ലാം മിടുക്കന്മാരാ, സൂപ്പറാ കേട്ടോ, സൂപ്പർ. ഇതും കൊണ്ട് ഇങ്ങോട്ട് ആരെ പറഞ്ഞു പറ്റിക്കുന്നേ? എത്ര നാളിങ്ങനെ പറ്റിച്ച് ജീവിക്കും? എത്ര നാളിങ്ങനെ ജീവിക്കും? എനിക്കറിയാൻ വേണ്ടിട്ട് ചോദിക്കും. സ്വയം ഒരു ബോധം വേണ്ടേ? നമ്മളൊക്കെ എന്തിനാ ജീവിക്കുന്നതെന്നൊരു ഇത് വേണ്ടേ? പൂക്കൾ ഷഡ്ഡി, അതോടെ പ്രശ്നം. പൂക്കൾ ഷഡ്ഡി വേണം. അപ്പൊ ശരി, എന്നാ വിശക്കുന്നു, കുറെ നേരമായി, അതുകൊണ്ട് പോകുന്നു. ഇനി ഇതിന്റെ വീഡിയോ ഇഷ്ടം പോലെ വരും. ഇനി തുടങ്ങിയേക്കോ, ഇതിന്റെ പരിപാടി തുടങ്ങിയെന്ന് വിചാരിച്ചാൽ മതി. ആ മൂഡിലെത്തി. ഇത്രയും ദിവസം ഈ മൂഡില്ലാന്ന് പുതിയൊരു പരിപാടി. ഇനി ഇപ്പൊ CAയുടെ കാര്യം ഒന്ന് അന്വേഷിച്ചിട്ട് വരാം. ഓക്കെ.